Yes, so guys, once again, welcome back to another lecture. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും ലാസ്റ്റ് പേപ്പർ പ്രഡിക്ഷൻ ആണ് 2023 ജെഇക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ ഈ സെഷനിലേക്ക് ഇനി വരാനിരിക്കുന്ന സെഷനിലേക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഫിസിക്സിലെ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന പേപ്പർ പ്രഡിക്ഷൻ ആണ്. ഇനി നാളെ നമുക്കുള്ളത് ഫിസിക്സിലെ MCQ സീരീസ് ആണ്. ഫിസിക്സിലെയും അതേപോലെ തന്നെ കെമിസ്ട്രിയിലെയും MCQs ആണ് നാളെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പേപ്പർ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളെ ഫസ്റ്റ് ഇയേഴ്സിനാണ്. അതായത് നിങ്ങളെ +1 പഠിച്ചിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും കൂടുതലായിട്ട് ഇന്ന് നമ്മൾ ചെയ്യുന്ന പേപ്പർ പ്രഡിക്ഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക. അപ്പോൾ അതിന് ചാൻസ് ഉള്ള സാധ്യതയുള്ള ടൈപ്പ് ചോദ്യങ്ങളും മറ്റുമൊക്കെയാണ് നമുക്ക് ഇന്ന് ചെയ്യാനായിട്ടുള്ളത്. എനിവേ ലെറ്റ്സ് ഡിസ്കസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ എൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എറർ അനാലിസിസിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ആക്ച്വലി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം, കാരണം ഈ ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ് ആൻഡ് എറർ അനാലിസിസ്, യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് പ്രോബ്ലം ഉണ്ടാകും. അതായത് നിങ്ങളെ ചില ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷൻസ് കാണാന്നുള്ളത്, അതാണ് ഒരു ചോദ്യം. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് ഒന്നെങ്കിൽ വെർനിയർ കാലിപ്പറിനോ അല്ല എന്നുണ്ടെങ്കിൽ സ്ക്രൂ ഗേജിൽ നിന്നോ എന്നുള്ള ചോദ്യമാണ്. അതിലുള്ള എററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ എനിവേ ഹിയർ ഇസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഒരൊറ്റ ക്വസ്റ്റ്യനോട് കൂടെ നിങ്ങൾ സ്ക്രൂ ഗേജ് എന്നുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് 100% ആയിട്ട് തറവാകണം. എനിവേ നമുക്ക് നോക്കാം. 1 സ്കെയിൽ ഡിവിഷൻ ഓഫ് എ വെർനിയർ കാലിപ്പർ ഈസ് A സെന്റിമീറ്റർ ആണ് ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. ആൻഡ് nth ഡിവിഷൻ ഓഫ് ദ വെർനിയർ സ്കെയിൽ ഈസ് കോയിൻസൈഡ് വിത്ത് n-1th division of the main scale. The least count of the caliper in millimeter is. അപ്പോൾ നിങ്ങളോട് ചോദിച്ചത് ലീസ്റ്റ് കൗണ്ട് ആണ് ബേസിക്കലി ചോദിച്ചത്. ഈ ചോദ്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഈ എറർ അനാലിസിസിൽ നിന്നുള്ള മിക്ക ചോദ്യങ്ങളും ലീസ്റ്റ് കൗണ്ട് കാണാനുള്ളതായിരിക്കും. സോ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലീസ്റ്റ് കൗണ്ടിന്റെ ഫോർമുലയാണ്. Least count is equal to 1 MSD minus 1 VSD, 1 main scale division minus 1 vernier scale division. ഇതാണ് നമുക്ക് കാണേണ്ട സംഭവം. സോ ഇനി ഞാൻ ഇതിൻ്റെ മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്താണ്, അതേപോലെ വെർനിയർ സ്കെയിൽ ഡിവിഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് കാണാനായിട്ട് പോകുന്നത്. ബേസിക്കലി എനിക്ക് എന്ത് ചെയ്യണം, റിലേഷൻ കാണണം. മെയിൻ സ്കെയിൽ ഡിവിഷൻ ഈസിയാണ്, കാരണം ഇവിടെ തന്നിട്ടുണ്ട് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ ഓഫ് ദ വെർനിയർ ഇസ് ഈക്വൽ ടു A സെന്റിമീറ്റർ. അപ്പൊ എന്ന് വെച്ചാൽ എൻ്റെ ഒരു MSD എത്രയാണ്, മൈ 1 MSD ഇസ് ഈക്വൽ ടു A സെന്റിമീറ്റർ എന്ന് കിട്ടിയിട്ടുണ്ട്. നൗ VSD എത്ര എന്നുള്ളത് അറിയില്ല, ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇവിടെ, nth ഡിവിഷൻ ഓഫ് ദി വെർനിയർ സ്കെയിൽ കോയിൻസൈഡ് വിത്ത് n-1th ഡിവിഷൻ ഓഫ് ദി മെയിൻ സ്കെയിൽ. എന്ന് വെച്ചാൽ n-1 ഇൻറ്റു ഏതാണ്, എൻ്റെ മെയിൻ സ്കെയിൽ ആണ്. സോ n-1 ഇൻറ്റു MSD ഈസ് ഈക്വൽ ടു NVSD ആണ് തന്നിട്ടുണ്ട്. n-1 ഇൻറ്റു MSD ഈസ് ഈക്വൽ ടു NVSD ആണ് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ NVSD എന്തായിരിക്കും, ഓർ 1 VSD എന്തായിരിക്കും, VSD വിൽ ബി ഈക്വൽ ടു n-1/n MSD ആയിരിക്കും. സോ റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ലീസ്റ്റ് കൗണ്ട് കാണാൻ എനിക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ മൈ ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു MSD A ആണ്. A മൈനസ് VSD എന്താ, n-1 ഡിവൈഡഡ് ബൈ A ഇൻറ്റു MSD എന്ന് കിട്ടും. സോ ആ MSD എത്രയാണ്, ദാറ്റ്സ് ഈക്വൽ ടു A സെന്റിമീറ്റർ ആണ്. സോ A മൈനസ് n-1 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു A എന്ന് കിട്ടും, ഈക്വൽ ടു NA മൈനസ് NA പ്ലസ് A ഡിവൈഡഡ് ബൈ N എന്ന് കിട്ടി. സോ ദിസ് ഈസ് A/N. സിമ്പിൾ ആയിട്ട് കിട്ടി, A/N എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ എല്ലാ സംഭവങ്ങളും എത്രയല്ല തന്നിട്ടുള്ളത്, ദിസ് ഈസ് ഇൻ സെന്റിമീറ്റർ. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും, ഇത്ര സെന്റിമീറ്റർ ആയിരിക്കും. ഓപ്ഷനിൽ എന്താ ഉള്ളത്, ആക്ച്വലി ദ ഓപ്ഷൻ ഈസ് ഇൻ മില്ലിമീറ്റർ. മില്ലിമീറ്ററിൽ കാണാനാണ്. അപ്പൊ എത്ര ഉണ്ടാകും, 10A ഡിവൈഡഡ് ബൈ N മില്ലിമീറ്റർ എന്നുണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ടോ? സോ ഓപ്ഷൻ D ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ, കിട്ടിയോടാ? അപ്പൊ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് എറർ അനാലിസിസിലെ വെർനിയർ കാലിപ്പറിന്റെ പ്രിൻസിപ്പിൾ. ഇത് തന്നെയാണ് സ്ക്രൂ ഗേജിലൊക്കെ വരിക. അതായത് ഒറ്റ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, MSD VSD എന്നുള്ള ഈ സംഭവമാണ്. ഇത് വെച്ചിട്ടാണ് അതിൽ റിലേഷൻ തരും. ആ റിലേഷൻ വെച്ചിട്ടാണ് നിങ്ങൾക്ക് ബാക്കി സോൾവ് ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, പെർഫെക്റ്റ് ആണല്ലോ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു ചോദ്യം ഇതിന്റെ മുന്നേ ആയിട്ടുണ്ട്. ഇവിടെ ഇതാണ് ആദ്യത്തെ ചോദ്യം. ആക്ച്വലി നമ്മളിപ്പോൾ ചെയ്തത് രണ്ടാമത്തെ ചോദ്യമാണ്. എനിവേ ഹിയർ ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A traveling microscope has
20 ഡിവിഷൻ പെർ സെന്റിമീറ്റർ, ഇത് മറ്റൊരു അപ്രോച്ചാ, 20 ഡിവിഷൻ പെർ സെന്റിമീറ്റർ ഓൺ മെയിൻ സ്കെയിൽ, വൈൽ ഇറ്റ്സ് വെർനിയർ സ്കെയിൽ ഹാസ് ടോട്ടൽ 50 ഡിവിഷൻസ് and 25 vernier scale division are equal to 24 main scale division. What is the least count? അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ആണ് ചോദിച്ചത്. ഏത് ലീസ്റ്റ് കൗണ്ട് ചോദിച്ചോ നിങ്ങൾ അപ്പോൾ എഴുതണം മൈ ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു 1 MSD മൈനസ് 1 VSD. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നേരത്തെ പോലെ MSDയും VSDയും തമ്മിൽ റിലേഷൻ എഴുതണം. ഇവിടെ ഒരു ചെറിയ റിലേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? 25 വെർനിയർ സ്കെയിൽ ഡിവിഷൻ ഈസ് ഈക്വൽ ടു 24 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് വെച്ചാൽ എന്താണ്? സോ മൈ 25 VSD which is equal to 24 മെയിൻ സ്കെയിൽ ഡിവിഷൻ MSD എന്നാണ് തന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ എൻ്റെ VSD is equal to 24 divided by 25 MSD ആയിരിക്കും. ഇതാണ് എനിക്ക് തന്നിട്ടുള്ള റിലേഷൻ. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് റിലേഷൻ. ഇനി മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയാണെന്നുള്ളത് എനിക്ക് അറിയണം. അപ്പോൾ മെയിൻ സ്കെയിൽ ഡിവിഷൻ എത്രയെന്ന് എങ്ങനെ അറിയാം? 20 ഡിവിഷൻ പെർ സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു സെന്റിമീറ്ററിൽ എത്രയുണ്ട്? 20 ഡിവിഷൻസ് ഉണ്ടെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഒരു ഡിവിഷൻ എത്ര ആയിരിക്കും? 1 MSD വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 20 സെന്റിമീറ്റർ ആയിരിക്കും. 1 ഡിവൈഡഡ് ബൈ 20 സെന്റിമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? എൻ്റെ VSD കാണാലോ. ബിക്കോസ് മൈ VSD ഇസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 25 MSD ആണ്. എന്ന് വെച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 25 ഇൻറ്റു MSD എത്രയാണ്? 1 ഡിവൈഡഡ് ബൈ 20 ആണ്. ഇത്രയും സെന്റിമീറ്റർ ആണ് എന്ത്? എൻ്റെ VSD എന്ന് പറയുന്നത്. സോ റൈറ്റ്, അങ്ങനെയാണെങ്കിൽ എൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്തായിരിക്കും? ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു 1 MSD മൈനസ് 1 VSD. MSD എത്രയാണ്? 1/20 സെന്റിമീറ്റർ ആണ്. സോ 1 ഡിവൈഡഡ് ബൈ 20 മൈനസ് 24 ഡിവൈഡ് ബൈ 20 ഇൻറ്റു 1/20 എന്നുണ്ട്. അപ്പോൾ 1/20 രണ്ടെണ്ണത്തിലുള്ളത് കോമൺ ആയിട്ട് പുറത്തെടുത്തു. മൈനസ് 24 ഡിവൈഡ് ബൈ 25 എന്നുണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ടോ? ഇപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആൻസർ ആയി. സോ നൗ ദിസ് വിൽ ബി ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 25 മൈനസ് 24 1 കിട്ടും. ഡിവൈഡഡ് ബൈ 25 എന്നുണ്ടാകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? 1/25 ഉണ്ട്. 1/25 നിങ്ങൾക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? അല്ലെങ്കിൽ ഇവിടെ ദിസ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 500 എന്ന് എഴുതാൻ പറ്റും. 1 ഡിവൈഡ് ബൈ 500. അപ്പോൾ 1 ഡിവൈഡ് ബൈ 500 10 ഡിവൈഡ് ബൈ 5 എത്രയാണ്? 2 ആണ്. സോ 2 ബാക്കി എവിടെ നിന്ന് ഉണ്ടാകും എന്ന് വെച്ചാൽ 10 ടു ദ പവർ -3 എന്നുണ്ടാകും. സോ എന്ന് വെച്ചാൽ 0.002 സെന്റിമീറ്റർ. ക്ലിയർ ആയിട്ടുണ്ടോ? 0.002 സെന്റിമീറ്റർ. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോടാ? യെസ്. അതായത് എളുപ്പമാണ്. നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ആലോചിക്കേണ്ടത്. ഒന്ന്, ലീസ്റ്റ് കൗണ്ട് ഇസ് ഈക്വൽ ടു MSD മൈനസ് VSD. വളരെ സിമ്പിൾ. MSD മൈനസ് VSD. എന്നിട്ട് അതിൽ MSDയും VSDയും ഉള്ള റിലേഷൻ മിക്ക ക്വസ്റ്റ്യനുകളിലും തന്നിട്ടുണ്ടാകും. ഇതുവരെ നിങ്ങൾ എടുത്തിട്ടുള്ള എല്ലാ JEE ക്വസ്റ്റ്യൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും മിക്ക എണ്ണത്തിലും ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദിച്ചതിൽ അങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അത് ഇൻഡയറക്റ്റ് ആയിരിക്കും മിക്കവാറും തന്നിട്ടുണ്ടാകുക. ഇപ്പം ഈ രണ്ട് ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്ത രണ്ട് ക്വസ്റ്റ്യനുകൾ ഒന്നുകൂടെ പരിശോധിക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലെ മെയിൻ സ്കെയിൽ ഡിവിഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷേ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് 20 ഡിവിഷൻസ് പെർ സെന്റിമീറ്റർ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? എൻ്റെ ആ റിലേഷൻ എടുത്തിട്ടുള്ളത്. എനിവേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. സോ ഹിയർ ഇസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷനുമായി ബന്ധപ്പെട്ടതാണ്. The instantaneous velocity of a particle move in a straight line is given by v is equal to alpha t plus beta t square, where alpha and beta are constants. The distance traveled by the particle between 1 second and 2 seconds is. അപ്പോൾ 1 മുതൽ 2 വരെ എങ്ങനെയാണ് കാണേണ്ടത്? അപ്പോൾ എവിടെ തന്നത് എന്താണ്? വെലോസിറ്റി ആണ്. വെലോസിറ്റി എന്ന് വെച്ചാൽ എന്താ? dx by dt ആ. സോ dx divided by dt is equal to alpha t plus beta t square. So you have to find the x. X is equal to integral alpha t plus beta t square into dt എന്ന് കിട്ടും. So you have to integrate upon the limit delta t. എവിടെ മുതൽ എവിടെ വരെയാ? 1 to 2 വരെയാണ് ഇത് വാരി ചെയ്യുന്നത്. അപ്പോൾ 1 to 2 വരെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? This will be equal to alpha into t square divided by 2 upon the limit 1 to 2 plus beta into t cube divided by 3 upon the limit 1 to 2. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എനിക്ക് ഡിസ്റ്റൻസ് കിട്ടും ഈക്വൽ ടു ആൽഫ ഇൻറ്റു ആൽഫ ഡിവൈഡഡ് ബൈ 2 എടുക്കുകയാണ്. ടി സ്ക്വയർ ആണ്. ടി സ്ക്വയറിന് അവിടെ 2 സ്ക്വയർ 4 ആണ്. 1 സ്ക്വയർ 1 വരും. സോ 4 - 1 ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3. അപ്പോൾ 3/2 ആൽഫ എന്ന് വരും.
പ്ലസ് അടുത്തത് എന്താണ് ബീറ്റ ഡിവൈഡഡ് ബൈ 3 ടി ക്യൂബ് എന്ന് വെച്ചാൽ ഇവിടെ എത്ര വരിക 2 ക്യൂബ് വരും 2 ക്യൂബ് 8 ആണ് 8 മൈനസ് 1 7 വരും സോ 7/3 എന്ന് വെച്ചാൽ 3/2 ആൽഫ പ്ലസ് 7/3 ബീറ്റ 3/2 ആൽഫ പ്ലസ് 7/3 ബീറ്റ യെസ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ സിമ്പിൾ അല്ലേടാ ഈസി ആണ് കൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ വെരി വെരി ഈസി ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇങ്ങനത്തെ ചില പ്രോബ്ലംസ് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യം നോക്കാം ഇവിടെ ഫോഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു I cap 2j cap 3k cap acting at a point 4I cap plus 3j cap minus k cap then the magnitude of the torque about the point 1I cap 2j cap plus k cap will be root x Newton meter then the value of the x so torque ആണ് കാണേണ്ടത് പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട് സോ ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് അറിയേണ്ടത് ടോർക്കിന്റെ ബേസിക് ഡെഫിനിഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും ടോർക്ക് is equal to r cross f അതായത് എൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ് എഫ് എന്താ ഇവിടെ തന്നിട്ടുണ്ട് ഗിവൺ ആണ് ദിസ് ഈസ് എഫ് ഇനി എനിക്ക് എന്താ അറിയണം എൻ്റെ ആർ അറിയണം പൊസിഷൻ വെക്ടർ അറിയണം പക്ഷെ അതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കിക്കേ എ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ എ പോയിന്റ് 4I cap 3j cap minus k cap then the magnitude of torque about the point അതായത് ഇതാണ് എൻ്റെ ആക്ട് ചെയ്യുന്ന പോയിന്റ് നമുക്ക് കാണേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് അബൌട്ട് ദിസ് വൺ ആണ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി എൻ്റെ പൊസിഷൻ വെക്ടർ എന്തായിരിക്കും പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്തതായിരിക്കും കാരണം ഈ പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത് വി ഹാവ് ടു ഫൈൻഡ് ഇപ്പം ഇവിടെ നോക്കിക്കേ ഞാൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ ഇതിന് ടോർക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് സോ ദിസ് ഈസ് ദ അപ്ലൈഡ് റീജിയൻ ഈ പോയിന്റിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഞാൻ ടോർക്ക് കൊടുക്കുന്നത് പക്ഷേ വി ഹാവ് ടു ഫൈൻഡ് ദ ടോർക്ക് അബൌട്ട് ദിസ് ആക്സിസ് അങ്ങനെയല്ലേ പറയാം നമ്മൾ ഈ ആക്സിസിനെ ബേസ് ചെയ്തിട്ട് ടോർക്ക് എത്രയെന്ന് കണ്ടെത്തണം അപ്പൊ അതേപോലെ തന്നതാണ് അപ്പൊ നമുക്കറിയാം ആർ ക്രോസ് എഫിൽ പെർപെൻഡിക്കുലാർ ഡിസ്റ്റൻസ് ആണ് എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണേണ്ടത് സോ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ പോയിന്റ് എന്തായിരിക്കും 4I cap പ്ലസ് 3j cap മൈനസ് k cap minus I cap plus 2j cap plus k cap so this will be equal to 4 minus 1 3I cap 3 minus 2 plus j cap minus k വരും അല്ലേ minus k വരും എന്ന് വെച്ചാൽ minus 2k cap വരും സോ minus 2k cap അപ്പോൾ 6 കിട്ടി ഇനി എന്ത് ചെയ്താൽ മതി r cross f കണ്ടാൽ മതി സോ മൈ r cross f will be equal to ക്രോസ് പ്രൊഡക്റ്റ് കാണാൻ അറിയാമെന്ന് വിചാരിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഫോളോ ചെയ്യുക സോ IJK ആർ ക്രോസ് എഫ് അപ്പോൾ ആറിൻ്റെ ടേമുകൾ ആദ്യം എഴുതണം 3 1 minus 2 എഫ് ആണ് എഫിൻ്റെ ടേമുകൾ 1 2 3 സോ 1 2 3 അങ്ങനെയാണെങ്കിൽ എന്താ ഒരു ആദ്യത്തെ ടേം I cap ഇൻറ്റു 1 ഇൻറ്റു 3 ആണ് 3 മൈനസ് 4 എന്നുണ്ടാകും എന്ന് വെച്ചാൽ അപ്പോൾ എന്തുണ്ടാകും പ്ലസ് 4 ഉണ്ടാകും 7 ഉണ്ടാകും മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു ജെ ഉള്ള റോയും കൂടെ ഒഴിവാക്കിയാൽ 3 ഇൻറ്റു 3 ദാറ്റ്സ് ഈക്വൽ ടു 9 ആണ് 9 മൈനസ് 2 എന്ന് വെച്ചാൽ 9 പ്ലസ് 1 എന്ന് വെച്ചാൽ 11 ഉണ്ടാകും പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു കെ ഉള്ള റോയും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ 3 ഇൻറ്റു 2 6 ആണ് 6 മൈനസ് 1 ദാറ്റ്സ് ഈക്വൽ ടു 5 ആണ് സോ എൻ്റെ ടോർക്ക് എത്ര കിട്ടിയിട്ടുള്ളത് 7I cap മൈനസ് 11j cap പ്ലസ് 5k cap എന്ന് കിട്ടിയിട്ടുണ്ട് സോ ഇതാണ് എൻ്റെ ടോർക്ക് നൗ വി ഹാവ് ടു ഫൈൻഡ് ദ മാഗ്നിറ്റ്യൂഡ് അല്ലെ ടോർക്കിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ചോദിച്ചത് മാഗ്നിറ്റ്യൂഡ് എത്ര ആയിരിക്കും മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് ടോർക്ക് വിൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് 7 സ്ക്വയർ 49 ആണ് 49 ഉണ്ട് പിന്നെ അതേപോലെ തന്നെ എൻ്റെ 11 സ്ക്വയർ ഉണ്ട് 11 സ്ക്വയർ 121 കിട്ടും പിന്നെ അതേപോലെ 5 സ്ക്വയർ എത്ര കിട്ടും 25 കിട്ടും സോ ദിസ് വിൽ ബി ഈക്വൽ ടു എൻ്റെ കയ്യിലുള്ളതിൽ 121 ഉണ്ട് 121ഉം 49 കൂട്ടിയാൽ എത്രടാ 121ലേക്ക് 9 കൂട്ടിയാൽ 130 കിട്ടും പിന്നെ 40 കൂട്ടിയാൽ 170 കിട്ടും സോ 170 പ്ലസ് 25 195 കിട്ടും സോ റൂട്ട് 195 എന്നുണ്ടാക്കും അപ്പോൾ നമ്മളോട് ചോദിച്ചത് എന്താണ് റൂട്ട് എക്സിൻ്റെ വാല്യൂ എത്രയെന്നാ 195 ക്ലിയർ സോ ദ വാല്യൂ ഓഫ് ദ എക്സ് ഈസ് 195 ക്ലിയർ അല്ലേ അപ്പോൾ ഈസിയാണ് സിമ്പിളാണ് ഇത് പക്ക പ്യൂർലി ജസ്റ്റ് ടോർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് വേറെ ഒന്നും ചോദിച്ചിട്ടില്ല ഇതിന്ന് ക്രോസ് പ്രൊഡക്റ്റ് കാണാനാണ് ഇത് മാത്തമാറ്റിക്കലിന്റെ പാർട്ടും വെക്ടേഴ്സിന്റെ പാർട്ടും ഫിസിക്സും കൂടെ കമ്പൈൻ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് യെസ് ഇന്ദുവിന് കിട്ടിയിട്ടുണ്ട് 195 ക്ലിയർ അല്ലേടാ
So let's move to the next question. അടുത്ത ചോദ്യം crack ചെയ്തെടുക്കണം. Here is a question. A ball of mass 0.5 kg hit then the wall with its initial speed of 12 meter per second and bounce back without changing its initial speed. If the force applied by the wall on the ball during the contact is 100 Newton, force തന്നിട്ടുണ്ട്. Calculate the time duration of the contact ball with the wall. അതായത് നമ്മുടെ ബോൾ ഇതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയമാണ് കാണേണ്ടത്. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എഫ് ഈസ് നത്തിങ് ബട്ട് ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആ. അപ്പോൾ ഡെൽറ്റ ടി എന്തായിരിക്കും? ഡെൽറ്റ ടി വിൽ ബി ഈക്വൽ ടു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ എഫ് ആയിരിക്കും. എങ്ങനെ എൻ്റെ ഡെൽറ്റ പി കാണാം? ഡെൽറ്റ പി ഈസ് നത്തിങ് ബട്ട് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഇത് നേരെ ബൗൺസ് ബാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താ വരിക? 2mv ആണ് വരിക. 2mv. So this will be equal to 2 into mass എത്രയാണ്? 0.15 into velocity എത്രയാണ്? 12 ആണ്. So this will be equal to what? This will be equal to 2 into 15. അത് എത്ര വരും? 2 into 15 30 വരും. 30 into 12 എന്ന് വെച്ചാൽ എത്ര വരും? 36 വരും. എന്ന് വെച്ചാൽ പോയിന്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 3.6 വരും. സോ 3.6 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് എൻ്റെ കയ്യിലുള്ള ഡെൽറ്റ പി എന്ന് പറയുന്നത്. ഇനി ഫോഴ്സ് തന്നിട്ടുണ്ടല്ലോ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 3.6 ഡിവൈഡഡ് ബൈ 100 എത്ര വരിക? 0.036 എന്ന് വരും. 0.036 സെക്കൻഡ്. ക്ലിയർ ആയിട്ടുണ്ടോ? സോ ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. സിമ്പിൾ അല്ലേടാ? ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ, മൊമെന്റവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. അത് വെച്ചിട്ട് എനിക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എനിവേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം originally at rest is subjected to a force whose direction is constant but magnitude vary with time according to the relation. അതായത് എൻ്റെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് ടൈം ഡിപ്പെൻഡൻ്റ് ആ. അതായത് ടൈമിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഫോഴ്സ് മാറുന്നുണ്ടെന്ന് അർത്ഥം. Now where F0 and T are constant, the force act only for the time interval 2t. The value of the v of the particle after the time 2t is. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താ? വെലോസിറ്റി ആണ് കാണേണ്ടത്, റൈറ്റ്? സോ യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ v. അതായത് വെലോസിറ്റി ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വെലോസിറ്റി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഡി വി ഡിവൈഡഡ് ബൈ ഡി ടി ആണ്. അപ്പോൾ എൻ്റെ ഡി വി ഇസ് ഈക്വൽ ടു എ ഡി ടി കിട്ടും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് എന്ത് കിട്ടും? എൻ്റെ വെലോസിറ്റി കിട്ടും, വി കിട്ടും. അപ്പോൾ അതാണ് എൻ്റെ കീ. ഇനി എനിക്ക് ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഇതിന് ആക്സിലറേഷൻ അറിയണം. സോ മൈ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എഫ് ഡിവൈഡഡ് ബൈ എം ആണ് കിട്ടുക. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു എഫ് ബൈ എം. എഫ് ബൈ എം ആണെന്നുണ്ടെങ്കിൽ എഫ് എത്രയാടാ? എഫ് ഇസ് ഈക്വൽ ടു F0 into 1 minus t by t the whole square ആണ്, റൈറ്റ്? സോ അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു മൈ ആക്സിലറേഷൻ വിൽ ബി ഈക്വൽ ടു F0 ഡിവൈഡഡ് ബൈ എം ഇൻറ്റു 1 minus t minus t divided by t the whole square. t minus t divided by t the whole square അല്ലേ? യെസ്. ഇവിടെ 1 minus സ്മോൾ ടി മൈനസ് ടി ഡിവൈഡ് ബൈ ടി എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് ഇത് റിലേഷൻ മാറിയിട്ടുണ്ട്. ദിസ് ഈസ് ക്യാപിറ്റൽ ടി മൈനസ് ടി ഡിവൈഡഡ് ബൈ ടി. ഇങ്ങനെ എടുക്കണേ. ക്യാപിറ്റൽ ടി മൈനസ് ടി ഡിവൈഡ് ബൈ ടി. ഓക്കെ, സോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ ടി മൈനസ് ടി ദ ഹോൾ ഡിവൈഡഡ് ബൈ ടി ഹോൾ സ്ക്വയർ എന്നുണ്ടാകും. ഇതാണ് എൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത്, റൈറ്റ്? ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ഇനി ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു എന്താ വരിക? നമുക്ക് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഡി വി ഡിവൈഡ് ബൈ ഡി ടി ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? എൻ്റെ വെലോസിറ്റി വിൽ ബി ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ഡി ടി എടുക്കാം അപ്പോൺ ദ ലിമിറ്റ് 0 to 2t. കാരണം 2t വരെയെന്ന് ഇവിടെ ക്വസ്റ്റ്യന് പ്രത്യേകം തന്നിട്ടുണ്ട്. ദ ഫോഴ്സ് ആക്ടിങ് ഓൺലി ഫോർ ദ ടൈം ഇൻ്റർവൽ 2t വരെ ആക്ട് ചെയ്യുന്നുള്ളൂ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു F0 ഡിവൈഡഡ് ബൈ എം കോമൺ ആണ്, ഞാൻ പുറത്തെടുത്തു. ബാക്കി അവിടെ എൻ്റെ ആദ്യത്തെ ടേം ഉണ്ടാകും. ഇൻ്റഗ്രൽ 0 to 2t ഇൻറ്റു 1 minus t minus t divided by t the whole square ഇൻറ്റു ഡി ടി എന്നുണ്ടാകും. സോ ഇതിനെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ വരിക? മൈ വെലോസിറ്റി വി വിൽ ബി ഈക്വൽ ടു F0 ഡിവൈഡഡ് ബൈ എം ഇൻറ്റു ആദ്യത്തെ ടേം ഇവിടെ എന്താ വരിക? 1 dt എന്നാണ് വരിക. ഇൻ്റഗ്രൽ 1 dt. ഇൻ്റഗ്രൽ 1 dt എന്താ? അത് ടി വരും.
സോ ടി അപ്പോൺ ദ ലിമിറ്റ് വരുന്ന സമയത്ത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2t ആയിരിക്കും. അല്ലെങ്കിൽ ടി പ്ലസ്, ഇനി അടുത്തത് നോക്കാം. അടുത്തത് 1 മൈനസ് ടി ബൈ ടി ദ ഹോൾ സ്ക്വയർ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്താ പറയുക, ഒന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രൂപത്തിൽ ചെയ്യാം. അതിനെ എക്സ്പാൻഡ് ചെയ്ത് ഓരോ ടേമുകൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇനി അത് വേണമെന്നില്ല, ഈ ടേമിനെ മൊത്തത്തിൽ ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും, ടി മൈനസ് ടി ദ ഹോൾ ക്യൂബ് എന്ന് വരും. പിന്നെ എന്ത് ചെയ്താൽ മതി, ഡിവൈഡഡ് ബൈ, ഇവിടെ നോക്കിക്കേ, ഇവിടെ എൻ്റെ ടിയുടെ ടേം അല്ലേ ഉണ്ടാകുക. സോ അങ്ങനെയാണെങ്കിൽ ഒരു 1/3t ക്യൂബും കൂടെ എന്തുണ്ടാകും, അവിടെ എക്സ്ട്രാ ഉണ്ടാകും. സോ ഡിവൈഡ് ബൈ 3t² upon the limit 0 to 2t. Now this will be equal to f0 divided by m into, ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്താ പറയുക, ആദ്യത്തെ ലിമിറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ this will be equal to 2t പ്ലസ് t minus 2t. t minus 2t എത്രയാണ് വരിക, മൈനസ് ടി ആണ് വരിക. സോ ദെൻ മൈനസ് ടി ദ ഹോൾ ക്യൂബ് എന്നുണ്ടാകും. സോ മൈനസ് ടി ദ ഹോൾ ക്യൂബ് എന്ന് വരികയാണെങ്കിൽ 1/3t² ഇൻറ്റു മൈനസ് ടി ദ ഹോൾ ക്യൂബ് എന്നുണ്ടാകും. പിന്നെ അടുത്ത ആള് മൈനസ് 0 കൊടുത്താൽ ആദ്യത്തെ ടേം 0 ആയിപ്പോയി. രണ്ടാമത്തെ ടേമിന് ടി ക്യൂബ് ഡിവൈഡഡ് ബൈ എന്തുണ്ടാകും എന്ന് വെച്ചാൽ ടി ക്യൂബ് ടി ഈക്വൾ ടു 0 കൊടുത്താൽ ടി ക്യൂബ് ഡിവൈഡ് ബൈ 3t² എന്നുണ്ടാകും. എന്ന് വെച്ചാൽ എന്തുണ്ടാകും, അവിടെ 3, അവിടെ എൻ്റെ t/3 എന്നുണ്ടാകും, t/3. അപ്പോൾ ഇനി ബാക്കി ഇതിങ്ങ് സിംപ്ലിഫൈ ചെയ്താൽ പോരെ. സോ ദിസ് വിൽ ബി ഈക്വൾ ടു 2t മൈനസ് ഇവിടെ t/3 ഉണ്ടാകും. പിന്നെ അവിടെ എന്തുണ്ടാകും, അടുത്തതിലും t/3 ഉണ്ടാകും. സോ അങ്ങനെയാണെങ്കിൽ ദിസ് വിൽ ബി ഈക്വൾ ടു f0 ഡിവൈഡഡ് ബൈ m ഇൻറ്റു ഇവിടെ 1 2 ഇവിടെ 2 എന്ന് വെച്ചാൽ 4 വരും, 4t ഡിവൈഡ് ബൈ 3 എന്നുണ്ടാകും. ക്ലിയർ ആയിട്ടുണ്ടോ, f0m ഡിവൈഡ് ബൈ 4t ഡിവൈഡ് ബൈ 3, f0 ഡിവൈഡഡ് ബൈ 4t ഡിവൈഡഡ് ബൈ 3. ഓക്കെ, സോ ഓപ്ഷനിൽ f0 ഡിവൈഡഡ് ബൈ 4t ഡിവൈഡ് ബൈ 3. ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട സമയത്ത് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. അതായത് ഓപ്ഷനിൽ അത് കാണുന്നില്ല. അതായത് ഓപ്ഷൻ സ്നിപ്പ് ചെയ്ത്, അതായത് ക്വസ്റ്റ്യൻ കയറ്റിയ സമയത്ത് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതാണ്. സോ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കുക. ദിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, റൈറ്റ്. നൗ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സോ ഹിയർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So a particle of mass 500 gram is moving in a straight line with velocity v is equal to bx raised to 5/2. The work done by the net force during the displacement from x is equal to 0 to x is equal to 4 e. So we have to find the work done. അപ്പോൾ എപ്പോഴും നോക്കുക, വർക്ക് എനർജി തിയറം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അത് വെച്ചിട്ട് ഇത് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. വർക്ക് എനർജി തിയറം പറയുന്നത് വേറൊന്നുമല്ല, ദ വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. സോ ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഡെൽറ്റ കെ ആണ്, അല്ലെങ്കിൽ ഡെൽറ്റ കെ യുവർ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എത്ര കിട്ടുക, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കാണണമെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം ഇൻറ്റു എൻ്റെ ഫൈനലും അറിയണം, ഇനീഷ്യലും അറിയണം. സോ ഫൈനൽ സ്ക്വയർ മൈനസ് ഇനീഷ്യൽ സ്ക്വയർ. ഇവിടെ എന്താ തന്നിട്ടുള്ളത്, എ പാർട്ടിക്കിൾ ഓഫ് മാസ് 500 gram തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് മൂവിങ് ഇൻ എ സ്ട്രൈറ്റ് ലൈൻ വിത്ത് വി ഇസ് ഈക്വൽ ടു വെലോസിറ്റി ആസ് എ ഫംഗ്ഷൻ ഓഫ് പൊസിഷനാണ് തന്നത്. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എന്തായിരിക്കും, എൻ്റെ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്നത് 0ലാണ്. അപ്പോൾ ഫൈനൽ പൊസിഷൻ എന്ന് പറയുന്ന സമയത്ത് ദിസ് വിൽ ബി ഈക്വൽ ടു ബി ഇൻറ്റു 4⁵2 ആയിരിക്കും. ഇനീഷ്യലി എന്തായിരിക്കും, ഇനീഷ്യലി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു 0 എന്ന് വെച്ചാൽ 0 കിട്ടും. അപ്പോൾ ദിസ് വിൽ ബി ഈക്വൽ ടു എൻ്റെ വർക്ക് എനർജി തിയറം പ്രകാരം ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം. എത്രയാണ്, എം എന്ന് വെച്ചാൽ 500 gram ആണ്. 500 gram എന്ന് വെച്ചാൽ 0.5 ആണ്. 0.5 ഇൻറ്റു വി സ്ക്വയർ. വി സ്ക്വയർ എത്ര വരിക, വി ആണ് ഇപ്പം നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ വി സ്ക്വയർ കാണുകയാണെങ്കിൽ എന്ത് വരും, സോ വി സ്ക്വയർ കാണുകയാണെന്നുണ്ടെങ്കിൽ ബി ഇൻറ്റു 4⁵5/2 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 4⁵5 എന്നുണ്ടാകും. ദിസ് വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു 0.5 എന്ന് വെച്ചാൽ ഹാഫ് ആണ്, ഇൻറ്റു ഇവിടെ ബാക്കി എന്തുണ്ട്, എൻ്റെ ബി ഉണ്ട്. സോ ദ വാല്യൂ ഓഫ് ദ ബി ഇസ് ഈക്വൽ ടു എത്രയാണ് തന്നിട്ടുണ്ടോ, യെസ്, ബി ഇസ് ഈക്വൽ ടു 0.25 ആ. 0.25 എന്ന് വെച്ചാൽ എന്തായിരിക്കും, 1/4 ആയിരിക്കും. സോ 1/4 ഉണ്ട്, ഇൻറ്റു 1/4 ഇൻറ്റു ഇവിടെ ബാക്കി എന്തുണ്ട്, 4⁵5 എന്നുണ്ട്, റൈറ്റ്. സോ 4⁵5, ഓരോ 4കൾ ക്യാൻസൽ ചെയ്ത് പോയാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 4⁴ എന്നുണ്ടാകും. സോ 4⁴ ഡിവൈഡ് ബൈ 4 എന്നുണ്ടാകും, 4³ ഉണ്ടാകും. സോ റൈറ്റ്, നിങ്ങൾക്ക് കിട്ടുന്നതിൽ ആൻസർ എന്ന് പറയുന്നത്, ഇവിടെ നിങ്ങളെ വാല്യൂ തന്നിട്ടുള്ളത് യു ക്യാൻ ടേക്ക് ദ വാല്യൂ ഓഫ് ദി
B is equal to 0.25 per meter, 0.25 divided by m raised to 3/2 എന്നാണ് ഉണ്ടാവുക. IIST-നെ കുറിച്ച് ഓക്കെ. എനിവേ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഇതുമായി ബന്ധപ്പെട്ട സംശയമാണെന്ന് വിചാരിച്ചു. ഏറ്റവും അവസാനം ഞാൻ പറഞ്ഞുതരാം. IIST-നെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എനിവേ ഞാൻ തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് വരുന്നവരാണ്. അപ്പോൾ ക്വസ്റ്റ്യനിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, സോ വി ഹാവ് ടു ഫൈൻഡ് ദ ബി, വാല്യൂ ഓഫ് ദ ബി കാണണം. ബി എനിക്ക് ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ബിയുടെ വാല്യൂ ഇത് ഓൾറേസ് ടു 3/2 എന്നാണുള്ളത്. സോ 1/2 ഉണ്ട്. സോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബാക്കി എല്ലാ വാല്യൂസും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സോ ദിസ് വിൽ ബി ഈക്വൽ 1/4 ഉണ്ട്. സോ 1/4ഉം പിന്നെ അതേപോലെ തന്നെ 1/4 ഇൻറ്റു 4/4 എന്നുണ്ടാക്കും. സോ ദാറ്റ്സ് ഈക്വൽ ടു 4 ക്യൂബ് എന്ന് കിട്ടും, റൈറ്റ്. സോ 4 സ്ക്വയർ 16 ആണ്. 16 ഇൻറ്റു അഗെയിൻ 4 എന്നുണ്ടാകും. സോ റൈറ്റ്, ദിസ് വിൽ ബി ദ കറക്റ്റ് ആൻസർ. പക്ഷേ എനിക്ക് തോന്നുന്നത് നിങ്ങളെ ആൻസറിൽ കീയിൽ ഒരു പ്രശ്നമുണ്ട്. ഓർ ദ വാല്യൂ ഓഫ് ദ ബി തന്നതിലോ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവാം. 0.25 ആണെന്നുണ്ടെങ്കിൽ ഇതാണ് കിട്ടുക. ബട്ട് 0.25 അല്ല, ഒന്നെങ്കിൽ 0.25 മാറി ഉണ്ടാവും, അല്ല ഓപ്ഷനിൽ ചെറിയ എന്തോ ഒരു മാറ്റം ഉണ്ടാകും. ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. സോ എ പാർട്ടിക്കിൾ is moving in a circle of radius r under the action of a force F is equal to alpha r square, which is directed towards the center of the circle. Total mechanical energy is equal to, എന്ന് വെച്ചാൽ kinetic energy plus potential energy ആണ് എൻ്റെ total mechanical energy. Then we have to find the total mechanical energy. Total mechanical energy എത്രയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ total mechanical energy എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, kinetic energyയും potential energyയും രണ്ടാളുകളെയും കൂട്ടണം. സോ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താ, എപ്പോഴും 12 mv² ആണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എനിക്ക് കാണണം, അത് പൊസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എനർജിയാണ്. സോ ഇവിടെ ഫോഴ്സ് തന്നിട്ടുണ്ട്. ഫോഴ്സിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് എനർജി കാണാനായിട്ട് പറ്റും? U is nothing but, potential energy is nothing but integral FDR ചെയ്താൽ മതി. സോ ദിസ് വിൽ ബി ഈക്വൽ ടു integral alpha r square into dr, which will be equal to alpha into r cube divided by 3 എന്നുണ്ടാകും. അപ്പോൾ എൻ്റെ പൊട്ടൻഷ്യൽ എനർജി കിട്ടി, ആൽഫ r cube divided by 3 ആണ്. ഇനി എനിക്ക് എന്ത് അറിയണം? എൻ്റെ കൈനറ്റിക് എനർജി അറിയണം. സോ കൈനറ്റിക് എനർജി അറിയണമെന്നുണ്ടെങ്കിൽ വിച്ച് മീൻസ് 12 mv² ആണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടുത്തെ ഫോഴ്സ് ആണ്. ഇവിടെ ഒരു കാര്യം എനിക്കറിയാം, ദിസ് മൂവിങ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദിസ് ഫോഴ്സ്. അപ്പോൾ ഏതൊരു ഒബ്ജക്റ്റും ഒരു സർക്കിളിൽ മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആര് നിർബന്ധമാണ്? സെൻട്രിപെറ്റൽ ഫോഴ്സ് നിർബന്ധമാണ്. എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് mv² ഡിവൈഡഡ് ബൈ r വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് തന്നിട്ടുള്ളത്? ആൽഫ r² എന്നാണ് തന്നിട്ടുള്ളത്. സോ ദിസ് ഈസ് ഈക്വൽ ടു ആൽഫ r². mv² ഇസ് ഈക്വൽ ടു ആൽഫ r ക്യൂബ് എന്ന് കിട്ടും. സോ മൈ കൈനറ്റിക് എനർജി ഈസ് നത്തിങ് ബട്ട് mv² ഡിവൈഡ് ബൈ 2 ആണ്. ദിസ് വിച്ച് വിൽ ബി ഈക്വൽ ടു ആൽഫ r ക്യൂബ് ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ടോട്ടൽ എനർജി എന്തായിരിക്കും? ആൽഫ r ക്യൂബ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് ഇപ്പം കിട്ടിയിട്ടുള്ള ഇതും ആൽഫ r ക്യൂബ് ഡിവൈഡഡ് ബൈ 3 ഉണ്ടാകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 3/2, 5 ആണ്. 5 ആൽഫ r ക്യൂബ് ഡിവൈഡഡ് ബൈ 6 എന്നുണ്ടാവും. 5/6 ആൽഫ r ക്യൂബ്, 5/6 ആൽഫ r ക്യൂബ്. ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേടാ? ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്, ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. സോ 2 billboard ball of mass 0.05 kg each moving in opposite direction with 10 meter per second collide and rebound with the same speed. If the time duration of the contact is equal to 0.05 second, then what is the force exerted? The same question. തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ, അതേ കൺസെപ്റ്റ് ആണ് ഇവിടെയും. സോ വി ഹാവ് ടു ഫൈൻഡ് ദ ഫോഴ്സ്. നേരത്തെ ടൈം കാണാനായിരുന്നു, ഇവിടെ എന്താണ്? ഇവിടെ ഫോഴ്സ് കാണാനാ. സോ എഫ് ഈസ് നത്തിങ് ബട്ട് എഫ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്. സോ വാട്ട് ഈസ് മൈ ഡെൽറ്റ പി? ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 2 mv ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 0.05 എന്നാണ്. 0.05 ഇൻറ്റു വി എത്രയാണ്? വി ഈസ് നത്തിങ് ബട്ട് 10 ആണ്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2 ഇൻറ്റു 0.5 വരും. എന്ന് വെച്ചാൽ എത്ര വരും? 1 വരും ഡെൽറ്റ പി.
What is my delta t? Delta t is equal to 0.05 ആണ്. So this will be equal to 1 divided by 0.005 എന്നുണ്ടാകും. So this will be equal to 1 by 5. 10 by 5 എത്ര വരും? 10 by 5 എന്ന് വെച്ചാൽ 2 വരും. So അങ്ങനെയാണെങ്കിൽ this will be equal to 200 Newton. Option B is the correct answer. കിട്ടിയല്ലോടാ? Yes, B is the correct answer. കിട്ടി. Clear, easy. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടിപൊളി ക്വസ്റ്റ്യൻ. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ്, അടുത്തത് സെൻറ്റർ ഓഫ് മാസിൽ നിന്നുള്ള ചോദ്യമാണ്. The distance of the center of mass from end A of one dimension rod having the mass density rho is equal to rho 0 into 1 minus x square by L square kilogram per meter and length is 3L by alpha, the value of the alpha. അപ്പോൾ നിങ്ങളോട് സെൻറ്റർ ഓഫ് മാസ് കാണാനാണ് പറഞ്ഞത്. ഒരു കണ്ടിന്യൂസ് മാസ് സിസ്റ്റത്തിന്റെ സെൻറ്റർ ഓഫ് മാസ് കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എക്സ് സെൻറ്റർ ഓഫ് മാസ് ഈസ് നത്തിങ് ബട്ട് എക്സ് സെൻറ്റർ ഓഫ് മാസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് ഡി എം ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ ഡി എം ആണ്. റൈറ്റ്, ഇന്റഗ്രൽ എക്സ് ഡി എം ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഡി എം. അപ്പോൾ നമുക്ക് ഇത് രണ്ടും സെപ്പറേറ്റ് കാണണം. ബിക്കോസ് എൻ്റെ ടോട്ടൽ ലെങ്ത് എത്തുന്നിട്ടുണ്ട് എത്രയാണ്? L ആണ്. പിന്നെ അതേപോലെ തന്നെ ദിസ് ഈസ് ഫ്രം ദ വൺ എൻഡ്, ഒരു എൻഡിൽ നിന്നാണ് നിങ്ങളുടെ ചോദ്യം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലെ ഒരു റോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. മേ ബി ദിസ് ഈസ് ദ റോഡ്. ഇനി ആ റോഡ് ഇനീഷ്യലി പുട്ട് ചെയ്തിട്ടുള്ളത് എവിടെയാണ്? 0ലാണ്. ഇതിൻ്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത് L ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ചെറിയൊരു കുഞ്ഞ് എലമെന്റ് DM എന്ന് പറയുന്ന ചെറിയൊരു എലമെന്റ് എടുക്കുകയാണ് അറ്റ് സം ഡിസ്റ്റൻസ് X. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഞാൻ ഇതിൻ്റെ ഇന്റഗ്രൽ DM, ടോട്ടൽ മാസ് ആദ്യം കാണാൻ ശ്രമിക്കുകയാണ്. സോ മൈ ടോട്ടൽ മാസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ DM ചെയ്താൽ മതി. സോ ഇന്റഗ്രൽ DM വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ അപ്പോൺ ദ ലിമിറ്റ് 0 to L. വാട്ട് ഈസ് മൈ DL? DL എന്ന് വെച്ചാൽ ലാംഡ DL ആയിരിക്കും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ 0 to L. ലാംഡ എത്രയാണ്? ലാംഡ ഇവിടെ തന്നിട്ടുണ്ട്. ലാംഡ ഓർ റോ, അതായത് ഇവിടെ ലൈൻ ചാർജ് ഡെൻസിറ്റി ആണ്. സോ ലൈൻ ചാർജ് ഡെൻസിറ്റി ഇൻറ്റു എന്താണ്? ഇൻറ്റു എൻ്റെ സ്മോൾ ലെങ്ത്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു റോ 0 ഇൻറ്റു 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ L സ്ക്വയർ ഇൻറ്റു DX എന്ന് വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു റോ 0 കോമൺ ആയിട്ട് പുറത്തെടുത്തു. ബാക്കി 1 DXനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? അവിടെ L വരും. മൈനസ് 1 ബൈ L സ്ക്വയർ ഇൻറ്റു ഇവിടെ എന്ത് വരും? L ക്യൂബ് ഡിവൈഡ് ബൈ 3 എന്ന് വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു റോ 0 ഇൻറ്റു L മൈനസ് L ബൈ 3 എന്നുണ്ടാകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 3L മൈനസ് L, 2L കിട്ടും. എന്ന് വെച്ചാൽ 2/3 ഇൻറ്റു റോ 0 L എന്നായിരിക്കും എന്ത് കിട്ടുക? എൻ്റെ ടോട്ടൽ മാസ് കിട്ടുന്നത്. സോ ടോട്ടൽ മാസ് ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു റോ 0 L. ഇനി അടുത്ത അതിൻ്റെ മുകളിലുള്ള ന്യൂമറേറ്റർ ഞാൻ ചെയ്യാണ്. ന്യൂമറേറ്റർ എന്താ? ഇന്റഗ്രൽ എക്സ് DM ആയിരുന്നു. അപ്പോൺ ദ ലിമിറ്റ് 0 to L. സോ ദിസ് വിൽ ബി ഈക്വൽ ടു റോ 0 ഇൻറ്റു ഇന്റഗ്രൽ അവിടെ 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ L സ്ക്വയർ ഇൻറ്റു എക്സ് പിന്നെ DM എന്നാണുള്ളത്. സോ DMന് പകരം നമുക്ക് എന്ത് ചെയ്താനായിട്ട് പറ്റും? വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് DM ഇസ് ഈക്വൽ ടു റോ DX എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. സോ ഇൻറ്റു എക്സ് ഉണ്ടാകും, ഇവിടെ ഒരു DXും കൂടെ ഉണ്ട്. സോ ദിസ് വിൽ ബി ഈക്വൽ ടു റോ 0 ഇൻറ്റു ഇന്റഗ്രൽ ആദ്യത്തെ ടേമിൽ എന്തുണ്ടാകും? എക്സ് DX ഉണ്ടാകും. മൈനസ് അടുത്ത ടേമിൽ എന്തുണ്ടാകും? എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ L സ്ക്വയർ DX എന്നുണ്ടാകും. റൈറ്റ്. Now this will be equal to rho 0 into integral ആദ്യത്തത് x dx ആണ്. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരും? അപ്പോൾ ദ ലിമിറ്റ് 0 to L ആണ്. സോ 0 to L എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? ദിസ് വിൽ ബി ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്നുണ്ടാവുക. അപ്പോൾ എന്തുണ്ടാകും? L സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്നുണ്ടാകും. മൈനസ് 1 ബൈ L സ്ക്വയർ ഇൻറ്റു ഈ L ക്യൂബിനെ എക്സ് ക്യൂബിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്താ വരിക? എക്സ് റേസ് ടു 4/4 എന്നുണ്ടാകും. എന്ന് വെച്ചാൽ L റേസ് ടു 4 ഡിവൈഡ് ബൈ 4 എന്നുണ്ടാകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു റോ 0 ഇൻറ്റു L സ്ക്വയർ ഡിവൈഡ് ബൈ 2 മൈനസ് L സ്ക്വയർ ഡിവൈഡ് ബൈ 4. സോ ദിസ് വിൽ ബി ഈക്വൽ ടു റോ 0 ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി ഈക്വൽ ടു L സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ നമ്മുടെ സെൻറ്റർ ഓഫ് മാസ് എന്തായിരിക്കും? എക്സ് സെൻറ്റർ ഓഫ് മാസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് DM ഡിവൈഡ് ബൈ ഇന്റഗ്രൽ DM. ഇന്റഗ്രൽ എക്സ് DM എത്ര കിട്ടിയത്? L സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇൻറ്റു ഇന്റഗ്രൽ DM എത്ര കിട്ടിയിട്ടുള്ളത്? 2/3 ഇൻറ്റു 2/3 എന്ന് വെച്ചാൽ മുകളിൽ പോകും റോ 0 ഇൻറ്റു L അല്ലെ, 2/3 ഇൻറ്റു റോ 0 ഇൻറ്റു L ആ കിട്ടിയിട്ടുള്ളത്. സോ വിച്ച് മീൻസ് റോ 0 ക്യാൻസൽ, L ക്യാൻസൽ എന്ന് വെച്ചാൽ ദിസ് വിൽ ബി ഈക്വൽ ടു
3/4 L. അപ്പോൾ 3/4 L ആണ് എന്ത് എൻ്റെ സെൻറ്റർ ഓഫ് മാസ് വരിക. സോ ദ വാല്യൂ വിൽ ബി ഈക്വൽ ടു 3/4 L എന്ന് വെച്ചാൽ ദ വാല്യൂ ഓഫ് ദ ആൽഫ വിൽ ബി ഈക്വൽ ടു വാട്ട്? ദ വാല്യൂ ഓഫ് ദ ആൽഫ വിൽ ബി ഈക്വൽ ടു നമുക്ക് കിട്ടിയത് എത്രയാണ്? 3/4 ആണ്, റൈറ്റ്? സോ വാല്യൂ ഓഫ് ദ ആൽഫ വിൽ ബി ഈക്വൽ ടു 4. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഈസിയാണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, യെസ്, കിട്ടിയിട്ടുണ്ട്. ഫൈൻ. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എൻ്റെ വീണ്ടും ടോർക്കിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസും എന്തില്ലായിരുന്നു? ടോർക്കിൽ നിന്ന് തന്നെയായിരുന്നു ചോദിച്ചത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. So here the torque of a force is equal to force 5 I cap plus 3 j cap minus 7 k cap about the origin is tau. If the force acting on the particle whose position vector is equal to 2 I cap plus 2 j cap plus k cap, then the value of the tau will be ഒന്നുമില്ല. എന്ത് കാണാനാ? ടോർക്ക് കാണാനാ. ടോർക്ക് is nothing but r cross f ആണ്. So you have to find the torque which is equal to r cross f ആണ്. r cross f എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ I then j then k divided by ആദ്യത്തിൽ എന്താ വരിക? r ആണ് വരിക. r എന്ന് വെച്ചാൽ 2 to 1 ആണ്. സോ 2 to 1. എൻ്റെ f എന്ന് വെച്ചാൽ 5 3 minus 7 ആണ്. സോ 5 3 minus 7. ദിസ് വിൽ ബി ഈക്വൽ ടു i cap ഇൻറ്റു 2 ഇൻറ്റു മൈനസ് 7 എത്ര വരും? -14 -3 എന്നുണ്ടാകും ഇവിടെ. മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു 2 മൈനസ് ജെ ക്യാപ്പ് ഇൻറ്റു ഇതുള്ള റോയും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ 2 ഇൻറ്റു -7 എന്ന് വെച്ചാൽ -14 ഉണ്ടാകും. -14 മൈനസ് എന്തുണ്ടാകും എന്ന് വെച്ചാൽ 5 ഉണ്ടാകും. -5 എന്നുണ്ടാകും. പ്ലസ് കെ ക്യാപ്പ് ഇൻറ്റു കെ ക്യാപ്പുള്ള റോയും കൂടെ ഒഴിവാക്കി കഴിഞ്ഞാൽ 3 ഇൻറ്റു 2 6 ആണ്. ദെൻ 6 മൈനസ് 5 ഇൻറ്റു 2 10 ആണ് എന്ന് വെച്ചാൽ 6 മൈനസ് 10 എന്നുണ്ടാകും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു ഇത് എത്ര വരിക? ഇത് 17 -17 ഐ ക്യാപ്പ് എന്നുണ്ടാകും. ഇത് എത്ര വരും? ഇത് മൈനസ് മൈനസ് ആകുമ്പോൾ പ്ലസ് ആകും. അപ്പോൾ പ്ലസ് 19 ജെ ക്യാപ്പ് എന്നുണ്ടാകും. അടുത്തതോ ഇവിടെ പ്ലസ് മൈനസ് എന്ന് പറയുമ്പോൾ മൈനസ് വരും. -4 കെ ക്യാപ്പ് എന്നുണ്ടാകും. -4 കെ ക്യാപ്പ്. ഇതാണ് എൻ്റെ ടോർക്ക്, റൈറ്റ്? സോ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ എന്ന് വെച്ചാൽ -17 പ്ലസ് 19 പിന്നെ -4. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയില്ലടാ? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഈസിയാണ്, എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാലോ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? യെസ് 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 യെസ്. ഓക്കെ, യെസ്, സി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഹിയർ ഈസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് പ്ലാനറ്ററി മോഷനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ 2 പ്ലാനറ്റ് എ ആൻഡ് ബി ഓഫ് ഈക്വൽ മാസസ് ഹാവിംഗ് ദെയർ പീരിയഡ് ഓഫ് റെവല്യൂഷൻ ആർ TA ആൻഡ് TB സച്ച് ദാറ്റ് TA is equal to 2TB. ഇവർ തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട് ഓൾറെഡി. Now you have to find this planet are revolving in a circular orbit of radius RA and RB respectively. Then which out of the following would be the correct relation? അവർ തമ്മിലുള്ള റിലേഷൻ ആണ് ചോദിച്ചത്. ഇതേ സിമ്പിൾ ആണ്, കാരണം കെപ്ലേഴ്സ് ലോയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. കെപ്ലേഴ്സ് ലോ പ്രകാരം നിങ്ങൾക്കറിയാം T² ഈസ് പ്രൊപ്പോർഷണൽ ടു A³ ആണ്, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ്റെ RAയും RB എത്രയെന്നുള്ളത് എനിക്ക് അറിയില്ല, പക്ഷെ അവർ തമ്മിലുള്ള റിലേഷൻ എനിക്ക് തന്നിട്ടുണ്ട്. സോ ഫ്രം ദിസ് എക്സ്പ്രഷൻ ഐ ക്യാൻ സേ ദാറ്റ് മൈ TA ഡിവൈഡഡ് ബൈ TB ഈക്വൽ ടു 2 ആണ്. പക്ഷെ അക്കോർഡിംഗ് ടു ദ റിലേഷൻ TA divided by TB will be equal to TA divided by TB will be equal to RA divided by RB the whole raised to 3/2 ആയിരിക്കും. So this is equal to R തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. So we can say that the RA divided by RB the whole raised to 3/2 is equal to 2 എന്നാണ് തന്നിട്ടുള്ളത്, റൈറ്റ്? സോ 2 എന്നാണ് തന്നിട്ടുള്ളത്. സോ അങ്ങനെയാണെങ്കിൽ രണ്ട് ഭാഗത്തും റൂട്ടും സ്ക്വയറും ഉണ്ട്. സോ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യാണ്. സ്ക്വയർ ചെയ്ത് തന്നെ എന്ത് വരും? 4 is equal to R raised to A. My 4 is equal to R raised to A divided by R raised to B എന്ന് വരും. R raised to B the whole cube എന്നുണ്ടാകും. സോ വി ജസ്റ്റ് ഹാവ് ടു ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ ദിസ് ടു. അപ്പോൾ ഇവിടെ ക്യൂബുകൾ ഉണ്ട്. ഇവിടെ ആൻസർ എത്തിയല്ലോ. Because this is equal to RA cube is equal to 4 into RB cube. RA cube is equal to 4 into RB cube. എന്ന് വെച്ചാൽ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ.
ഓക്കെ, അപ്പോൾ ടി സ്ക്വയർ ഈസ് പ്രൊപ്പോർഷണൽ ടു എ ക്യൂബ് എന്നുള്ള റിലേഷൻ നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം ഇത് നമ്മുടെ കെപ്ലേഴ്സ് ലോയുമായി ബന്ധപ്പെട്ട് പല തവണകളായിട്ട് ക്വസ്റ്റ്യനിൽ വരാറുള്ളതാണ്. യെസ്, ഓപ്ഷൻ സി, യെസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. സോ ഹിയർ ഇസ് എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പൊട്ടൻഷ്യൽ എനർജി, the potential energy of a diatomic molecule as a function depend on the r as u is equal to alpha divided by r raised to 10 minus beta divided by r raised to 5 minus 3, where alpha and beta are positive constants. Then the equilibrium distance between these two atoms will be equal to 2 alpha beta the whole raised to a by b, where a is equal to. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് റിലേഷൻ ആണ് അവിടെ കാണേണ്ടത്. ആ ഫൈനൽ ആൻസർ കാണണം, എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യണം, എനിക്ക് ഡിറൈവ് ചെയ്തെടുക്കണം. എനിവേ ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ്. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ എന്ത് നമുക്കറിയാം, എൻ്റെ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും, എഫ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും, നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഇത് ഇക്വിലിബ്രിയത്തിലാവുന്നത്. എഫ് എങ്ങനെ കാണാം, എഫ് ഈസ് നത്തിങ് ബട്ട് മൈനസ് ഡി യു ഡിവൈഡഡ് ബൈ ഡി ആർ ആണ് അല്ലേ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു മൈനസ് ഡി യു ഡിവൈഡ് ബൈ ഡി ആർ ഞാൻ എടുക്കുകയാണെങ്കിൽ എന്താ വരിക, മൈനസ് ആൽഫ, ഇവിടെ മൈനസ് ഓഫ്, ഇവിടെ എന്ത് വരും, ആൽഫ ഡിവൈഡഡ് ബൈ ആർ റേസ് ടു 10. അതിനെ എന്ത് ചെയ്താൽ, ഇതിനെ എനിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ വരിക, ദാറ്റ് വിൽ ബി ഈക്വൽ ടു മൈനസ് 10 ആൽഫ ഡിവൈഡഡ് ബൈ ആർ റേസ് ടു 11 ഉണ്ടാകും. അടുത്ത് എന്ത് വരും, മൈനസ് വരും, അപ്പോൾ അവിടെ പ്ലസ് ബീറ്റ എന്നുണ്ടാകും, പ്ലസ് 5 ബീറ്റ ഡിവൈഡഡ് ബൈ ആർ റേസ് ടു 6 എന്നുണ്ടാകും. ഡിഫറൻഷിയേഷൻ ഓഫ് 3 വിത്ത് റെസ്പെക്ട് ടു ആർ എന്ത് വരും, അത് എത്ര 0 ആയി പോകും. സോ ദിസ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ എൻ്റെ 5 ബീറ്റ ഡിവൈഡഡ് ബൈ ആർ റേസ് ടു 6 ഇസ് ഈക്വൽ ടു 5 ബീറ്റ ഡിവൈഡ് ബൈ ആർ റേസ് ടു 6 ഇസ് ഈക്വൽ ടു 10 ആൽഫ ഡിവൈഡഡ് ബൈ ആർ റേസ് ടു 11 കിട്ടും. റൈറ്റ്, ഇതാണ് എൻ്റെ റിലേഷൻ. Now we have to find 2 alpha by beta. 2 alpha by beta എന്നുള്ള എക്സ്പ്രഷൻസ് ആണുള്ളത്. സോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയാൽ ഇവിടെ 2 കിട്ടും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2 ആൽഫ ഡിവൈഡഡ് ബൈ ബീറ്റ വിൽ ബി ഈക്വൽ ടു 2 ആൽഫ ഡിവൈഡ് ബൈ ബീറ്റ വിൽ ബി ഈക്വൽ ടു ആർ റേസ് ടു 11 ഡിവൈഡ് ബൈ ആർ റേസ് ടു 6 ആണ്. സോ ആർ റേസ് ടു 11 ഡിവൈഡ് ബൈ ആർ റേസ് ടു 6 എന്ന് വെച്ചാൽ എത്രയായിരിക്കും ഇവിടെ കിട്ടുന്നത്, ആർ റേസ് ടു 5 ഉണ്ടാവും ബാക്കി അവിടെ അല്ലെ, ആർ റേസ് ടു 5 ഉണ്ടാകും. സോ ആർ റേസ് ടു 5 ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു 2 ആൽഫ ഡിവൈഡ് ബൈ ബീറ്റ. ഇനി എൻ്റെ ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടെ വരികയാണ്. സോ 2 ആൽഫ ഡിവൈഡ് ബൈ ബീറ്റ ഇസ് ഈക്വൽ ടു ആർ റേസ് ടു 5 എന്ന് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക്. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ആർ ആണ് എനിക്ക് കാണേണ്ടത്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ പൊസിഷൻ ആർ. സോ അങ്ങനെയാണെങ്കിൽ ആർ എന്തായിരിക്കും, ആർ ഇസ് ഈക്വൽ ടു 2 ആൽഫ ഡിവൈഡ് ബൈ ബീറ്റ ദ ഹോൾ റേസ് ടു 1/5 എന്ന് കിട്ടി. ക്ലിയർ ആയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ 1 ഡിവൈഡ് ബൈ 5 ദ എ ബൈ ബി വേർ എ ഇസ് ഈക്വൽ ടു 1. ക്ലിയർ ആയോ? എ ഈക്വൽ ടു 1. യെസ്, കിട്ടി. എ ഈക്വൽ ടു 1. ക്ലിയർ അല്ലേ? യെസ്, 5 അല്ല, 5 എനിക്ക് തോന്നുന്നത് 1/5. ബിയുടെ വാല്യൂ ആണ് 5 വരിക. ഈ ക്വസ്റ്റ്യനിൽ തന്നത് നമ്മുടെ എയുടെ വാല്യൂ കാണാനാണ്. ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നത്. എനിവേ സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. ഇതാ അടുത്ത ക്വസ്റ്റ്യൻ. സോ ഹിയർ ഇസ് എ ക്വസ്റ്റ്യൻ. ഹിയർ ഇത് ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നിന്നാണ് ചോദ്യം. സോ എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി 750 kilogram per meter cube flow smoothly through a horizontal pipe that types in a cross section of area A1 is equal to 1.2 into 10 to the power minus 2 meter square to A2 which is equal to A1 divided by A2. The pressure difference between the wider and narrow section of the pipe is 4500 പാസ്കൽ ആണ്. ദെൻ ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ദ ലിക്വിഡ് ഈസ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദ റേറ്റ് ഓഫ് ഫ്ലോ. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ എന്താണ് ആക്ച്വലി? റേറ്റ് ഓഫ് ഫ്ലോ എന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, DM ഡിവൈഡ് ബൈ DT ആണ്. അതായത് അതിൻ്റെ ഡെൻസിറ്റി ആണ്. അപ്പോൾ ആ DM/DT എപ്പോഴും നിങ്ങൾ ഇതിൽ പഠിച്ചു വെച്ചിട്ടുണ്ടാകും. ദ റേറ്റ് ഓഫ് ഫ്ലോ ഇസ് ഈക്വൽ ടു A1 V1 എന്ന് പഠിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? റേറ്റ് ഓഫ് ഫ്ലോ കിട്ടും. അപ്പോൾ അതെങ്ങനെയെന്നുള്ളതാണ് ആ ഒരു സംഭവം ഡിറൈവ് ചെയ്തത് ഞാൻ ഒന്നുകൂടെ മെൻഷൻ ചെയ്ത് തരാം. സോ മൈ റേറ്റ് വിൽ ബി ഈക്വൽ ടു DM ഡിവൈഡ് ബൈ DT ആണ്. എന്ന് വെച്ചാൽ D/DT ഓഫ് ഡെൻസിറ്റി ഇൻറ്റു വോള്യൂം വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു D/DT ഓഫ് ഇവിടെ എന്താ വരിക? D/DT ഓഫ്
ഡെൻസിറ്റി വോള്യത്തിന് പകരം ഏരിയ ഇൻറ്റു ലെങ്ത് എന്ന് എടുക്കാം. സോ ഏരിയ ഇൻറ്റു ഡി എൽ ഡിവൈഡഡ് ബൈ ഡി ടി വിൽ ബി ഈക്വൽ ടു എ ഇൻറ്റു വി എന്ന് കിട്ടും. ഈ റോ ഇവിടെ ഉണ്ട്, സോ റോ എ വി എന്ന് കിട്ടും. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ എപ്പോഴും ഒരു പൈപ്പിലൂടെ ഒഴുകുന്ന സമയത്ത്, ഒരു പൈപ്പിലൂടെ എൻ്റെ ഫ്ലൂയിഡോ എന്തെങ്കിലും ഒഴുകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര കണ്ട് ഒഴുകിയിട്ടുണ്ടോ അത്ര കണ്ട് ഇവിടെയും കിട്ടുന്നുണ്ടാകും. രണ്ടും ഒരേ ആളാണ്. അപ്പോൾ ഇവിടെ ഒഴുകുന്നത് എന്തായിരിക്കും? റോ എ വൺ വി വൺ ആയിരിക്കും. ഇവിടെ ഒഴുകുന്നത് റോ എ ടു വി ടു ആയിരിക്കും. രണ്ടാളുകളും തുല്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബാക്കി എനിക്ക് ഉണ്ടാക്കുന്ന എ വൺ വി വൺ ഈക്വൽ ടു എ ടു വി ടു ആയിരിക്കും. അപ്പോൾ ഇതാണ് എന്ത് എൻ്റെ റേറ്റ്. ക്ലിയർ ആയിട്ടുണ്ടോ? സോ എ വൺ വി വൺ ഈക്വൽ ടു എ ടു വി ടു. അപ്പോൾ എയും വിയും ആണ് എൻ്റെ റേറ്റ്. ഇനി നോക്കിക്കേ, അതിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് പി പ്ലസ് ഇവിടെ നോക്കിക്കേ, ഒരു ഇക്വേഷൻ എനിക്കറിയാവുന്നത് എൻ്റെ ബെർണോളിസ് ഇക്വേഷൻ പ്രകാരം പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു പി. ഇവിടെ ഒരു എച്ച് റോ ജി കൂടെ ഉണ്ട്, പക്ഷേ ഒരേ ഹൈറ്റിലായതുകൊണ്ട് ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ അതും കൂടെ എടുത്തോ. എച്ച് വൺ റോ ജി ഈക്വൽ ടു H1 rho G will be equal to P2 plus half into rho into V2 square plus H2 rho G എന്നുണ്ടാകും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി ഈ സ്മൂത്ത്ലി ഫ്ലോയിങ് ത്രൂ എ ഹൊറിസോണ്ടൽ പൈപ്പ്. അപ്പോൾ ഹൊറിസോണ്ടൽ പൈപ്പ് എന്ന് വെച്ചാൽ ഒരേ ലെങ്ത്തിലൂടെ, അതിൻ്റെ ഹൈറ്റ് മാറ്റില്ല. അപ്പോൾ H1ഉം H2ഉം ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ രണ്ടാളുകളെയും H1 H2 ഈക്വൽ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകാനായിട്ട് പറ്റും. സോ മൈ P1 മൈനസ് P2 ഈക്വൽ ടു P1 മൈനസ് P2 വിൽ ബി ഈക്വൽ ടു ഹാഫ് ഇൻറ്റു റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്നുണ്ടാകും. V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ക്ലിയർ ആയിട്ടുണ്ടോ? നൗ ഇതാണ് എനിക്ക് തന്നിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് P1 മൈനസ് P2 തന്നിട്ടുണ്ട്. നൗ എനിക്കിത് സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ V1ഉം V2 അറിയണം. പക്ഷേ ഒരു കാര്യം എനിക്കറിയാം, അതിൻ്റെ റേറ്റ് ഈക്വൽ ആണ്. A1 V1 ഈക്വൽ ടു A2 V2 ആണ്. സോ ഇവിടെ തന്ന റിലേഷൻ പ്രകാരം എൻ്റെ ഏരിയ A1 എന്ന് പറയുന്നത് 2A2 ആണ്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? 2A2 ഇൻറ്റു V1 ഈക്വൽ ടു A2 ഇൻറ്റു V2 എന്ന് കിട്ടും. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ V2 എത്ര കിട്ടും? മൈ V2 വിൽ ബി ഈക്വൽ ടു 2V1 എന്ന് കിട്ടും. V2 ഈക്വൽ ടു 2V1. അപ്പോൾ V2 ഈക്വൽ ടു 2V1 ആണ് എന്നുണ്ടെങ്കിൽ എൻ്റെ ഈ P1 മൈനസ് P2 എന്തായി മാറുന്നുണ്ടാ? P1 minus P2 will be equal to P1 minus P2 will be equal to half into rho into ബാക്കി അവിടെ V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്നാണ്. അപ്പോൾ V2 എത്ര വരും? 4 സ്ക്വയർ വരും. മറ്റേത് V1 സ്ക്വയർ വരും. എന്ന് വെച്ചാൽ 3V1 സ്ക്വയർ എന്ന് വരും. 3V1 സ്ക്വയർ എന്ന് വരും. ക്ലിയർ ആയിട്ടുണ്ടോ? സോ ദിസ് ഈസ് ദ 3V1 സ്ക്വയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ കാണേണ്ടത് എന്താണ്? വി ഹാവ് ടു ഫൈൻഡ് ദ വെലോസിറ്റി, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ദ ലിക്വിഡ്. എന്ന് വെച്ചാൽ വി കണ്ടാൽ മതി. അപ്പോൾ വി കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ V1 സ്ക്വയർ ചെയ്താണ്. സോ V1 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2/3 ഇൻറ്റു P1 മൈനസ് P2 ഡിവൈഡഡ് ബൈ റോ എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടോ? സോ ദിസ് വിൽ ബി ഈക്വൽ ടു 2/3 ഇൻറ്റു P1 മൈനസ് P2 എത്ര ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 4500 ആണ്. സോ P1 മൈനസ് P2 ഇസ് ഈക്വൽ ടു 4500 ഡിവൈഡ് ബൈ എത്ര ഉണ്ടാകും? ഡിവൈഡ് ബൈ എൻ്റെ ഡെൻസിറ്റി ഉണ്ടാകും. ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി 750 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 750 ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സോ ദിസ് വിൽ ബി ഈക്വൽ ടു 750 എന്നുണ്ടാകും. സോ ഈക്വൽ ടു എൻ്റെ 0 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എൻ്റെ കയ്യിൽ എന്തുണ്ട്? 75 ഉണ്ട്. അവിടെ 2 ഉണ്ട്. സോ ഇതിലെ ഓരോന്ന് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു എത്ര വരിക? 450 ഡിവൈഡ് ബൈ 75 എന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 25 ക്യാൻസൽ ചെയ്യാണ്. 25 ഉണ്ടാവില്ല, എൻ്റെ 5 ക്യാൻസൽ ചെയ്യാണ്. സോ 5 ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര വരിക? ദിസ് വിൽ ബി ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 450. 450 5 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എത്ര വരിക? 45 5 ക്യാൻസൽ ചെയ്താൽ 9 പ്രാവശ്യമാണ്. സോ 90 ഡിവൈഡ് ബൈ 75 5 ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 7 1 പ്രാവശ്യമാണ്. ബാക്കി 2 5 എന്ന് വെച്ചാൽ 15 ഉണ്ടാകും. സോ ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ചെയ്താൽ എത്ര കിട്ടും? ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 3 കിട്ടും. സോ വീണ്ടും 15 അതിൽ 2 പ്രാവശ്യം പോകും. 2 × 2 4 കിട്ടും. എന്ന് വെച്ചാൽ എൻ്റെ V1 ഈക്വൽ ടു 2 എന്ന് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ V1 കിട്ടി. ഇനി എന്താണ് കിട്ടേണ്ടത്? ഏരിയ കിട്ടണം. ഏരിയ ഇവിടെ ഓൾറെഡി എനിക്ക് തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 തന്നിട്ടുണ്ട്. സോ റേറ്റ് വിൽ ബി ഈക്വൽ ടു
1.2 into 10 to the power minus 2 into V1. V1 എത്ര കിട്ടിയത് 2 ആണ് എന്ന് വെച്ചാൽ 2.4 into 10 to the power minus 2 എന്ന് കിട്ടും ഈക്വൽ ടു 24 into 10 to the power minus 3 എന്നുണ്ടാകും എന്ന് വെച്ചാൽ എൻ്റെ ആൻസർ എത്രയായിരിക്കും 24 ആയിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടോ? 24. അതായത് ഇതൊരു ലെങ്തി ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എങ്കിലും ഈസിയാണ്. അതായത് നിങ്ങളെ ബെർണോളിസ് ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. 2024 റിപ്പീറ്റർ തുടങ്ങാനായ ഓഫ്ലൈൻ, യെസ്, ഓഫ്ലൈനിൽ അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ജോയിൻ ചെയ്യാം. എനിവേ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം നോക്കാം. ഈ ഒരു ചോദ്യത്തോട് കൂടെ ഏകദേശം നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. So a ideal fluid flow through a pipe of non-uniform diameter. Maximum and minimum diameter of the pipe are 6.4 cm and 4.8 cm respectively. The ratio of the minimum and maximum velocity of the fluid through the pipe is simple. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈ ഉണ്ടാകുന്നത് റേറ്റ് ഓഫ് ഫ്ലോ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതായത് A1 V1 ഈക്വൽ ടു A2 V2 ആയിരിക്കും. ഇതെന്താ, ഇത് പൈപ്പാണ്, ഡയമീറ്ററാണ് തന്നത്. അപ്പോൾ R1 എത്ര ആയിരിക്കും? R1 എന്ന് വെച്ചാൽ ആദ്യത്തെ ഡയമീറ്ററിൻ്റെ പകുതി, സോ 3.2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അതേപോലെ R2 എത്ര ആയിരിക്കും? രണ്ടാമത്തെ ഡയമീറ്റർ എന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 2.4 സെൻറ്റിമീറ്റർ എന്നുണ്ടാകും. നൗ എൻ്റെ റേഷ്യോ വിൽ ബി ഈക്വൽ ടു മാക്സിമം ടു മിനിമം V1 ഡിവൈഡ് ബൈ V2. കാരണം ഏത് മാക്സിമം വന്നാലും മിനിമം വന്നാലും ഒക്കെ ഈ റിലേഷൻ എന്താണ്, കോൺസ്റ്റൻ്റ് ആയി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പൈപ്പിലൂടെ വെള്ളം പോകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറച്ച് കഴിഞ്ഞാൽ വെലോസിറ്റി കൂടും. വെലോസിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കുറയും ചെയ്യും. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ നമ്മുടെ ഈ റിലേഷൻ എപ്പോഴും ത്രൂ ഔട്ട് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ മാക്സിമ ടു മിനിമ ചോദിച്ചത്, മാക്സിമ ടു മിനിമ ചോദിച്ചാലും അതെന്തായിരിക്കും, മാക്സിമം എവിടെ ആയിരിക്കും ഉണ്ടാകുന്നത്, മാക്സിമം വെലോസിറ്റിയിൽ എപ്പോഴപ്പോൾ എൻ്റെ ഏരിയ കുറയുകയാണെങ്കിൽ വെലോസിറ്റി കൂടും, ഇനി ഏരിയ കൂടുതലാണെങ്കിൽ വെലോസിറ്റി കുറയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ V1 ഡിവൈഡ് ബൈ V2 ആയിരിക്കും എനിക്ക് കാണേണ്ടത്. സോ മൈ V1 ഡിവൈഡ് ബൈ V2 വിൽ ബി ഈക്വൽ ടു πr² ആണ് കിട്ടുക. പൈ ക്യാൻസൽ ചെയ്ത് പോകാം. ബാക്കി ആദ്യത്തത് 4.8 ഇവിടെ ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ആരും ഉണ്ട്, എൻ്റെ 6.2 ഉണ്ട്. അപ്പോൾ ഇതുവരെ രണ്ടാളെയും πr² ആണ് എനിക്ക് കാണേണ്ടത്. സോ πr² ആണെന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബി ഈക്വൽ ടു 2. അതായത് മാക്സിമം റേഷ്യോ ഓഫ് ദി മിനിമ ആൻഡ് മാക്സിമ വെലോസിറ്റി ആർ. അപ്പം മിനിമം വെലോസിറ്റി എവിടെ ആയിരിക്കും, മിനിമം വെലോസിറ്റി ഞാൻ V1 ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ദിസ് ഈസ് മിനിമ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏരിയ മാക്സിമം ആയിരിക്കണം. ഏരിയ മാക്സിമം ഇതിൽ ഏതാ ഉണ്ടാവുക, ഏരിയ മാക്സിമം ആണെന്നുണ്ടെങ്കിൽ ഇത് 3.2 ഡയമീറ്റർ ആയിട്ടുള്ളതാണ്. ഇത് മാക്സിമം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കണം, ഇത് മാക്സിമം ആണെന്നുണ്ടെങ്കിൽ ഇത് മിനിമം ആയിരിക്കണം. എന്ന് വെച്ചാൽ 2.4 റേഡിയസ് ആയിട്ടുള്ളതാണ്. So we have to find the minima to maxima. So we minima to maxima ചെയ്യുകയാണെങ്കിൽ 2.4 the whole square divided by 3.2 the whole square എന്നുണ്ടാകും. സോ പൈ ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എൻ്റെ കയ്യിൽ ഉണ്ടാകുന്നത് 24 ഡിവൈഡഡ് ബൈ 32 the whole square എന്നായിരിക്കും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 24 ഡിവൈഡ് ബൈ 32 എത്ര വരിക, 24 ഡിവൈഡ് ബൈ 32 ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 12 ഡിവൈഡഡ് ബൈ 16 എഴുതാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ 6/8 എഴുതാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ 3/4 എഴുതാനായിട്ട് പറ്റും. സോ 3/4. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു പേപ്പർ പ്രിഡിക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്. അതായത് ഒത്തിരി ഫസ്റ്റ് ഇയറിലെ ടോപ്പിക്കുകളായിരിക്കും നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്തിട്ടുണ്ടാകുക. ഇനി അടുത്തതായിട്ട് NS മാം നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ഡേയിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ MCQ സീരീസ് ആണ്. MCQ സീരീസുമായിട്ട് ഫിസിക്സും പിന്നെ അതേപോലെ തന്നെ കെമിസ്ട്രിയും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ എനിവേ കുറേ അധികം ക്വസ്റ്റ്യനുകൾ നമ്മളിപ്പം ചെയ്തിട്ടുണ്ടാകും. എനിവേ ഇനി കെമിസ്ട്രിയിലേക്ക് പോകാം. സോ ബൈ.
Okay, so good evening everyone. കെമിസ്ട്രിയിൽ നമുക്ക് നോക്കാം. ഇതില് കുറെ നേരത്തെ പറഞ്ഞതുപോലെ NCERT-യിലൊക്കെയുള്ള മാക്സിമം ചോദ്യങ്ങളുടെ പ്രാക്ടീസ്, പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ് ഒക്കെയാണ് ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മോൾ കോൺസെപ്റ്റ് എന്നൊക്കെ വരുന്ന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെറ്റ് us see this. A and B formed in the following sets of reactions. Hello everyone. Hello. രണ്ട് റിയാക്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ആ രണ്ട് റിയാക്ഷൻസിലും സൂക്ഷിച്ചു നോക്കണേ. ആദ്യത്തെ കേസിൽ നിങ്ങൾക്ക് ഒരു OH ഉണ്ട്, രണ്ട് OH ഗ്രൂപ്പുകളുണ്ട്, HBr കൊടുത്ത് നമ്മൾ അതിനെ ഹീറ്റ് ചെയ്യാണ്. സോ വാട്ട് വിൽ ബി ദ പ്രോഡക്റ്റ് ഹാപ്പനിങ്? ആൻഡ് സെക്കൻഡ് കേസിലും അതെ, നിങ്ങൾക്ക് OHും OCH3 ഉണ്ട്, അതിലേക്കാണ് HBr കൊടുത്ത് ഹീറ്റ് ചെയ്യുന്നത്. എന്തായിരിക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റുകൾ? അപ്പൊ ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, എപ്പോഴും നമ്മുടെ കയ്യിൽ OH ഉണ്ടെങ്കിൽ ഓക്സിജനില്, അസിഡിക് മീഡിയത്തിൽ എപ്പോഴും ഓക്സിജനിൽ പ്രോട്ടോണേഷനാ സംഭവിക്കുക. എപ്പോഴും പ്രോട്ടോണേഷനാ സംഭവിക്കുക. അപ്പൊ നിങ്ങൾ ആ പ്രോട്ടോണേഷൻ ഒന്ന് നോക്കിയേ. ഞാൻ പ്രോട്ടോണേഷൻ കാണിക്കുമ്പോ രണ്ട് OH ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫസ്റ്റ് കേസ് നമുക്ക് ആദ്യം എടുക്കാം. സോ യു ഗെറ്റ് CH2OH. ഇതിൽ ഏത് ഗ്രൂപ്പിനായിരിക്കും ആദ്യം പ്രോട്ടോണേഷൻ സംഭവിക്കുക? OH. H2O ഒരു ലീവിംഗ് ഗ്രൂപ്പ് ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, രണ്ട് ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നു. സോ അടുത്തതില് H2O ലീവ് ചെയ്താലും കുഴപ്പമില്ലാത്ത സിസ്റ്റത്തെയാണ് ആദ്യം എടുക്കേണ്ടത്. സോ ഇറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ദിസ് സിസ്റ്റം. കാരണം ഇതിൽ നിന്ന് H2O എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്റ്റേബിൾ ആയിരിക്കുന്ന ബെൻസൈൽ കാർബോകാറ്റയോൺ ആണ്. അങ്ങനെ നമ്മൾ ഇവിടെ ചെയ്തു. H+ന്റെ പ്രസൻസിൽ നമുക്കൊരു കാർബോകാറ്റയോൺ കിട്ടിക്കഴിഞ്ഞു. നൗ യു ഹാവ് എ Br. സോ Br- വന്ന് അറ്റാക്ക് ചെയ്യാം. അപ്പൊ എനിക്കിവിടെ കിട്ടുന്നത് OH ഉണ്ടാവും, അതേപോലെ CH2Br. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ അല്ലെ? അപ്പൊ ഓപ്ഷൻ എ എന്ന് പറയുന്നയാളെ നമുക്ക് ക്ലിയർ ആയി. Br വരുന്നുണ്ട്, അതൊരിക്കലും OHന്റെ പൊസിഷനിലല്ല നമ്മൾ Br. നിങ്ങൾ നോക്കുക, അനലൈസ് ചെയ്യ്. ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് കാണുന്ന സമയത്ത് കിട്ടിയില്ലെങ്കിൽ ഓപ്ഷൻസ് നോക്കുക വേണ്ടേ? അപ്പൊ ഓരോ ഓപ്ഷൻസ് നിങ്ങൾ നോക്കിയപ്പോ ഒരു Br മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളത് ഉറപ്പായി. ആ Br ആണ് മോസ്റ്റ് പോസിബിൾ മെത്തേഡിൽ കൂടി നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് ഒന്നുകിൽ 2 അല്ലെങ്കിൽ 4 കൊടുത്തിരിക്കുന്നത് പോലെ CH2Br വരണമെന്ന് മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത കേസ് നോക്കിയേ. അടുത്ത കേസിൽ നിങ്ങൾ HBr കൊടുത്തിട്ടുണ്ട്. HBr കൊടുത്തു കഴിഞ്ഞാൽ എവിടെയായിരിക്കും H+ വരുന്നത് എന്നുള്ളതാ. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും H2O, ബെൻസീൻ റിങ്ങിന് മേലെയുള്ള H2O നമുക്ക് ലീവ് ചെയ്യാൻ കഴിയില്ല. അതിന്റെ കാരണം എന്താ? ഒന്ന്, ആരോമാറ്റിക് ആയിരിക്കുന്ന സിസ്റ്റം ആയതുകൊണ്ട് OH ബോണ്ട് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. രണ്ടാമത്തെ കാര്യം, ഇവരെ നമ്മൾ ലീവ് ചെയ്യണമെങ്കിൽ ദി ബാക്ക് സൈഡ് അറ്റാക്ക് വിൽ ബി ഹാപ്പനിങ് ത്രൂ ദ പൈ ഇലക്ട്രോൺ ക്ലൗഡ്, വിച്ച് ഈസ് നോട്ട് ഫേവറബിൾ. ഓൾറെഡി ക്രൗഡഡ് ആയിരിക്കുന്ന ഇലക്ട്രോൺ ക്ലൗഡിന്റെ ഇടയിൽ കൂടി വരാന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ രണ്ട് പോസിബിലിറ്റിയും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, രണ്ട് പോസിബിലിറ്റി എഴുതി നോക്കുക. ഫസ്റ്റ് പോസിബിലിറ്റി, നമ്മൾ ഇതിനെ OH2+ ആക്കുന്നു, OCH3 അതേപോലെ ഉണ്ട്, Br- ബാക്ക് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നു, and then you are getting this system. The second possibility is this. OH അവിടെ ഉണ്ട്, OCH3 മേലെ നമ്മൾ H കൊടുത്ു, so that there is a positive charge. ഇനി ഇതിലേക്ക് Br- വരണം അല്ലെ? അപ്പൊ Br- വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, Br- ഈ CH3 അറ്റാക്ക് ചെയ്തു കഴിഞ്ഞാൽ you are able to get OH and OH here plus CH3Br. അപ്പൊ ഏത് ബോണ്ടാണോ ബ്രേക്ക് ചെയ്യുന്നത് അതിന്റെ ആന്റി ബോണ്ടിങ്ങിലാണ് അറ്റാക്ക് ചെയ്യുക. അപ്പൊ ഇവിടെ രണ്ട് ചാൻസസ് ആണ്. ഒന്നുകിൽ നിങ്ങൾക്ക് ആന്റി ബോണ്ടിങ് എന്ന് പറയുന്നത് CO ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള ആന്റി ബോണ്ടിങ് അതിന്റെ അകത്താ ഓറിയന്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇത് നല്ലോണം മനസ്സിലാക്കണം, ഇതിന്റെ അകത്തേക്കാണ് ഓറിയന്റ് ചെയ്യുന്നത്. നേരെ മറിച്ച് ഇവിടെ എങ്ങനെയാ, CH3 അറ്റാക്ക് ചെയ്യുമ്പോൾ അതിന്റെ ആന്റി ബോണ്ടിങ് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നിടത്താണ്. കാരണം സ്റ്റെറിക്കലി ക്രൗഡഡ് ഒന്നുമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ഫേവറബിൾ ആയിട്ട് ചെയ്യുന്നതിൽ നമുക്ക് രണ്ട് OH ഗ്രൂപ്പ് കിട്ടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 4. കാരണം Br നമുക്ക് OHലേക്ക് ഇമ്മീഡിയറ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്തൊരു ചോദ്യം നോക്കാം. ഫൈൻഡ് ഔട്ട് ദ മേജർ പ്രോഡക്റ്റ് ഫ്രം ദി ഫോളോയിങ്. ഈ റിയാക്ഷനിലുള്ള മേജർ പ്രോഡക്റ്റിനെ നമ്മൾ തിരിച്ചറിയണം. H2SO4 തന്നു, രണ്ട് OH വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കേട്ടോ. അവിടെ ഒന്നും റിയാക്ഷൻസിനൊന്നും സാധ്യതയില്ല, കാരണം ബാക്ക് സൈഡ് അറ്റാക്ക് പോസിബിൾ അല്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദി മേജർ പ്രോഡക്റ്റ്.
H2SO4 തന്നു. നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ നമുക്ക് സംഭവിക്കേണ്ടത് OHന് മേലെയുള്ള പ്രോട്ടോണേഷൻ ആണ്. അങ്ങനെ H2O കിട്ടിക്കഴിഞ്ഞാൽ now you try to eliminate water so that a carbocation is generated which is secondary. സെക്കൻഡറി കാർബോകാറ്റയോണുകളെ സ്റ്റേബിൾ കാർബോകാറ്റയോൺ ആക്കാൻ എന്തെങ്കിലും സംവിധാനം പറ്റുമോ? ഉറപ്പായിട്ടും പറ്റും. കാരണം തൊട്ടടുത്ത് ഗ്രൂപ്പുകൾ ഉണ്ട് അല്ലെ. നോക്കിയേ, ഇവിടെ ഒരു ഹൈഡ്രജൻ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ 2 മീഥൈൽ ഗ്രൂപ്പുകൾ ഉണ്ട്. ഏതെങ്കിലും ഒരാളുടെ മൈഗ്രേഷൻ നിങ്ങൾക്ക് ചെയ്യാം. ലെറ്റ് us മൈഗ്രേറ്റ് ബോത്ത്. 2 പേരെയും മൈഗ്രേറ്റ് ചെയ്ത് നോക്കണം. ഒന്നാമത്തെ കേസില് ഇഫ് ഐ ഗോ ഫോർ മൈഗ്രേഷൻ ഓഫ് ഹൈഡ്രൈഡ് ഷിഫ്റ്റ് ആണ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ഹൈഡ്രൈഡ് ഷിഫ്റ്റ് ഈ ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നതെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് ചാർജ് ഇവിടെ വരുന്നു, ഹൈഡ്രജൻ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. നൗ ദിസ് ഈസ് ദ സിസ്റ്റം. ഇനി അതിലേക്ക് H2SO4 വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ ഡബിൾ ബോണ്ട് ഉണ്ടാവുക. ഓപ്ഷനിൽ നിങ്ങൾക്ക് ഡബിൾ ബോണ്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പായിട്ട് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഡബിൾ ബോണ്ട് ജനറേറ്റ് ചെയ്യണം. ഇവിടുത്തെ ഹൈഡ്രജനെ നമ്മൾ മാറ്റുന്നു, ഡബിൾ ബോണ്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു. സോ യു ഗെറ്റ് ദിസ്. ഇതാണ് ഒരു പോസിബിലിറ്റി. കഴിഞ്ഞില്ല. ആൽഫ ഹൈഡ്രജൻ ഇവിടെ വേറൊരു ഹൈഡ്രജൻ കിടക്കല്ലേ. യെസ്, ഈ ഹൈഡ്രജൻ പോയാലും നിങ്ങൾക്ക് ഡബിൾ ബോണ്ടിനുള്ള സാധ്യതയുണ്ട്. സോ ദാറ്റ് ദിസ് ഈസ് ദ സിസ്റ്റം. 2 പ്രോഡക്റ്റുകളാ ആ സിംഗിൾ സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയത്. നല്ലോണം അത് മനസ്സിലാക്കണം. എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ ഹൈഡ്രൈഡ് ഷിഫ്റ്റ് കാർബോകാറ്റയോൺ റീഅറേഞ്ച്മെന്റ് വെച്ചിട്ടുള്ള ഒരു ചോദ്യം മസ്റ്റാണ്. ഉറപ്പായിട്ടും ഈ മൈഗ്രേഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും ഓർഗാനിക് കെമിസ്ട്രിയിലെ, ഒരു സംശയവും വേണ്ട. ഇനി അടുത്ത കേസ് എന്താ? രണ്ടാമത്തതിൽ മീഥൈൽ ഷിഫ്റ്റ് നടത്തുന്നു. മീഥൈൽ ഷിഫ്റ്റ് നടത്തിയപ്പോ ഇവിടുന്ന് ഒരു മീഥൈൽ അപ്പുറത്തേക്ക് പോയി. സോ ദാറ്റ് ദർ ഇസ് എ പോസിറ്റീവ് ചാർജ് ഹിയർ. ആൻഡ് ഫൈനലി ഹൈഡ്രജൻ അല്ലെ, ഒന്നുകിൽ ഇവിടുത്തെ ഹൈഡ്രജൻ വന്ന് ഇവിടെ ഡബിൾ ബോണ്ട്, അല്ലെങ്കിൽ ഇവിടുത്തെ ഹൈഡ്രജൻ വന്ന് ഇവിടെ ഡബിൾ ബോണ്ട്. ദർ ആർ 2 പോസിബിലിറ്റീസ്. ഒന്ന്, ദിസ് ഈസ് ദി സിസ്റ്റം. രണ്ടാമത്തത് ഇതാണ്. അപ്പൊ ഇഷ്ടം പോലെ അപ്പൊ നമ്മൾ ഇത് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് സാധ്യതകളുണ്ട്. ഇനിയാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ട് വാട്ട് ആർ ദി ഓൾ പോസിബിലിറ്റീസ്, ഏതൊക്കെയാണ് നമുക്ക് ഇതിൽ പോസിബിൾ ആയിരിക്കുന്നത് എന്ന ചോദ്യം നമുക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മുഴുവൻ മെക്കാനിസം എഴുതാൻ പറ്റണം. Okay, Solomon, this is a question prediction series. Okay, so we are discussing the question and we are going through the mechanism in order to get the product. Ready? ഇനി ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഒന്നിലധികം പ്രോഡക്റ്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ തെർമോഡൈനാമിക്കലി ഏറ്റവും സ്റ്റേബിൾ ആയിരിക്കുന്നതിനെ നമ്മൾ ചൂസ് ചെയ്യണം. ഇവിടെ തന്നിരിക്കുന്നതിൽ ഒന്നിലധികം പ്രോഡക്റ്റുകൾ എലോഡ് ആണ്, പക്ഷെ അതിൽ ഏറ്റവും മേജർ ആയിരിക്കുന്ന പ്രോഡക്റ്റിനെ പറയുന്നത് എങ്ങനെയാ? ഫൈനൽ പ്രോഡക്റ്റുകൾ നിങ്ങൾ നോക്കുക, എല്ലാത്തിലും ഡബിൾ ബോണ്ട് ഉണ്ട്. ഡബിൾ ബോണ്ടിൽ ഏറ്റവും മേജർ പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത് ഡിസൈഡഡ് ബൈ ഹൈപ്പർ കോൺജുഗേഷൻ. എവിടെയാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആൽഫ ഹൈഡ്രജൻസ് അവൈലബിൾ ആവുന്നത് അതാണ് നമുക്ക് ഏറ്റവും നല്ല പ്രോഡക്റ്റ് ആയിട്ട് മാറുക. 2 മെത്തേഡ്, ഒരു റിയാക്ഷൻ നടക്കുന്നതിന് 2 മെത്തേഡുകൾ കാണിക്കുന്നു. ഹൈഡ്രൈഡ് ഷിഫ്റ്റും മീഥൈൽ ഷിഫ്റ്റും കാണിക്കുന്നു. ഹൈഡ്രൈഡ് ഷിഫ്റ്റിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന കാർബോകാറ്റയോണും മീഥൈൽ ഷിഫ്റ്റിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന കാർബോകാറ്റയോണുകൾ നോക്കി അതിൽ കുറച്ചുകൂടി സ്റ്റേബിൾ കാർബോകാറ്റയോണുകൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഏതായിരിക്കും കുറച്ചുകൂടി സ്റ്റേബിൾ കാർബോകാറ്റയോൺ. അല്ലെങ്കിൽ ഫൈനൽ പ്രോഡക്റ്റിൽ ഏറ്റവും കൂടുതൽ ഡബിൾ ബോണ്ട് വരുന്ന ചെക്ക് ചെയ്യുക. ആൽഫ ഹൈഡ്രജൻസ് ഏറ്റവും കൂടുതൽ നമുക്ക് വരുന്നത് ഏതിലാണ്? നിങ്ങൾ നോക്കിയേ, ഡബിൾ ബോണ്ട് സിസ്റ്റം എടുക്കുന്നു, തൊട്ടടുത്ത് വരുന്നതാണ് ആൽഫ കാർബൺ. ഓരോന്നിന്റെയും ആൽഫ കാർബൺ നോക്കുക. ദിസ് ഈസ് CH2. ഈ കാർബണിൽ ഹൈഡ്രജൻ ഇല്ല. ഡബിൾ ബോണ്ട് വന്നു, തൊട്ടടുത്ത് വരുന്ന കാർബണുകളാണ് ആൽഫ. അടുത്ത കേസിൽ നിങ്ങൾ നോക്കുക, ഡബിൾ ബോണ്ട് വന്നു, തൊട്ടടുത്ത് വരുന്ന കാർബണുകളാണ് നമ്മൾ ആൽഫ എന്ന് പറയാ. ഏറ്റവും സ്റ്റേബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഏതാ? സി യു ഗെറ്റ് ദിസ് പ്രോഡക്റ്റ്. കാരണം നമുക്കിവിടെ CH3 ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ഈ ഡബിൾ ബോണ്ടിന്റെ തൊട്ടടുത്തായിട്ട് 1, 2, 3, 4 4 ആൽഫ കാർബണുകളും അത്രയും പ്രോഡക്റ്റുകളെയും നമുക്ക് കാണാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ 1 ആണ്. യുവർ ഫൈനൽ ആൻസർ വിൽ ബി ഓപ്ഷൻ 1 ഹിയർ. ഈസ് ദാറ്റ് ക്ലിയർ?
അപ്പൊ എപ്പോഴും കാർബോ കാറ്റയോണുകളെ റീഅറേഞ്ച് ചെയ്തുകൊണ്ട് ഫൈനൽ ആൻസർ ഏറ്റവും ബെസ്റ്റ് ആൻസർ ഏതാന്ന് പറയുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് pKa ഫോർ ദി ഫോളോയിങ് ഫീനോൾസ്. ഫീനോൾസ് എടുക്കണം. ഫീനോൾസിന്റെ ഇൻക്രീസിംഗ് ഓർഡറാ പറയേണ്ടത്. അതിനാദ്യം നിങ്ങൾ ഓരോന്നിന്റെയും സ്ട്രക്ചർ എഴുതി നോക്കുക. ആദ്യം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് ആരൊക്കെയാ? 2,4-ഡൈനൈട്രോഫീനോൾ. റെഡി? നോക്കിയേ, ഫീനോൾ വരച്ചു. ഫീനോളിൽ നമുക്ക് OH ഉണ്ട്. യെസ്, 2,4-ഡൈനൈട്രോ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെയും നാലാമത്തെയും പൊസിഷനിൽ നമ്മൾ NO2 കൊടുത്തു. ഇതാണ് ഒന്നാമത്തെ സിസ്റ്റം. രണ്ടാമത്തെ ആള് 4-നൈട്രോഫീനോൾ ആണ്. ഫീനോൾ എടുക്കുക, എന്നിട്ട് നാലാമത്തെ പൊസിഷനിൽ നൈട്രോ കൊടുക്കുക. അടുത്ത മൂന്നാമത്തെ സിസ്റ്റത്തിലേക്ക് ട്രൈമീഥൈൽ ഫീനോൾ ആണ്. അപ്പൊ രണ്ടാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പുകളെ കൊടുക്കുന്നു. ദാറ്റ് ഈസ് യുവർ തേർഡ് സിസ്റ്റം. നാലാമത് തന്നിരിക്കുന്നത് ഫിനോൾ ആണ്. അഞ്ചാമത് തന്നിരിക്കുന്നത് 3-ക്ലോറോഫീനോൾ ആണ്. സോ മൂന്നാമത്തെ പൊസിഷനിൽ ക്ലോറിൻ. ഇനിയാണ് pKa ആണോ pKa Ka എന്ന വാല്യൂസിനെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്താ അവസ്ഥ? ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. അത് ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് Ka കൂടുന്ന സമയത്ത്, Ka കൂടുന്നു എന്ന് പറഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ കൂടുന്നു എന്ന് അർത്ഥം. അഥവാ pKa വാല്യൂ കുറയുന്നു എന്നാണ് അർത്ഥം. അപ്പൊ pKa ഓർഡറാണ് നമുക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. pKa ഓർഡർ നമ്മൾ പറയുന്ന സമയത്ത് നമുക്ക് അവിടെ അസിഡിക് ക്യാരക്ടർ കുറഞ്ഞവർക്കാണ് pKa വാല്യൂ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ആദ്യം നിങ്ങൾ അസിഡിക്കിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാം. അസിഡിക് ക്യാരക്ടറിന്റെ സ്വഭാവം വെച്ചിട്ട് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്യണം. അപ്പൊ അറേഞ്ച് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് അസിഡിക് ക്യാരക്ടർ ആണ്. അഗൈൻ അസിഡിക് ബേസിക്കിന്റെ ഓർഡർ എന്നൊരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ് JEEല്. ബേസിക് ക്യാരക്ടർ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇൻക്രീസസ് ബേസിക് ക്യാരക്ടർ, വേറസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇൻക്രീസസ് അസിഡിക് ക്യാരക്ടർ. അപ്പൊ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ഉള്ളത് ഏതിലാന്ന് നോക്കാം. NO2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. ഇവിടെ ഒരു NO2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. CH3 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. OHല് അവിടെ വേറെ ആരും ഇല്ല. ക്ലോറിൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. അപ്പൊ ഏറ്റവും സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് 2 വന്നിരിക്കുന്ന ഫസ്റ്റ് കേസാ. അത് കഴിഞ്ഞ് ഒരു നൈട്രോ മാത്രം വരുന്ന സെക്കൻഡ് കേസ്. പിന്നെ നമുക്ക് വരുന്നത് ഒരു ക്ലോറിൻ വരുന്ന തേർഡ് കേസ്. പിന്നെ നാലാമത്തെ ആളല്ലേ, കാരണം അവിടെ ആരുമില്ല. അഞ്ചാമത് വന്നിരിക്കുന്നത് മൂന്നാമത്തെ തേർഡ് ആളാ, കാരണം ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഡിക്രീസസ് അസിഡിക് ക്യാരക്ടർ. സോ അസിഡിക് ക്യാരക്ടറിന്റെ ഓർഡർ Ka ഓർഡർ ആണ്. pKa ഓർഡർ നേരെ ഓപ്പോസിറ്റ്. pKa വാല്യൂ ഏറ്റവും കൂടുതൽ 3 3, 4, 5, 2, 1. സോ 3 pKa വാല്യൂ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റാം. റെഡി? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ചോദ്യം, A in the given reaction is. ഇപ്പൊ നമുക്ക് 2 റിയാക്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ A ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 2 റിയാക്ഷൻസില് ആൽഡിഹൈഡ് ആണല്ലേ. ഇപ്പൊ ഒന്നാമത്തെ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് ആൽഡിഹൈഡ് ആണ്. സി ദിസ് ഈസ് യുവർ ആൽഡിഹൈഡ്. അപ്പൊ നമുക്ക് മീഥൈൽ ഗ്രൂപ്പ്, ദർ ഈസ് മീഥൈൽ ഗ്രൂപ്പ്, then you have a CHO system. And this is interacting with. ഇതിനെയാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. ആരുടെ കൂടെ ഇന്ററാക്ട് ചെയ്യുന്നത് നോക്കിയേ. OH നമുക്ക് തന്നിട്ടുണ്ട്. സോ ദർ ഈസ് CH3, COH, COOH and CH3. H+ നമ്മൾ കൊടുക്കുന്നു. അപ്പൊ ഇവിടെ ആദ്യം ഓപ്ഷൻസ് നോക്കണം. പെട്ടെന്ന് ഒരുപക്ഷെ നിങ്ങൾക്ക് മെക്കാനിസം അല്ലെ, ഓപ്ഷൻസ് കൂടി നോക്കിയിട്ടാണ് ഏത് രീതിയിലായിരിക്കും പ്രൊസീഡ് ചെയ്യാന്നൊക്കെ നമ്മൾ ആലോചിക്കുക. അപ്പൊ H+ എന്തായാലും കൊടുക്കണം. ഇവിടെ അറ്റാക്കിങ് സംഭവിക്കണം. എനിവേ എല്ലാ ഓപ്ഷൻസിൽ നിന്നും നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാ, ഇവര് 2 പേരും ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് അവരുടെ ബ്രാഞ്ചുകളെയും ടോട്ടൽ ആൾക്കാരുടെ കാർബണുകളുടെ എണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 2 പേരും തമ്മിൽ ജോയിൻ ചെയ്തു, അത് ഉറപ്പായി. ആ ജോയിൻ ചെയ്യുന്നത് ഏത് വഴിയായിരിക്കും എന്നുള്ളത് നോക്കിയേ. കാർബൺ ആണോ പോയിട്ട് ജോയിൻ ചെയ്യുന്നത്? ഇയാള് ആദ്യത്തെ സബ്സ്ട്രേറ്റിലേക്ക് കാർബണിന്റെ കൂടെ ആയിരിക്കും അല്ലെങ്കിൽ ഓക്സിജൻ ആയിരിക്കും പോയി ജോയിൻ ചെയ്യുന്നത്. ഓക്സിജൻ അല്ലേ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഓക്സിജന്റെ കണക്ഷൻ ഉണ്ട് എന്നുള്ളതും ക്ലിയർ ആയി. ഇനി നമുക്ക് ഓക്സിജൻ പോയി അറ്റാക്ക് ചെയ്യിച്ചാൽ മതി. ഇങ്ങനെ അനലൈസ് ചെയ്യാം. എടാ, ഓക്സിജൻ പോയി അറ്റാക്ക് ചെയ്യിക്കുമ്പോഴേ നിങ്ങൾ ആദ്യം
ഇലക്ട്രോൺ റിച്ച് ഏതാ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ഏതാന്ന് തീരുമാനിക്കണം. ബിക്കോസ് ദ റിയാക്ഷൻ ഓൾവേസ് ഹാപ്പൻസ് ഫ്രം ഇലക്ട്രോൺ റിച്ച് ടു ഡെഫിഷ്യന്റ്. ശരിയല്ലേ? നമുക്കിവിടെ തന്നിരിക്കുന്നതില് CHO എന്ന് തന്നത് കൊണ്ട് ആ കാർബൺ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് അല്ലേ? അപ്പൊ ഇലക്ട്രോൺ റിച്ച് ആയിരിക്കുന്നതല്ലേ ഈ ഓക്സിജനെ പറയാൻ കഴിയുക. സോ ദിസ് ഈസ് ദി പോസിബിൾ അറ്റാക്ക് ഹിയർ. അപ്പൊ ഇവിടുന്ന് ഈ ഓക്സിജൻ വന്ന് ഈ CHOയിലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ എഴുതി നോക്കിയേ. ദർ ഇസ് എ മീഥൈൽ ഗ്രൂപ്പ്, മീഥൈൽ ഗ്രൂപ്പ്, മീഥൈൽ ഗ്രൂപ്പ്. ദെൻ യു ഹാവ് CHO എന്നുള്ളത് O- ആയിട്ട് മാറി. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഓക്സിജൻ വന്നിരിക്കണം. ഓക്സിജൻ where there is a carbon, COOH, CH3, methyl group and methyl group. ഇതാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ കണക്ഷൻ ആയി. അറ്റാക്കിംഗ് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. H+ ഉള്ളത് കൊണ്ട് ആ O- അടുത്ത് OH എന്നൊക്കെ നമുക്ക് എഴുതാം. സോ ദിസ് ഈസ് വാട്ട് യു ആർ ഗെറ്റിംഗ്. ഇനി ഇവർക്ക് സൈക്ലൈസേഷനുള്ള സാധ്യതയുണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? നമ്മുടെ കയ്യില് ഒരു ആസിഡിക് ഗ്രൂപ്പ് ഉണ്ട്, COOH ഗ്രൂപ്പ് ഉണ്ട്, ഒരു ആൽക്കഹോളിക് ഗ്രൂപ്പ് ഉണ്ട്. ആസിഡ് ആൽക്കഹോളും ആസിഡിക് മീഡിയത്തിൽ എപ്പോഴും എന്താ സംഭവിക്കുക? മാത്രമല്ല റിയാക്ഷൻസ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇവിടെയൊക്കെ എസ്റ്റർ ലിങ്ക് ബോണ്ടുകളൊക്കെ ഉണ്ടാവുന്നത് കാണാൻ പറ്റും അല്ലേ? അപ്പൊ നമുക്ക് കിട്ടുന്ന എന്താ? യെസ്, എസ്റ്ററിഫിക്കേഷനുള്ള സാധ്യതയാണ് H+ന്റെ പ്രസൻസിൽ. എസ്റ്ററിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ H2O നിങ്ങൾ എലിമിനേറ്റ് ചെയ്യും. അങ്ങനെ H2 എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നത് നോക്കിയേ. മീഥൈൽ, 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 CHO, CO, then there is അല്ലേ? മീഥൈൽ, മീഥൈൽ. അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്നത് 5 മെമ്പേർഡ് റിംഗ് അല്ലേ? 5 മെമ്പേർഡ് റിംഗ് കിട്ടും. 5 മെമ്പേർഡ് റിംഗിൽ എസ്റ്റർ എന്ന് മാത്രം ആലോചിച്ചാൽ നിങ്ങൾക്ക് ഓപ്ഷൻ 2 ആണ് ആൻസർ എന്ന് പറഞ്ഞൂടെ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എസ്റ്ററിഫിക്കേഷൻ നടക്കണമെന്ന് തിരിച്ചറിയുന്നു ആൻഡ് ദാറ്റ് ഫോംസ് എ സൈക്ലിക് കോമ്പൗണ്ട്. എങ്കിൽ ഒറ്റ ഓപ്ഷനേ പറയാനുള്ളൂ. അങ്ങനെ ഇപ്പൊ നമ്മൾ എക്സാം ഹാളിൽ നിന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അയ്യോ ഇതൊന്നും നമ്മൾ പഠിക്കാത്ത ടൈപ്പാണ്. നല്ല ഓപ്ഷൻസിൽ, പ്രത്യേകിച്ച് ഓർഗാനിക്കിൽ കെയർഫുൾ അനാലിസിസ് ഓഫ് ഓപ്ഷൻസ് എപ്പോഴും നിങ്ങൾക്ക് പ്രോഡക്റ്റ് പ്രൊഡിക്ഷന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് അത് എപ്പോഴും ശ്രദ്ധിക്കണേ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻ ദ ഹയസ്റ്റ് ഒക്യുപ്പൈഡ്? അതെ അതെ, ഓപ്ഷൻസ് വെച്ചിട്ടാണ് നമുക്ക് മനസ്സിലായത്. ഷിഫ, what is the number of unpaired electrons in the highest occupied molecular orbital of the following species? Number of unpaired electrons ഓരോന്നിലും പറയണം. അപ്പൊ നമ്മൾ MOT പഠിക്കുന്ന സമയത്ത് നൈട്രജൻ അത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. നൈട്രജനിലെ ടോട്ടൽ 14 ഇലക്ട്രോണുകൾ ഉണ്ട്. മാത്രമല്ല നൈട്രജൻ N ട്രിപ്പിൾ ബോണ്ട് N ആണ് ആൻഡ് ദാറ്റ് ഈസ് ഡയാമാഗ്നറ്റിക്. ഡയാമാഗ്നറ്റിക് എന്ന് പഠിക്കുമ്പോൾ തന്നെ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 0 ആണെന്നുള്ളത് ക്ലിയറാ. അപ്പൊ നൈട്രജനിൽ 0 വരണം. ബാക്കി 2 ഓപ്ഷൻസ് നമ്മൾ കട്ട് ചെയ്യുന്നു. എലിമിനേഷൻ ഓഫ് ഓപ്ഷൻസ്. നൈട്രജൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം നമുക്ക്? നൈട്രജൻ കഴിഞ്ഞു. അടുത്തത് N2+ ആ. N2+ എന്ന് പറഞ്ഞാൽ നൈട്രജനിൽ നിന്ന് 1 ഇലക്ട്രോണുകൾ റിമൂവ് ചെയ്തു. 14 ഇലക്ട്രോൺ എന്നത് 13 ഇലക്ട്രോൺ ആയിട്ട് മാറി. 1 ഇലക്ട്രോൺ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും, മാത്രമല്ല ഓഡ് ഇലക്ട്രോൺസ് എല്ലാം പാരാമാഗ്നറ്റിക് ആണ്. അപ്പൊ രണ്ടാമത്തെ ആളുടെ കേസിൽ നിങ്ങൾ പ്രത്യേകിച്ച് നോക്കേണ്ടതില്ല. അത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 1 ആണെന്നുള്ളത് ഓപ്ഷനിലുണ്ട്. അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അടുത്തത് നോക്കിയാൽ മതി. O2. ഓക്സിജൻ O2 എടുത്താൽ 16 ഇലക്ട്രോണുകളാണ് O2ന്റെ കേസിലുള്ളത്. അവിടെ ഓക്സിജൻ ആണല്ലോ. ഓക്സിജൻ ഡബിൾ ബോണ്ട് ഓക്സിജൻ ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ പാരാമാഗ്നറ്റിക്. കാരണം അവിടെ നമുക്ക് 2 അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആന്റി ബോണ്ടിങ്ങിൽ അൺപെയർഡ് ഇലക്ട്രോണുകൾ വന്നിട്ട് അത് പാരാമാഗ്നറ്റിക് ആയിട്ട് മാറുന്നു. യു റിമെമ്പർ? സോ 1 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരും. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. MOTയിൽ നിന്ന് കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്നുള്ള ചോദ്യം ഒന്നിലധികം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരേ പേപ്പറിൽ കാണാൻ പറ്റും. സെക്ഷൻ എയിലും സെക്ഷൻ ബിയിലും ആയിട്ട്. അതിലേതെങ്കിലും ഒന്ന് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനോ ഷേപ്പ് കണ്ടുപിടിക്കാനോ ഉള്ളതായിരിക്കും. മറ്റൊന്ന് ഇതേപോലെ MOTയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, അല്ലെ ബോണ്ട് ഓർഡർ, ബോണ്ട് ലെങ്തിനോ ആയിട്ടുള്ള ചോദ്യം. അതുകൊണ്ട് അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. What is the total number of lone pairs of electrons on oxygen atoms of ozone? ഓക്സിജൻ ആറ്റംസ് ഓഫ് ഓസോണിലുള്ള ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺ എത്രയാണ്? എങ്കിൽ നിങ്ങൾ ഇതിന്റെ ഓസോണിന്റെ സ്ട്രക്ചർ വരക്കണ്ടേ? ഓസോണിന്റെ സ്ട്രക്ചർ വരക്കണം. ഇപ്പൊ ഓക്സിജൻ 3 ഓക്സിജൻ വേണം. അതിൽ തന്നെ 1, 2, 3, 4 ഒരാൾക്ക് ഡബിൾ ബോണ്ട് ഉണ്ട്.
അപ്പൊ അടുത്തയാൾക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ എങ്ങനെയായിരുന്നു? ദർ ഇസ് എ കോർഡിനേറ്റ് ബോണ്ട്. ഇതാണ് ഓസോണിന്റെ സ്ട്രക്ചർ. എങ്ങനെ ചെയ്ത്? നിങ്ങൾ 2 ഓക്സിജനെ വരച്ചു. ഓക്സിജൻ ഡബിൾ ബോണ്ട് O ആ. ഓക്സിജന് ചുറ്റും 6 ഇലക്ട്രോണുകൾ വേണം. അതിൽ 2 ഇലക്ട്രോൺ ഡബിൾ ബോണ്ടായി. അപ്പൊ മൂന്നാമത്തെ ഓക്സിജൻ അല്ലെ ഒന്നിനും വയ്യാതെ അവിടെ ഇരിക്കുകയാണ്. അയാൾക്കും 2 എണ്ണം കിട്ടണമായിരുന്നു. പക്ഷെ ബാക്കിയുള്ളവർക്ക് ഒക്ടറ്റ് കംപ്ലീറ്റും ചെയ്തു. ദർ ഇസ് എ കോർഡിനേറ്റ് ബോണ്ട് ഫോർമേഷൻ. സോ 1 2 3 4 5 6. ദ നമ്പർ ഓഫ് ലോൺ പെയേഴ്സ് ഈസ് 6. 6 ആണ് ലോൺ പെയേഴ്സ് ആയിട്ട് നമ്മൾ പറയാം. 6. യെസ്. According to MO theory, bond orders for O2 2- CO NO+ respectively. നേരത്തെ ചോദ്യത്തിൽ നിങ്ങൾ 12 എന്ന് എഴുതരുത്. ലോൺ പെയറുകളാണ്. ഇലക്ട്രോണുകളുടെ എണ്ണമേ 12 എഴുതാൻ പാടുള്ളൂ. ലോൺ പെയേഴ്സ് എന്ന് പറഞ്ഞതുകൊണ്ട് 6 ആണ്. According to MO theory, the bond orders for O2 2- CO and NO+ respectively are. ഓക്സിജന്റെ കേസിൽ നമുക്ക് 16 പേരുണ്ട്. O2 2- എന്ന് പറഞ്ഞാൽ 18 ഇലക്ട്രോൺ ആണ്. പെറോക്സി ലിങ്കേജ് നമുക്കറിയാം. പെറോക്സി ലിങ്കേജിന്റെ പ്രത്യേകത അവരുടെ ബോണ്ട് ഓർഡർ 1 ആണ്. O2 2- ബോണ്ട് ഓർഡർ 1. അപ്പൊ 4ാമത്തെ ഓപ്ഷൻ പോയി. എപ്പോഴും ഇങ്ങനെ ചെയ്യണം. നിങ്ങൾക്ക് കളയാൻ പറ്റുന്ന ഓപ്ഷൻസ് അങ്ങ് ഇല്ലാണ്ടാക്കുക. അടുത്ത നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ആരാ? CO. കാർബൺ 6, ഓക്സിജൻ 8, 14 ഇലക്ട്രോണുകളാണ്. വിച്ച് ഈസ് സിമിലർ ടു നൈട്രജൻ. നൈട്രജനെ പോലെ N ട്രിപ്പിൾ ബോണ്ട് N എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും. ബോണ്ട് ഓർഡർ നമുക്ക് 3 വരും. അപ്പൊ ആദ്യത്തെ 1ഉം രണ്ടാമത്തത് 3ഉം. അതോടെ ഓപ്ഷൻ 3 ക്യാൻസൽ ആയി. നെക്സ്റ്റ് NO+. നൈട്രജൻ 7 ആണ്, ഓക്സിജൻ 8 ആണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ 1 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ നമുക്ക് 14 ഇലക്ട്രോണുകൾ കിട്ടി. 14 ഇലക്ട്രോൺ ആണെങ്കിൽ ബോണ്ട് ഓർഡർ 3 ആണ്. ബിക്കോസ് ദാറ്റ് ഈസ് ഓൾസോ സിമിലർ ടു നൈട്രജൻ N2. അങ്ങനെ ഓപ്ഷൻ 1 നമുക്ക് പറയാം. യെസ്. നെക്സ്റ്റ്, for OF2 molecule, consider the following. A, B, C, D, E എന്നിങ്ങനെ 4 ആൾക്കാരെ നമുക്ക് തന്നിട്ടല്ല, 5 പേരെ തന്നു. Number of lone pairs on oxygen is 2. FOF angle is less than 104.5. Oxidation state of oxygen is -2. Molecule is bent V-shaped. Molecular geometry is linear. കറക്റ്റ് ഓപ്ഷൻസ് ആണ്. കറക്റ്റ് ഓപ്ഷൻസ് 3 എണ്ണം വേണം. അത് 4 ഓപ്ഷൻ ക്ലിയർ ആ. 3 ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് വേണം ഉറപ്പാ. നമ്പർ ഓഫ് ലോൺ പെയർസ് ഓഫ് ഓക്സിജൻ ഇസ് 2. OF2 മോളിക്യൂളിനെ വരക്കണം. നമ്മൾ എങ്ങനെയാണ് അതിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഒക്കെ കണ്ടുപിടിച്ച രീതി നിങ്ങൾക്ക് അറിയാം. സെൻട്രൽ ആറ്റത്തിന്റെ വാലൻസ് ഇലക്ട്രോണുകളെ കണ്ടുപിടിക്കുന്നു. മോണോവാലന്റ് സറൗണ്ടിങ് ആറ്റംസ് എടുക്കുന്നു /2. അപ്പൊ നമുക്ക് ഇവിടെ 4 വരും. 4 എണ്ണത്തില് 2 ഫ്ലൂറിനേ ഉള്ളൂ. അപ്പൊ 2 ലോൺ പെയറും 2 ബോണ്ട് പെയറും ആയിരിക്കും. 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും ആയിരിക്കും. സോ നമ്പർ ഓഫ് ലോൺ പെയർസ് ഇൻ ഓക്സിജൻ 2 എന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. എ ഈസ് കറക്റ്റ്. FOF ബോണ്ട് ആംഗിൾ ഈസ് ലെസ് ദാൻ 104.5. വാട്ടറിന്റെ ബോണ്ട് ആംഗിൾ ആണ് 104.5 എന്ന് നമ്മൾ പഠിച്ചത്. FOFന്റെ ബോണ്ട് ആംഗിൾ 104.5 ആണോ, 104 ആണോ, 101 ആണോ, 110 ആണോ എന്ന് നമുക്ക് ഷുവർ അല്ല എന്ന് വിചാരിക്കാം. അപ്പൊ അത് ഷുവർ അല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്തയിലേക്ക് നമുക്ക് പോവാം. അടുത്ത് നോക്കിയിട്ട് തീരുമാനിച്ചാൽ മതി. ബിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് നോക്കാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഓക്സിജൻ ഇസ് -2. OF2 ഫ്ലൂറിൻ ആണ് -1. 2 ഫ്ലൂറിൻ -2. ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 അല്ലേ? അതോടെ മൂന്നാമത്തത് തെറ്റായി. അപ്പൊ സി ഒരിക്കലും വരാൻ പാടില്ല. സി എന്നൊരു ഓപ്ഷൻ വരാനേ പാടില്ല. കാരണം സി ഇൻകറക്റ്റ് ആണെന്ന് ഷുവർ ആണ്. മോളിക്യൂൾ ഈസ് വി ഷേപ്ഡ്, ആംഗുലാർ ആണ്. മോളിക്യൂൾ ജിയോമെട്രി ലീനിയർ എന്നത് തെറ്റാണ്. ഇയും വരാൻ പാടില്ല. അതോടെ ഓപ്ഷൻ 4 മാത്രമല്ലേ ഉള്ളൂ. വിച്ച് ഇൻഡിക്കേറ്റ്സ് ബി വാസ് കറക്റ്റ്. FOF ബോണ്ട് ആംഗിൾ ഈസ് ലെസ് ദാൻ 104.5 ആണ്. സ്മോളർ ആറ്റംസ് ആയതുകൊണ്ട് കുറച്ചുകൂടി അടുത്തേക്ക് വന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഓപ്ഷൻ 4 ആണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, എല്ലാ നിങ്ങൾക്ക് JEE ചെയ്യുന്ന സമയത്തും ഒരുപക്ഷെ എല്ലാ സ്റ്റേറ്റ്മെന്റിന്റെയും മീനിങ് അറിയണമെന്നോ അല്ലെങ്കിൽ അത് ഷുവർ ആണെന്നോ ഉറപ്പില്ലെങ്കിൽ പോലും എലിമിനേഷൻ മെത്തേഡിലൂടെ നിങ്ങൾക്ക് പലതിന്റെയും ആൻസർ ചെയ്യാം. കെയർഫുൾ ഒബ്സർവേഷൻ ചെയ്താൽ മതി. ഓക്കെ, ഇനി കറക്റ്റ് ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം നമുക്ക് തന്നിട്ടുണ്ട്. കറക്റ്റ് ആയിരിക്കുന്നവരെ നിങ്ങൾ പറയണം. ലോൺ പെയേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
IF7 എടുത്തു, ഇലക്ട്രോൺ പെയറുകൾ കണ്ടുപിടിക്കുന്നു. സെൻട്രൽ ആറ്റം അയോഡിൻ ആണ്, അയോഡിന്റെ വാലൻസ് ഇലക്ട്രോൺ 7 + 7/2. സോ യു ഗെറ്റ് 7 ആണ്. അതിൽ 7 ബോണ്ട് പെയർ വന്നു, 0 ലോൺ പെയർ. അപ്പൊ IF7 നമുക്ക് 0 വരണം, A നമുക്ക് 4 വരണം. അതോടെ 1ഉം 3ഉം ക്യാൻസൽ ആയി. B ഇനി ചെക്ക് ചെയ്യുന്നു. ICl4-. അയോഡിൻ സെൻട്രൽ ആറ്റം 7, ചുറ്റും 4 ക്ലോറിൻ പ്ലസ് ആനയോണിൽ വരുന്ന ചാർജ് വരുന്നില്ല. എയും ബിയും കറക്റ്റ് ആയിട്ട് ചെയ്താൽ തന്നെ നമുക്ക് ഇത് പറയാൻ വേണ്ടി പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾ അനലൈസ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഡയറക്ഷൻസ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ബോണ്ടിങ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ബേസിക്കലി പ്രഡിക്ഷനിൽ ഉദ്ദേശിക്കുന്നതും ദർ ഇസ് ഹൈ പ്രോബബിലിറ്റി ഓഫ് ദീസ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ കേട്ടോ. കൂടുതൽ ഈ ടൈപ്പ് ചോദ്യങ്ങൾക്കുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ പ്രഡിക്ഷനിൽ ഉദ്ദേശിക്കുന്നത്. റെഡി? യെസ്. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതിന് സിമിലർ ആയിരിക്കുന്ന ചോദ്യമാണ്. വി ജസ്റ്റ് സ്കിപ്പ് ദാറ്റ് ആൻഡ് നൗ ലെറ്റ് us see this. ഇതൊരു ഡയറക്റ്റ് ചോദ്യമാണ്. നോക്കിയേ, ഫൈൻഡ് ഔട്ട് ദി മേജർ പ്രോഡക്ട്സ് ഫ്രം ദി ഫോളോയിങ് റിയാക്ഷൻ. ഈ റിയാക്ഷൻ ഭയങ്കര എളുപ്പമാണ്. 2 റിയാക്ഷൻസ് തന്നിരിക്കുന്നു. ഇത് നിങ്ങൾ 2023 തന്നെ കണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. മാർക്കോവ് നിക്കോസ് അഡീഷനുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഡബിൾ ബോണ്ടിലേക്ക് ആഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മൾ ലാസ്റ്റ് ഡേ HOCl-ന്റെ അഡീഷനാണ് നമ്മൾ പറഞ്ഞേ. ഇവിടെ ഏതായിരിക്കും എന്നുള്ളത് ഡയറക്റ്റ് നിങ്ങൾക്ക് പ്രിഡിക്റ്റ് ചെയ്യാം. ആദ്യം A എന്ന് പറയുന്ന ആളിലേക്ക് വന്നിരിക്കുന്നത് ഡബിൾ ബോണ്ട് ഉണ്ട്, ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ വിത്ത് ഓൾവേസ് ഗിവ്സ് യു വാട്ട്? ആന്റി മാർക്കോവ്സ് നിക്കോവ്സ് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ അഡീഷൻ. വാട്ടറിനെ ആന്റി മാർക്കോവ്സ് അഡീഷൻ ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഓൾവേസ്. ബി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഏത് വഴിയാണ്? HgOAc twice H2O NaBH4, ഓക്സിമെർക്കുറേഷൻ ഡീമെർക്കുറേഷൻ. ഓക്സിമെർക്കുറേഷൻ ഡീമെർക്കുറേഷനിൽ നോ റീഅറേഞ്ച്മെന്റ് പോസിബിൾ, ഇറ്റ് ഈസ് ഓൾവേസ് ഗിവ്സ് യു മാർക്കോവ് നിക്കോവ്സ് അഡീഷൻ പ്രോഡക്റ്റ്. അപ്പൊ H2O മാർക്കോവ് നിക്കോവ്സ് അഡീഷൻ ചെയ്താൽ ബി കിട്ടും, ആന്റി മാർക്കോവ് നിക്കോവ്സ് അഡീഷൻ ചെയ്താൽ എ കിട്ടും. അതിലേതായിരിക്കും? ഒന്നാമത്തെ കേസിൽ ആന്റി മാർക്കോവ്സ് അഡീഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് പ്രൈമറി ആൽക്കഹോൾ ജനറേറ്റ് ചെയ്യണം, അല്ലേ? OH നമുക്ക് ഇവിടെ വരും. സോ എയിൽ പ്രൈമറി ആൽക്കഹോൾ വരുന്ന 2 ആൾക്കാരാണുള്ളത്, 1ഉം ഉണ്ട് 3ഉം ഉണ്ട്. നോ 3യിൽ നമുക്ക് വരുന്നില്ല, 1ഉം 4ഉം വരുന്നു. ഈ 2 എണ്ണത്തിലാണ് പ്രൈമറി ആൽക്കഹോളിനെ കാണാൻ പറ്റിയത്. ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ടെർഷ്യറി ആൽക്കഹോൾ ആണ്, റൈറ്റ്? അപ്പൊ ഇതൊരു ടെർഷ്യറി ആൽക്കഹോൾ ആണ്, പക്ഷെ ഇത് പ്രൈമറി ആണ്. യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 1. അപ്പൊ മാർക്കോവ് നിക്കോസ്, യെസ്. H2ന്റെ അഡീഷൻ ചെയ്യുമ്പോൾ നേരത്തെ കാണിച്ച കാർബോകാറ്റയോൺ റീഅറേഞ്ച്മെന്റ് വഴിയുള്ള അഡീഷൻ നോർമലി നടക്കും. ഓക്സിമെർക്കുറേഷൻ ഡീമെർക്കുറേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കുന്നു. റെഡി? Let us see this. What is a major product of nitration of benzoic acid? Benzoic acid-ന്റെ നൈട്രേഷൻ ചെയ്താൽ മേജർ പ്രോഡക്റ്റ് എന്താണ്? Is it 3-nitrobenzoic acid, 2-nitrobenzoic acid, 2,4-dinitrobenzoic acid, 4-nitrobenzoic acid? എങ്ങനെ പറയും? മേജർ പ്രോഡക്റ്റ് ഫോർ ദ നൈട്രേഷൻ ഓഫ് ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡിന്റെ സ്ട്രക്ചർ വരച്ചു നോക്കുന്നു. നൈട്രേഷനിലെ നൈട്രോണിയം അയോണിനെയാണല്ലോ നൈട്രേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ഇലക്ട്രോഫൈല്. ബെൻസീൻ റിങ് പോയി നൈട്രേഷൻ ചെയ്യണം. നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണെന്നാണ് നോക്കേണ്ടത്. അത് 2-നൈട്രോ ആണോ അതോ 2,4-ഡൈനൈട്രോ ആണോ 4-നൈട്രോ ആണോ 3-നൈട്രോ ആണോ? അപ്പൊ ഇവിടെ ക്ലിയർ ആവേണ്ട കാര്യം എന്താ? നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് ദിസ് ഈസ് അഗെയിൻ എൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓൺ ദി ബെൻസീൻ റിംഗ്. ആരോമാറ്റിക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നടക്കുമ്പോൾ കൺസിഡർ COOH which is an electron withdrawing group and hence it is meta directing. Meta directing നമുക്ക് വരണമെങ്കിൽ ആൻസർ എന്താ? Your answer will be this, where you have 1, 2, 3. It will be 3-nitro benzoic acid ആണ് നമുക്ക് കിട്ടുക. 3-nitro benzoic acid.
Yes. Tell me this, the value of KB is highest in the case of. ഏതിലാണ് KB യുടെ വാല്യൂ ഏറ്റവും ഹയസ്റ്റ് ആവുക? KB. ആൻഡ് B സ്റ്റാൻഡ്സ് ഫോർ ബേസ്. KB എന്ന് പറഞ്ഞാൽ ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ്. 4 പേരുടെ പേരാ തന്നിട്ടുള്ളൂ. നിങ്ങൾ ആദ്യം അതിന്റെ സ്ട്രക്ചർ വരച്ച് നോക്കിയാൽ മതി. ഇവിടെ ഇത് ക്ലിയർ അല്ലേ? ഈ പറഞ്ഞിരിക്കുന്നതിൽ കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. COOH മെറ്റാ ഡയറക്റ്റിംഗ് ആയതുകൊണ്ടാണ് മെറ്റാ പൊസിഷനിൽ NO2 വന്നത്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനുമായിട്ട്. അത് ക്ലിയർ ആണോ ജാബിറിനും? ഓക്കെ, 1 2 3 COOH CHO ഡബിൾ ബോണ്ടുകൾ വരുന്ന സിസ്റ്റംസ് എപ്പോഴും മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അപ്പൊ ഇവിടെ ഇത് കൺസിഡർ ചെയ്യാം. KB വാല്യൂ ഹയസ്റ്റ് ഏതിലാണെന്ന് ചോദ്യം. ഒന്ന് പാരാമീഥോക്സി അനിലിൻ. അനിലിൻ നമ്മൾ വരച്ചു, പാരയിൽ മീഥോക്സി. ദിസ് ഈസ് 1. പാരാക്ലോറോ അനിലിൻ. അനിലിനില് പാരയില് ക്ലോറിൻ വരച്ചു. പാരാ നൈട്രോ അനിലിൻ. പാരയില് നൈട്രോ. ആൻഡ് യു ഹാവ് പാരാമീഥൈൽ അനിലിൻ. KB ആണ് ചോദ്യം. KB എന്ന് പറയുന്നത് ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, KB കൂടുതൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിസിറ്റി, ബേസിക് ക്യാരക്ടർ കൂടുതൽ എന്നാണ് അർത്ഥം. നമുക്ക് തന്നിരിക്കുന്നത് എല്ലാം ബേസിക് ആയിരിക്കുന്ന അമീൻ സിസ്റ്റം ആണ്. അമീൻ സിസ്റ്റംസ് ബേസിക്കാ, ലോൺ പേയേഴ്സ് ഉള്ളത് കൊണ്ട്. അപ്പൊ ലോൺ പേയേഴ്സ് ഉള്ളത് കൊണ്ട് ബേസിക്കാ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണേ, അസിഡിക് ക്യാരക്ടറിന് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആവശ്യം. ബേസിക് ക്യാരക്ടർ കൂടുന്നത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടാകുമ്പോഴാണ്. KB കൂടണം, ബേസിക് ക്യാരക്ടർ കൂടണം, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ വേണം. ഒന്നാമത്തതില് പാരാ പൊസിഷനിൽ OCH3 റെസനൻസ് വഴി ഡൊണേറ്റിംഗ് ആണ്. ക്ലോറിൻ പക്ഷെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. NO2 ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. CH3 ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. 2 ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്, 1ഉം 4ഉം. അതിൽ തന്നെ ഏറ്റവും ഡൊണേറ്റിംഗ് ഏതാ? OCH3 പാരയിൽ വന്നു കഴിഞ്ഞാൽ റെസനൻസ് ഡൊണേഷൻ ആണ് അവിടെ, വിച്ച് ഈസ് ഡോമിനന്റ്. സോ 1 ആയിരിക്കും ഏറ്റവും ഡോമിനേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാണ് ഹൈപ്പർ കോൺജുഗേഷൻ വഴി വരുന്ന CH4ന്റെ ഡൊണേഷൻ വരുള്ളൂ. പിന്നെ നമുക്ക് വിഡ്രോയിങ് ഗ്രൂപ്പുകൾ ഉണ്ട് 2 എണ്ണം, ക്ലോറിനും NO2. അതിൽ NO2 ഭയങ്കര വിഡ്രോയിങ് ആ, അത് ലാസ്റ്റ് വരുള്ളൂ. വിഡ്രോയിങ് ഗ്രൂപ്പ് നമുക്ക് വേണ്ട, ഡൊണേറ്റിംഗ് ആ വേണ്ടത്. സോ യുവർ ഓർഡർ വിൽ ബി 1 4 2 3 എന്നാണ് നമുക്ക് ഓർഡർ വരിക. ഏറ്റവും കൂടുതൽ ബേസിക് ക്യാരക്ടർ കാണിക്കുന്നത് 1 ആണ്. തെറ്റിപ്പോവരുത്, 1 ആണ്. അപ്പൊ അസിഡിക് എപ്പോഴും ചെയ്ത് ബേസിക്കിലേക്ക് വരുന്ന സമയത്ത് തെറ്റിപ്പോവരുത്. ഈസ് ദി കോൺസെപ്റ്റ് ക്ലിയർ? അമീൻസ് അല്ലെങ്കിൽ അനിലിൻ സിസ്റ്റംസിനെ കൺസിഡർ ചെയ്യുമ്പോൾ യു നീഡ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് സോ ദാറ്റ് ഇറ്റ് ഇൻക്രീസസ് ദി ബേസിക് ക്യാരക്ടർ. ഇലക്ട്രോണിനെ കൊടുക്കാനുള്ള കഴിവിനെയാണ് ബേസിക് ക്യാരക്ടർ എന്ന് പറയാം. അതുകൊണ്ടാണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ വേണമെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, റെഡി? അല്ല, ലോവസ്റ്റ് ബേസിസിറ്റി അല്ല നമ്മൾ നോക്കേണ്ടത്, KB അല്ലേ ചോദ്യം. KA കൂടുമ്പോ അസിഡിക് ക്യാരക്ടറാ കൂടുക. അപ്പൊ KB കൂടുമ്പോ ബേസിക് ക്യാരക്ടർ കൂടുതൽ പറയണം. ക്ലിയർ ആണോ? അടുത്തത് പാരാക്ലോറോ അനിലിൻ. അതെ, PKB ആണ്, നേരെ തിരിച്ച്. അതെ അതെ അതെ. അപ്പൊ ഇത് പറഞ്ഞ പാരാക്ലോറോ അനിലിൻ ആൻഡ് അനിലിനിയം ഹൈഡ്രോക്ലോറൈഡ് ക്യാൻ ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ബൈ. പാരാക്ലോറോ അനിലിൻ, അനിലിൻ വരച്ചിട്ട് പാരയിൽ ക്ലോറിൻ കൊടുക്കുക. ആൻഡ് അനിലിനിയം ഹൈഡ്രോക്ലോറൈഡ്, അനിലിൻ ഇതാണ്, അനിലിനിയം ഹൈഡ്രോക്ലോറൈഡ് ഇതാണ് സിസ്റ്റം. നമ്മൾ ഇവരെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് എങ്ങനെയാണ്? സാൻമേയേഴ്സ് റിയാക്ഷൻ, NaCl, AgNO3, ഹോഫ്മാൻ ബ്രോമമൈഡ് റിയാക്ഷൻ. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ ഒക്കെ അമൈഡുകൾക്കാണ്, നമുക്കത് ഇവിടെ എന്തായാലും പറയാൻ കഴിയില്ല. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ നമ്മൾ അമൈഡുകൾക്കല്ലേ പറയാ. CONH2നെ നമ്മൾ CO മാറ്റിയിട്ട് RNH2 ആക്കി മാറ്റുന്നത്. ഇവിടെ അത് പറ്റില്ല, CONH2 ഗ്രൂപ്പ് ഇല്ല. പിന്നെ എന്താ ചെയ്യാ? ഡിസ്റ്റിംഗ്വിഷ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഒരാളെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുക? ഒരാൾ ഒരു റിയാക്ഷൻ തരണം, മറ്റേയാൾ ഒരു റിയാക്ഷൻ തരാൻ പാടില്ല. അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് ഉണ്ടാവണം, വല്ല ബബിൾസ്, എഫർവസൻസ് ഉണ്ടാവണം, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുക, ഹൈഡ്രജൻ ഗ്യാസിന്റെ ബബിൾസ് ഉണ്ടാവുക, അങ്ങനെ തിരിച്ചറിയാൻ പറ്റണം. അല്ലെങ്കിൽ പ്രിസിപ്പിറ്റേറ്റ് ഉണ്ടാവണം.
precipitate തരണം. ഒരാൾ precipitate തരുന്നു, മറ്റേയാൾ precipitate തരുന്നില്ല. കളർ ചേഞ്ചുകൾ, അങ്ങനെ പല രീതിയിലാണ് നമുക്കിത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ഒന്നിൽ സോല്യുബിൾ ആയിരിക്കണം, മറ്റതിൽ ഇൻസോല്യുബിൾ ആയിരിക്കണം, ഇങ്ങനെയുള്ളത്. സാൻഡ് മേയേഴ്സ് റിയാക്ഷൻസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം ഇതിനെ ഡയസർട്ടൈസേഷൻ ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞ് നമുക്ക് നൈട്രജൻ ഗ്യാസിനെ എലിമിനേറ്റ് ചെയ്യാം. ഇത് രണ്ടിലും ഓക്കെയാണ്. NaCl AgNO3, നമ്മൾ ഇതിലേക്ക് NaCl കൊടുത്തു കഴിഞ്ഞാൽ ക്ലോറിൻ ആണല്ലോ. NaCl Cl വലിയ എഫക്റ്റ് ഒന്നുമില്ല, കാരണം ഒരേ അയോൺ ആണ് ഉള്ളത്. ഞാൻ AgNO3 കൊടുത്തു കഴിഞ്ഞാൽ ക്ലോറിൻ അവൈലബിൾ ആണെങ്കിൽ അത് AgCl തരും, ക്ലോറിൻ അവൈലബിൾ അല്ലെങ്കിൽ AgCl തരില്ല. പക്ഷെ AgCl തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിസിപ്പിറ്റേറ്റ് ഉണ്ടാവും. AgCl റിയാക്ട് ചെയ്യും അല്ലേ, ചെയ്തിട്ട് AgCl കിട്ടിയാൽ പ്രിസിപ്പിറ്റേറ്റ് ഉണ്ടാവും. സോ ദി ഐഡിയ ഈസ് ടു ചെക്ക് വെദർ ദർ ഇസ് എ പ്രിസിപ്പിറ്റേറ്റ് ഫോർമേഷൻ ഓർ നോട്ട്. സാൻഡ് മേയേഴ്സിൽ നൈട്രജൻ ഗ്യാസിന്റെ എലിമിനേഷൻ രണ്ടിലും ഉണ്ടെങ്കിൽ രണ്ടിലും ബബിൾസ് ആ. NaCl നോ പർട്ടിക്കുലർ ചേഞ്ച് വിൽ ബി ഹാപ്പനിങ്. AgNO3 നിങ്ങൾ നോക്കിയേ, AgNO3 ആദ്യത്തതിൽ കൊടുത്താൽ AgCl ഉണ്ടാവോ? ഇല്ല. ഈ ക്ലോറിനെ ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല, കാരണം ഈ ക്ലോറിൻ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന കാർബോകാറ്റോൺ സ്റ്റേബിൾ അല്ലല്ലോ. ഫീനൈൽ കാർബോകാറ്റോൺസ് ആർ നെവർ ഫോംഡ്, ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് ദർ ഇസ് നോ AgCl ആൻഡ് ദർ ഇസ് നോ പ്രിസിപ്പിറ്റേറ്റ്. രണ്ടാമത്തെ കേസിലാണ് നിങ്ങൾ AgNO3 കൊടുക്കുന്നതെങ്കിൽ നമുക്ക് Cl- അവൈലബിൾ ആണോ? യെസ്, കാരണം Cl- ഈസ് നോട്ട് ബോണ്ടഡ് ടു ബെൻസീൻ റിംഗ്. Cl- അയോണുകളായിട്ട് ഓടിച്ചാടി നടക്കുകയാണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? നമുക്ക് AgClന്റെ ഫോർമേഷൻ ഉണ്ടാവും. AgCl പ്രിസിപ്പിറ്റേറ്റ് തന്നു, ഒരാൾ പ്രിസിപ്പിറ്റേറ്റ് തരുന്നു, മറ്റേയാള് പ്രിസിപ്പിറ്റേറ്റ് തരുന്നില്ല. അങ്ങനെയാണ് നമുക്ക് AgNO3 എന്ന ആൻസർ എഴുതാൻ വേണ്ടി പറ്റുക. റെഡി. അടുത്തത് RCH2CH2OH. RCH2CH2OH can be converted into RCH2CH2COOH. The correct sequence of the reagent should be. correct sequence പറയണം. നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷനും പ്രോഡക്റ്റുകളും നോക്കുക. RCH2CH2, RCH2CH2, പിന്നെ ഒരു COOH. അപ്പൊ കാർബൺ എക്സ്ട്രാ ഉണ്ട്. ഞാനൊരു എക്സ്ട്രാ കാർബണിന് എന്തായാലും കൊടുക്കണം. ഓപ്ഷൻസിൽ നിന്നും അത് CN ആണ് എന്ന് തിരിച്ചറിയാൻ പറ്റും അല്ലേ. KCN ഉണ്ട്, KCN, HCN, KCN, CN ആണെന്ന് അറിയാം. അപ്പൊ CN- എന്തായാലും കൊടുക്കേണ്ടതുണ്ട്. യെസ്. നൗ വാട്ട് വിൽ യു ഡു? നിങ്ങൾക്ക് ഡയറക്റ്റ് OHലേക്ക് CN കൊടുക്കാൻ കഴിയില്ല. എപ്പോഴും ക്ലോറിനേഷൻ, ആൽക്കഹോളുകളെ ഒന്നുകിൽ നിങ്ങൾ വാട്ടർ ആയിട്ട് എലിമിനേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ക്ലോറിനേഷൻ ചെയ്യണം. സോ ദാറ്റ് യു ഗെറ്റ് RCH2CH2Br. ദാറ്റ് ഈസ് ഓക്കെ. PBr3 കൊടുക്കാം ആദ്യം. അപ്പൊ PBr3 കൊടുത്തപ്പോ നമുക്ക് RCH2CH2Br കിട്ടി. ഫൈൻ. ഇനി ഞാൻ ഇതിലേക്ക് CN കൊടുക്കണ്ടേ? ആൻഡ് ഇറ്റ് ഷുഡ് ബി KCN. അയോണിക് സിസ്റ്റം കൊടുക്കണം. KCN കൊടുത്തു കഴിഞ്ഞാൽ CN- നല്ലൊരു ന്യൂക്ലിയോഫൈലാണ്, ഓടി വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പൊ CN- വരുന്നു, Br എലിമിനേറ്റ് ചെയ്യുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു, SN നടന്നു. ആൽക്കൈൽ ഹാലൈഡുകളിൽ SN നടത്താൻ എളുപ്പമാണ്. അപ്പൊ SN റിയാക്ഷൻ നടന്നുകൊണ്ട് എനിക്കിതിനെ RCH2CH2CN എന്ന് എഴുതാം. ഇനി എന്താ ചെയ്യാം? ഇനി നമുക്ക് ഇതിനെ COOH ആക്കണം. റിഡക്ഷൻ നടത്തുമോ? അപ്പൊ PBr3 ഓക്കെ ആണ്. എപ്പോഴും ആൽക്കഹോളുകളെ വേറെ എന്തെങ്കിലും കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ ആൽക്കൈൽ ഹാലൈഡാക്കി കൺവേർട്ട് ചെയ്യണം. അത് മനസ്സിലുണ്ടാവണം കേട്ടോ. അപ്പൊ ആൽക്കൈൽ ഹാലൈഡാക്കി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ കാർബൺ വേണ്ടത് കൊണ്ട് KCN കൊടുത്തു. അതിനുശേഷം ഓക്സിഡേഷൻ, ഹൈഡ്രോളിസിസ് നടത്തോ, റിഡക്ഷൻ നടത്തോ? ഹൈഡ്രോളിസിസ് ആണ് നടത്തുന്നതെങ്കിൽ RCH2CH2CN ഹൈഡ്രോളിസിസ് ആണ് ചെയ്യുന്നതെങ്കിൽ ദർ ഇസ് ബോണ്ട് ബ്രേക്കിംഗ് ആൻഡ് ദാറ്റ് ഗിവ്സ് യു RCOOH. അതാണ് നമുക്ക് ആവശ്യം. നിങ്ങൾ ഇതിലേക്ക് റിഡക്ഷൻ ആണ് ചെയ്യുന്നതെങ്കിലോ നമുക്ക് അമീനല്ലേ കിട്ടുക, RCH2CH2CH2NH2 കിട്ടുക. നമുക്ക് ആസിഡ് കിട്ടണം. സോ യുവർ ആൻസർ വിൽ ബി 1. 1 ആണ് നമുക്കിതിൽ ആൻസർ ആയിട്ട് കിട്ടുക. 1. From Gabriel thalamide synthesis, which amine is not formed? Gabriel thalamide synthesis ഏത് അമീനാണ് ഫോം ചെയ്യാത്തത്? താലിമൈഡ് ഒക്കെ നമ്മൾ ആദ്യം ഉണ്ടാക്കിയിട്ട് അല്ലേ? നമ്മൾ അതിലേക്ക് എന്താ ചെയ്യുന്നത്? ഒരു ആൽക്കൈൽ ഹാലൈഡ് കൊടുത്ത് ബാക്ക് സൈഡിൽ നിന്നൊക്കെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെയാണ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് നമ്മൾ ചെയ്തത്.
അപ്പൊ ഇത് ചെയ്യുമ്പോൾ N ആൽക്കൈൽ താലിമൈഡ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. എന്നിട്ട് പിന്നെ നമ്മൾ അതിനെ ഹൈഡ്രോളൈസ് ഒക്കെ ചെയ്യുമ്പോഴാണ് RNH2 എന്ന പ്രൈമറി അമീൻസിനെ നമുക്ക് കിട്ടുക. അപ്പൊ ഇതിൽ ഏതാണ് ഗബ്രിയൽ താലിമൈഡ് സിന്തസിസ് വെച്ച് ചെയ്യാൻ പറ്റാത്തത്? ആരോമാറ്റിക് അമീൻസ് കനോട്ട് ബി സിന്തസൈസ്ഡ്. ആരോമാറ്റിക് അമീൻസിന്റെ പ്രത്യേകത എന്താ? ബാക്ക് സൈഡ് അറ്റാക്ക് ആരോമാറ്റിക്കിൽ പോസിബിൾ അല്ലല്ലോ. പിന്നിൽ നിന്ന് വന്ന് കുത്താൻ നമുക്ക് ഒരിക്കലും പറ്റൂല. പിന്നിൽ നിന്ന് വന്ന് കുത്താൻ പറ്റൂല. എന്തുകൊണ്ടാ? അവിടെ പൈ ഇലക്ട്രോൺ ക്ലൗഡ് ഉണ്ട്. സോ ആരോമാറ്റിക് ആയിരിക്കുന്ന ആൾക്കാരെയാണ് നമുക്കതിൽ പ്രിപ്പയർ ചെയ്യാൻ കഴിയാത്തത്. ഓക്കെ, ആരോമാറ്റിക് ആയിരിക്കുന്ന ആൾക്കാരെ. റെഡി? സീ ദിസ് ക്വസ്റ്റ്യൻ. ഇതല്ല, that is your physics question. Okay, yes, this question. ഇത് നോക്കിയേ. A current of 2 amperes was passed through solutions of copper sulfate and AgNO3. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനും AgNO3 സൊല്യൂഷനും നമ്മൾ എടുത്തു. ഈ രണ്ടിലും നമ്മൾ പാസ് ചെയ്യുന്ന കറണ്ട് 2 ആംപിയർ കറണ്ട് ആണ്. 0.635 gram of copper was deposited. Then what is the weight of silver deposited? എത്ര സിൽവർ ആയിരിക്കും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്? ഒരേ കറണ്ട് ആണ് പാസ് ചെയ്തത്. അപ്പൊ ഒരേ സമയത്തേക്കൊക്കെ ആയിരിക്കും. വേറെ ഒന്നിനും പറ്റി പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരേ സമയത്തേക്ക് ഒരേ കറണ്ട് പാസ് ചെയ്താൽ നിങ്ങൾ എന്താ ചെയ്യുക? സോ ഫാരഡേസ് ലോ ആലോചിച്ച് നോക്കുക. ഡിഫറെന്റ് ഇലക്ട്രോലൈറ്റ്സിലേക്ക് സെയിം എമൗണ്ട് ഓഫ് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാസ് ഡെപ്പോസിറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസ് ഓർ ഇക്വലന്റ് മാസ്. അതല്ലേ ഫാരഡേ സെക്കൻഡ് ലോ. അപ്പൊ എനിക്ക് ഇവിടെ ഒരേ കറണ്ട് ഒക്കെ പാസ് ചെയ്തു. W1/W2 ഒന്നുകിൽ ഇക്വലൻസിന്റെ റേഷ്യോ ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഇക്വലന്റ് മാസിന്റെ റേഷ്യോസ് ആയിട്ട് എഴുതാം. W1 is 0.635 കോപ്പറിന്റെ മാസാ ബൈ സിൽവറിന്റെ മാസ് ഈസ് ഈക്വൽ ടു ഇക്വലന്റ് മാസ് ഓഫ് കോപ്പർ. എത്രയാ? ഇക്വലന്റ് മാസ് എന്ന് പറഞ്ഞ മോളാർ മാസ് ബൈ വാലൻസി ഫാക്ടറാ. കോപ്പറിന്റെ മോളാർ മാസ് 63.5. വാലൻസി ഫാക്ടർ എത്രയാ? കോപ്പർ 2 പ്ലസ് വാലൻസി ഫാക്ടർ 2 ആണ്. ബൈ ഇക്വലന്റ് മാസ് ഓഫ് സിൽവർ. സിൽവർ എത്രയാ? 108. അത് പഠിക്കണം. സിൽവർ 108 ആണ്. Ag പ്ലസ് ആണ്. സോ ദാറ്റ് വിൽ ബി 1 ആണ് വാലൻസി ഫാക്ടർ വരിക. അപ്പൊ നമ്മളത് സോൾവ് ചെയ്യുന്നു. അപ്പൊ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര? ഇവിടെ 100 വരും. യെസ്. അപ്പൊ എനിക്ക് കിട്ടുന്ന Ag എത്രയായിരിക്കും? 2 × 108/2, അതായത് 216/100, 2.16 gram. ആർ യു ഗെറ്റിംഗ് ഓപ്ഷൻ ഡി? ഡി അല്ലേ നമുക്ക് ആൻസർ വരിക? ഡി. യുവർ ആൻസർ വിൽ ബി ഡി. അപ്പൊ ഡിഫറെന്റ് ഇലക്ട്രോലൈറ്റുകൾ തരുമ്പോൾ സെക്കൻഡ് ഫാരഡേസ് ലോ ആണ് നമ്മൾ യൂസ് ചെയ്യുക. മാസ് ഡെപ്പോസിറ്റഡ് ഈസ് ഓൾവേസ്. മാസുകളുടെ റേഷ്യോ ഒന്നുകിൽ അവരുടെ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസിന്റെ റേഷ്യോ ആണ്, അതല്ലെങ്കിൽ എന്തിന്റെ റേഷ്യോ ആയിട്ട് പറയാം? ഇക്വലന്റ് മാസിന്റെ റേഷ്യോസ് ആയിട്ട് പറയാം. അപ്പൊ ഇക്വലന്റ് മാസ് കണ്ടുപിടിക്കുന്നത് ശ്രദ്ധിച്ചേക്കണം. ദ ഫൈനൽ പ്രോഡക്റ്റ് സി ഇൻ ദ ഫോളോയിങ് സീരീസ്. ഇതിൽ ഫൈനൽ പ്രോഡക്റ്റ് ഏതായിരിക്കും എന്ന് പറയണം. ആദ്യം നിങ്ങൾക്ക് അത് ക്ലിയർ ആകാൻ വേണ്ടി ഞാൻ ഇവിടെ ഒന്നുകൂടി എഴുതാണേ. ഏറ്റവും ആദ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് NO2 ആണ്. നൈട്രോ ബെൻസീനിനെ നമുക്ക് തന്നിരിക്കുന്നു. ഈ നൈട്രോ ബെൻസീനില് ആദ്യം ചെയ്യുന്നത് SN⁻HCl ആണ്. വാട്ട് യു ഗെറ്റ്? SN⁻HCl എന്താ ചെയ്യുക? നൈട്രോ ഗ്രൂപ്പുകൾ റെഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് വാട്ട് യു ഗെറ്റ്? യു ഗെറ്റ് അമീൻ ഗ്രൂപ്പ്. അപ്പൊ നമുക്ക് കിട്ടുന്ന NO2 എന്നുള്ളത് NH2 ആയിട്ട് മാറി. യു ഗെറ്റ് അമീൻ ഗ്രൂപ്പ്. റെഡി. ഇനി ഇതിലേക്ക് ചെയ്യുന്നത് എന്താ? എയിലേക്ക് NaNO2⁻HCl കൊടുത്തു. NaNO2⁻HCl അല്ലെങ്കിൽ HNO2 എന്ന് പറഞ്ഞാൽ അവിടെ എന്താ നടക്കുക? ഡയസോട്ടൈസേഷൻ. ഡയാസോണിയം ക്ലോറൈഡ് ഉണ്ടാവും. അപ്പൊ ഡയാസോണിയം ക്ലോറൈഡിനെ കാണിക്കുന്നു. N2+Cl-. This is your B. നമ്മൾ ഇതിലേക്ക് ബീറ്റാ നാഫ്തോൾ കൊടുക്കുന്നു NaOHന്റെ പ്രസൻസിൽ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ നോക്കണം, നമ്മൾ ഡൈ ഫോർമേഷനിൽ ചെയ്തിരിക്കുന്ന അതേ പ്രോസസ് ആണ്. എന്താ സംഭവിക്കുക? എവിടെയാണ് റിയാക്ട് ചെയ്യുന്നത്? ഇപ്പൊ ബീറ്റാ നാഫ്തോൾ നമ്മുടെ കയ്യിൽ ബീറ്റാ നാഫ്തോൾ ഉണ്ട്.
ആ ബീറ്റാ നാഫ്തോൾ ഇത് ഫീനോൾ ആണെങ്കിൽ എന്താ സംഭവിച്ചത്? ഇപ്പൊ ഞാൻ ഫീനോൾ ആണ് എടുത്തിരിക്കുന്നത് എങ്കിൽ എന്താ സംഭവിക്കുക? ഫീനോളിൽ ഓക്സിജൻ ഉണ്ട്, ബീറ്റാ നാഫ്തോളിൽ ഓക്സിജൻ ഉണ്ട്. അതിൽ നിന്നും ഇലക്ട്രോണുകളെ ഡൊണേറ്റ് ചെയ്തിട്ട് പാരാ പൊസിഷനിൽ നിന്ന് പോയി അറ്റാക്ക് ചെയ്യും. യു റിമെമ്പർ? ഞാൻ ആസോ സിസ്റ്റത്തിനെ കാണിക്കാം. ഇതാണ് നമ്മുടെ കയ്യിലുള്ള ആസോ സിസ്റ്റം. അപ്പൊ പാരാ പൊസിഷനിൽ വരുന്ന നെഗറ്റീവ് ചാർജ് പോയി അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ OH വരുന്നതിന്റെ ഓർത്തോയിലും പാരയിലുമാണ് റിയാക്ഷൻ നടക്കേണ്ടത്. OH വരുന്നതിന്റെ ഓർത്തോയിലോ പാരയിലോ ആണ് റിയാക്ഷൻ നടക്കേണ്ടത്. ബീറ്റാ നാഫ്തോൾ എടുത്താൽ അതിന്റെ പാരാ പൊസിഷനിൽ റിയാക്ഷൻ നടത്താൻ കഴിയില്ല, കാരണം അത് ഫ്യൂസ്ഡ് ആണ്. അപ്പൊ നമുക്ക് റിയാക്ഷൻ നടക്കാൻ കഴിയൂല, അത് ഫ്യൂസ് ആയി പോയിട്ടുണ്ട്. OHന്റെ പാരാ പൊസിഷൻ എന്തായാലും ഫ്യൂസ്ഡ് ആണ്. നൗ വാട്ട് ഈസ് റിമൈനിങ്? ഓർത്തോ പൊസിഷൻ. അപ്പൊ OHന്റെ ഓർത്തോ പൊസിഷനിൽ വന്നിരിക്കുന്നയാളെ നോക്കുക. OHന്റെ ഓർത്തോ പൊസിഷനിൽ വന്നിരിക്കുന്നത് ഏതാ? 3 അല്ലേ? സോ യു ഗെറ്റ് ഓപ്ഷൻ 3 മാത്രമേ കിട്ടുള്ളൂ. പാരയിലാണ് കൂടുതൽ നടക്കേണ്ടത്, പക്ഷെ OH വന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ ഓർത്തോയിൽ കിട്ടിയിരിക്കുന്നത്. യു ഗെറ്റ് 3 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. 3. ഓക്കെ. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് കറക്റ്റ് ഫോർ പാരാടോളുവിൻ സൾഫണിൽ ക്ലോറൈഡ്? പാരാടോളുവിൻ സൾഫണിൽ ക്ലോറൈഡിൽ കറക്റ്റ് അല്ലാത്തത് ഏതാ? പാരാടോളുവിൻ സൾഫണിൽ ക്ലോറൈഡ് നമ്മൾ ഓൾറെഡി കണ്ടിരിക്കുകയാണ്. പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി അമീനുകളുടെ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇറ്റ് ഈസ് നോൺ ആസ് ഹിൻസ്ബർഗ് റിയേജന്റ്. ദാറ്റ് ഈസ് കറക്റ്റ്. ഓർമ്മയില്ലേ? ഹിൻസ്ബർഗ് റിയേജന്റ് പ്രൈമറിയുടെ കൂടെ റിയാക്ട് ചെയ്തും വിച്ച് ഈസ് സോല്യൂബിൾ ഇൻ NaOH. സെക്കൻഡറി റിയാക്ട് ചെയ്യും ബട്ട് ഇറ്റ് ഈസ് നോട്ട് സോല്യൂബിൾ. ടെർഷ്യറി ആണെങ്കിൽ ഡസൻ റിയാക്ട്. അങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി സെക്കൻഡറി. ശരിയാണ്. ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് സെക്കൻഡറി അമീൻ ഇറ്റ് ലീഡ്സ് ടു എ പ്രോഡക്റ്റ് വിച്ച് ഈസ് ഇൻസോല്യൂബിൾ ഇൻ ആൽക്കലി. അപ്പൊ 3 റോങ് ആയി. ഇറ്റ് ഡസൻ റിയാക്ട് വിത്ത് ടെർഷ്യറി. അത് കറക്റ്റ് ആണ്. ടെർഷ്യറിയുടെ കൂടെ ഇവരെന്തായാലും റിയാക്ട് ചെയ്യുന്നില്ല. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. Ready. Let us see this. What would be the molality of 20% aqueous solution of Ki? What will be the molality of 20% aqueous solution of Ki? Molality കണ്ടുപിടിക്കണം, which is number of moles by mass of solvent in kilogram. Number of moles കണ്ടുപിടിക്കണമെങ്കിൽ mass by molar mass. 20%നെ ഞാൻ 20 gram is present in 100 gram solution എന്ന് പറയാം. അപ്പൊ 20 gram ആണ് മാസ് എങ്കിൽ 20 mass by molar mass. 20 by 166 ആണ് നമുക്ക് കിട്ടുക. ഇറ്റ് ഈസ് 20 by 166. അപ്പൊ എന്തായിരിക്കും വരിക? 20 by 166 വന്നു. മാസ് ഓഫ് സോൾവെന്റ് പറയണം. സൊല്യൂഷന്റെ മാസ് ടോട്ടൽ 100 ആണെങ്കിൽ സോൾവെന്റ് 80 ആണ്. അത് ഗ്രാമിലാണ്, കിലോഗ്രാമിലേക്ക് നമ്മൾ മാറ്റണം. സോ വാട്ട് ഡു യു ഗെറ്റ്? അല്ലേ, ഒന്ന് പോയിട്ടുണ്ട്. സോ ദിസ് ഈസ് 266 into ഇങ്ങനെ ചെയ്യാം. ഇത് 4 times ആണ്. Now this is 250. 250 by 166 ആണ്. You get 1.51. You get option B. B ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. Okay? You are getting option B. Ready? 6 ആണ് കേട്ടോ. 6 ആണ് ഇടാക്കെ. ഇനി ഇതുകൂടി പറഞ്ഞേ. In the given reaction sequence, the major product നമുക്ക് പറയണം. ഇത് നല്ലൊരു ചോദ്യമാണ്. C8H10 നമുക്ക് തന്നിരിക്കുന്നത്. C8H10 എന്ന് പറഞ്ഞ കാർബൺ 8 എണ്ണം ഉണ്ട്. അപ്പൊ ഓപ്ഷൻസിലേക്ക് ഞാൻ വേഗം ഒന്ന് കണ്ണോടിച്ചു നോക്കും, സ്ട്രക്ചറിനെ പറ്റി ഒരു ധാരണ കിട്ടാൻ വേണ്ടി. 6 കാർബൺ ഇവിടെ ഉണ്ട്, പിന്നെ 7, 8. ഓക്കെ, 2 കാർബൺ ഒരുമിച്ചിട്ടാണുള്ളത്. 2 കാർബൺ നമുക്ക് ബെൻസീൻ റിംഗില് 2 മീഥൈൽ ഗ്രൂപ്പ് ആയിട്ട് കൊടുക്കാമായിരുന്നു, പക്ഷേ ഓപ്ഷനിൽ 2 കാർബൺ ഒരുമിച്ചിട്ടാണുള്ളത്. ഫൈൻ. എങ്കിൽ എനിക്ക് എ എന്ന് പറയുന്നതിന് ഈസി ആയിട്ട് എഴുതാം. 2 കാർബൺ ഒരുമിച്ചിട്ട് വരണം. CH2 CH3 വരണ്ടേ? 1 2 3 4 5 6 7 8 9 10 ഈഥൈൽ ബെൻസീൻ ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഞാൻ ഇതിലേക്ക് ആദ്യത്തെ സ്റ്റെപ്പ് HNO3 H2SO4 അതാരാ? നൈട്രേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഓർത്തോയിലാണോ പാരയിലാണോ മെറ്റയിലാണോ വരേണ്ടത്? ആലോചിച്ച് നോക്കാം. നൈട്രേഷൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പുകൾ വരുന്നു എങ്കിൽ ഓർത്തോ പാരാ ഡിറക്ടേഴ്സ് ആയിരിക്കും. നമുക്ക് പാരയില് നൈട്രോ വന്നു, ഓർത്തോയിലും വരാം. റെഡി. ഇപ്പൊ തന്നെ ഇനി ആൻസർ ആയി. പിന്നെ നമ്മൾ ബ്രോമിൻ ചെയ്യാണ്. ബ്രോമിനെ നമ്മൾ ഹീറ്റ് ചെയ്തു. ആ ഹീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ?
ബ്രോമിൻ ബാർ സോൾവെന്റ് ആണെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് എന്ത് റിയാക്ഷൻ ആണ്? നോർമൽ നിങ്ങളുടെ അഡീഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ബ്രോമിനേഷൻ. ഹീറ്റ് എന്നോ ഹൈ ടെമ്പറേച്ചർ എന്നോ ബോയിലിംഗ് എന്നോ തന്നാൽ അത് ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ സൂചിപ്പിക്കും. ഫ്രീ റാഡിക്കലിനെ ജനറേറ്റ് ചെയ്യണം. ബെൻസൈൽ ഫ്രീ റാഡിക്കൽ ആണ് കൂടുതൽ സ്റ്റേബിൾ, സോ യു ഗെറ്റ് എ ഫ്രീ റാഡിക്കൽ. എങ്കിൽ ഫ്രീ റാഡിക്കൽ വഴിയുള്ള ബ്രോമിനേഷൻ പ്രോഡക്റ്റ് കിട്ടി. ദിസ് ഈസ് CHBr CH3 ആൻഡ് യു ഗെറ്റ് NO2. അടുത്ത സ്റ്റേജിൽ ആൽക്കഹോളിക് AOH ആണ്. ബീറ്റ എലിമിനേഷൻ നടക്കും. HBr എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് CH ഡബിൾ ബോണ്ട് CH2 NO2. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ B അല്ലേ? അപ്പൊ ബ്രോമിനേഷൻ ചെയ്യുമ്പോൾ, ഹാലോജിനേഷൻ ചെയ്യുമ്പോൾ നോർമൽ അവസ്ഥയിൽ വരുന്നത് എന്താണ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഹീറ്റ് എന്നൊക്കെ തന്നാൽ HNU അല്ലെങ്കിൽ UV റേഡിയേഷൻ എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് കൂടുതൽ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആയിരിക്കും നടക്കുന്നത്. റെഡി? ഓക്കെ. അപ്പൊ ഇത്രയും പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആണല്ലോ. നമുക്ക് വരുന്ന ചോദ്യങ്ങളെല്ലാം ഡയറക്റ്റ് ചോദ്യങ്ങളായിരിക്കും കെമിസ്ട്രിയിൽ നിന്ന് വരുന്നത്. ഓപ്ഷൻസ് നല്ലോണം നോക്കി നന്നായിട്ട് നിങ്ങൾ കെമിസ്ട്രിയിൽ ഫോക്കസ് ചെയ്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഇത്രയാണ് നിലവിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി അടുത്ത മാത്സിന്റെ ഡിസ്കഷന് വേണ്ടി ബിനീഷ് സാറ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. ആൻഡ് ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. അപ്പോൾ മുഴുവനായിട്ട് നിങ്ങൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് ഇനോർഗാനിക്കിൽ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തത് കെമിക്കൽ ബോണ്ടിങ്, അതിന്റെ സ്ട്രക്ചേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഓർഗാനിക് കെമിസ്ട്രിയിൽ വന്നാൽ ഒഴിവാക്കാൻ പാടില്ലാത്തത് കാർബോകാറ്റയോൺ, അത് റീഅറേഞ്ച് ചെയ്യുമ്പോഴുള്ള മെക്കാനിസംസ്, സിമിലർലി അഡീഷൻ റിയാക്ഷൻസ്, ഈ വക കാര്യങ്ങളാണ്. ഫിസിക്കൽ കെമിസ്ട്രിയിൽ യു ഷുഡ് ഹാവ് എ വെരി ഗുഡ് നോളജ്, അല്ലെങ്കിൽ എല്ലാ ഫോർമുലാസും മനസ്സിലാക്കുക, കാൽക്കുലേഷനിൽ ശ്രദ്ധിക്കുക. ഓക്കെ, സോ താങ്ക് യു എവ്രി വൺ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, സോ ഗുഡ് ഈവനിങ് എവരിബഡി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ടും കാൽക്കുലസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം കാൽക്കുലസ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 50% പോർഷൻസും 12th സ്റ്റാൻഡേർഡിൽ കാൽക്കുലസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അല്ലേ? അപ്പോൾ കാൽക്കുലസിൽ നിന്നും ക്വസ്റ്റ്യൻസ് എന്തായാലും JEE മെയിൻസിന് ഉണ്ടാകും. അപ്പോൾ കാൽക്കുലസിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചില പ്രോബ്ലംസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അല്ലേ? എന്താ ക്വസ്റ്റ്യൻ നമ്പർ 1? ഫോർ എ suitably chosen real constant A, so A is a constant, let a function f defined from r minus z minus a to r be defined by f of x is equal to a minus x divided by a plus x. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് അനലൈസ് ചെയ്യാം. ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നു we have a function f അല്ലെ? ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എഫ് ഈസ് ഡിഫൈൻഡ് ഫ്രം, ഓക്കെ, എവിടെ നിന്ന് എങ്ങോട്ടാണ് എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ആർ മൈനസ് സെറ്റ് മൈനസ് എ അല്ലേ?
ആർ മൈനസ് സെറ്റ് മൈനസ് എയിൽ നിന്നും എവിടേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നു? ആറിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മുടെ എഫ് എന്ന് പറയുന്നത് അല്ലെ. ആ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എ പ്ലസ് എക്സ് എന്നാണ്, വേർ എ ഈസ് സം റിയൽ നമ്പർ. ഓക്കെ, അപ്പൊ എ ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു കണ്ടീഷൻ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതാ പറഞ്ഞിരിക്കുന്നത് ദ കോമ്പോസിഷൻ ഓഫ് എഫ് ആൻഡ് എഫ് അല്ലെ. എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? എഫ് ഓഫ് -1/2 വാല്യൂ ആണ് വേണ്ടത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഒന്ന്, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. എഫ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആർ മൈനസ് സെറ്റ് മൈനസ് എയിൽ നിന്നും ആറിലേക്കാണ്. ദെൻ എഫ് ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ അവിടെയുണ്ട്, എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എ പ്ലസ് എക്സ്, വെയർ എ ഇസ് എ കോൺസ്റ്റന്റ്. ഓക്കെ ആണല്ലോ. ദെൻ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ആണെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എഫ് ഓഫ് -1/2. ഇനി അത് കൂടാതെ അവിടെ മറ്റു ചില കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് കാണാം അല്ലെ. ഏതാ? എക്സ് നോട്ട് ഈക്വൽ ടു -a എന്ന് തന്നിട്ടുണ്ട്. കാരണം ഡൊമൈനിൽ എന്തില്ല? -a ഇല്ലല്ലോ. -a എടുത്താൽ ഡിനോമിനേറ്റർ 0 ആയിട്ട് മാറും. സോ -a നമ്മൾ എന്ത് മാറ്റിയിരിക്കുന്നു. ശരിയല്ലേ? ഇനി അതേപോലെ തന്നെ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ആണ്. സോ എഫ് ഓഫ് എക്സ് ഉറപ്പായിട്ടും എവിടെയാ വരേണ്ടത്? എഫിന്റെ ഡൊമൈനകത്ത് തന്നെ വരണം. സോ അതുകൊണ്ട് എഫ് ഓഫ് എക്സും എന്താകാൻ പറ്റില്ല? -a ആകാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എഫ് കോമ്പോസിഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്തെന്ന് പറയാം? എക്സ് എന്ന് എഴുതാമല്ലോ. കോമ്പോസിഷന്റെ മീനിങ് നമുക്കറിയാം അല്ലെ. ദെൻ എഫ് ഓഫ് എക്സ് മീൻസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എ പ്ലസ് എക്സ് ആണല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്. ഇംപ്ലൈസ് എന്താ? എഫ് ഓഫ് എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എ പ്ലസ് എക്സ്. എഫ് ഓഫ് എക്സില് എക്സ് മാറ്റിയിട്ട് എന്താക്കുക? എ മൈനസ് എക്സ് ബൈ എ പ്ലസ് എക്സ് ആക്കുക അല്ലെ. അപ്പൊ അതെന്തായിട്ട് മാറും? എ മൈനസ് ഓഫ് എക്സ് മാറ്റിയിട്ട് അവിടെ എഫ് ഓഫ് എക്സ് എഴുതി, ഡിവൈഡഡ് ബൈ എ പ്ലസ് അവിടെയും എക്സ് മാറ്റിയിട്ട് നമ്മൾ എന്ത് എഴുതുന്നു? എഫ് ഓഫ് എക്സ് തന്നെ എഴുതിയിരിക്കുന്നു. ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു അല്ലെ. ക്ലിയർ അല്ലേ ഇത്? സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പൊ നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ദിസ് ഇംപ്ലൈസ് ക്രോസ് മൾട്ടിപ്ലൈ ഇതൊക്കെ വെച്ചാൽ എ ഇൻറ്റു എ പ്ലസ് എക്സ് മൈനസ് ഓഫ് എ മൈനസ് എക്സ് അല്ലെ, ഡിവൈഡഡ് ബൈ എ ഇൻറ്റു എ പ്ലസ് എക്സ് പ്ലസ് എ മൈനസ് എക്സ്. കണ്ടോ? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്റർ ആയിട്ട് എ പ്ലസ് എക്സ് വരും, ഡിനോമിനേറ്ററിലും ഡിനോമിനേറ്റർ ആയിട്ട് എ പ്ലസ് എക്സ് വരും. അപ്പൊ ആ രണ്ട് ഡിനോമിനേറ്റേഴ്സും തമ്മിൽ ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തതിന് ശേഷമുള്ള സ്റ്റെപ്പാണ് നമ്മൾ അവിടെ എഴുതിയിരിക്കുന്നത്. ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പൊ എൽസിയം ഒക്കെ എടുത്ത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ദെൻ അപ്പൊ ഇതിനെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ബ്രാക്കറ്റ് ഒക്കെ ഓപ്പൺ ചെയ്താൽ എന്താ വരിക? എ ഇൻറ്റു എ പ്ലസ് എക്സ്. അപ്പൊ അതിനെ എനിക്ക് എ സ്ക്വയർ പ്ലസ് എ എക്സ് എന്ന് എഴുതാമല്ലോ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ അല്ലെ. മൈനസ് എ പ്ലസ് എക്സ് ഇതാണ് ന്യൂമറേറ്റർ, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എന്താ വരിക? എ സ്ക്വയർ പ്ലസ് എ എക്സ് അല്ലെ. ഡിനോമിനേറ്ററിലും അത് തന്നെയല്ലേ, എ സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് എ മൈനസ് എക്സ്. കണ്ടോ? ഇതാണ് ഈക്വൽ ടു എക്സ് ആകുന്നത്, വിച്ച് ഇംപ്ലൈസ് അപ്പൊ ന്യൂമറേറ്ററിൽ എ ഒന്ന് കളക്ട് ചെയ്ത് എക്സ് കളക്ട് ചെയ്തെടുത്താൽ നമുക്ക് എന്താ കിട്ടുക? എ പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് എ സ്ക്വയർ മൈനസ് എ. ശരിയല്ലേ? ഡിവൈഡഡ് ബൈ അതുപോലെ ഡിനോമിനേറ്ററിൽ എക്സ് കളക്ട് ചെയ്തെടുത്താൽ അവിടെയും നമുക്ക് എന്താ കിട്ടുക? എ മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് എ സ്ക്വയർ പ്ലസ് എ എന്നാണല്ലോ കിട്ടുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്. അപ്പൊ ഏത് എക്സ് എടുത്താലും ഇത് ശരിയാണ് അല്ലെ. എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് ആണല്ലോ. അപ്പൊ അങ്ങനെയുള്ള എയുടെ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഏത് എക്സ് എടുത്താലും എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ് ആകണമെങ്കിൽ എക്ക് എന്ത് വാല്യൂ ആയിരിക്കാം നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുക? ജസ്റ്റ് ലോജിക്കലി ഒന്ന് തിങ്ക് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാകും. ശരിക്കും ഇതിനെ നമ്മൾ ഒന്നുകൂടെ ക്ലിയർ ആക്കി എഴുതിയാൽ എ പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് എ ഇൻറ്റു എ മൈനസ് 1 അല്ലെ. അതുപോലെ ഇവിടെ എ മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് എ ഇൻറ്റു എ പ്ലസ് 1 എന്ന് വേണമെങ്കിൽ മാറ്റി എഴുതാം. ശരിയാണല്ലോ. അപ്പൊ ഈ ക്വാണ്ടിറ്റി എൽ എച്ച് എസ് എക്സ് ആയിട്ട് മാറണമെങ്കിൽ ആ ന്യൂമറേറ്ററിലെ കോൺസ്റ്റന്റ് ഇല്ലാതാകണം, അതുപോലെ ഡിനോമിനേറ്ററിൽ എക്സിന്റെ ടേം ഇല്ലാതാകണം. അപ്പോൾ അത് രണ്ടും ഇല്ലാതാകണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എക്ക് എന്ത് കൊടുത്താൽ മതിയാകും? 1 കൊടുത്താൽ മതിയാകും. പക്ഷെ അങ്ങനെ 1 കൊടുക്കുമ്പോൾ എൽ എച്ച് എസ് എക്സ് തന്നെയാകുന്നു എന്നും കൂടെ നോക്കാം. എ 1 ആണെങ്കിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്തായിട്ട് മാറും? 1 പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 0. ശരിയല്ലേ? 2x ബൈ 0 ഡിവൈഡഡ് ബൈ 0 പ്ലസ് 1 ഇൻറ്റു 2
ശരിയല്ലേ? അതായത് 2x/2 ഈക്വൽ ടു എന്താ? എക്സ് തന്നെ കിട്ടത്തില്ലേ? അപ്പൊ നമുക്ക് എന്താ മനസ്സിലായത്? ഈ ഇക്വേഷൻ LHS ഈക്വൽ ടു RHS ഫോർ എവരി എക്സ് എന്ന് വരണമെങ്കിൽ എയുടെ വാല്യൂ എന്താകണം? 1 ആകണം. സോ വി ഹാവ് ദ വാല്യൂ ഓഫ് എ ആസ് 1. അപ്പൊ എയുടെ വാല്യൂ കിട്ടി. ഓക്കെ അല്ലേ? എയുടെ വാല്യൂ കിട്ടിയാൽ നമുക്ക് ഉടനെ തന്നെ ഫംഗ്ഷൻ എഴുതാം. എന്താ ഫംഗ്ഷൻ വരിക? എഫ് ഓഫ് എക്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എ പ്ലസ് എക്സ് ആണ്. ഇപ്പൊ നമുക്ക് എ എത്രയാണെന്ന് കിട്ടിയിട്ടുണ്ട്? 1 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ? എ 1 ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട എഫ് ഓഫ് -1/2 എടുക്കാം. എഫ് ഓഫ് -1/2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് ഓഫ് -1/2 ഡിവൈഡഡ് ബൈ 1 പ്ലസ് -1/2. ഓക്കെ ആണല്ലോ? വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1/2 ബൈ 1 പ്ലസ് 1/2 ബൈ 1 മൈനസ് 1/2. അതായത് 3/2 ഡിവൈഡഡ് ബൈ 1/2 വരും, വിച്ച് ഈസ് ഈക്വൽ ടു 3. സോ എഫ് ഓഫ് -1/2 ഇസ് ഈക്വൽ ടു 3. 3 എന്നുള്ളത് ഓപ്ഷൻ ഡി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ നോക്കാം നമുക്ക് അല്ലേ? സോ ഹിയർ വി ആർ ഗിവൺ എ ഫംഗ്ഷൻ എഫ്. അപ്പൊ എഫ് എവിടം തൊട്ട് എവിടേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ദെൻ എഫ് ഓഫ് എക്സ് എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? എ മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എ പ്ലസ് എക്സ്. Then one more condition is there. F composition f of x is x for every x. അല്ലേ? അപ്പൊ എഫ് ഓഫ് എക്സ് തന്നെയാണ് ഫോർ എവരി എക്സ് എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മൾ എഫ് ഓഫ് എക്സ് കണ്ടുപിടിച്ചു. ദെൻ അത് എക്സിനോട് ഇക്വേറ്റ് ചെയ്തു. ഏത് എക്സ് എടുത്താലും ഇത് ഈക്വൽ ആകണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ 1 ആണെന്നാണ് മനസ്സിലായത്. സോ എ ഈസ് ഈക്വൽ ടു 1. therefore എഫ് ഓഫ് എക്സ് ഈസ് 1 മൈനസ് എക്സ് ബൈ 1 പ്ലസ് എക്സ്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സിന് -1/2 കൊടുത്താൽ എന്ത് കിട്ടും? എഫ് ഓഫ് -1/2. സോ ദ ആൻസർ ഈസ് 3. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ശരി, അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്ത ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുമുള്ളതാണ്. ശരിയല്ലേ? അപ്പൊ ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് ലിമിറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനിലേക്കാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഫോർ ടി ബിലോങ്സ് ടു ആർ, സ്ക്വയർ ബ്രാക്കറ്റിൽ ടി കൊടുത്താൽ അത് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദാറ്റ് ഗിവൺ ലിമിറ്റ്. അല്ലെ? ഒരു ലിമിറ്റ് തന്നിട്ടുണ്ട്, അതിന്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. റെഡി ആണല്ലോ? യെസ്. അപ്പൊ എങ്ങനെയാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ്. അപ്പൊ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എക്സ് ഇൻറ്റു ഇന്റിജർ പാർട്ട് ഓഫ് 1/x പ്ലസ് ഇന്റിജർ പാർട്ട് ഓഫ് 2/x പ്ലസ് എക്സെട്ര പ്ലസ് ഇന്റിജർ പാർട്ട് ഓഫ് 15/x എന്നാണല്ലോ. ഇന്റിജർ പാർട്ട് ഫംഗ്ഷൻ വരുമ്പോൾ എല്ലായ്പ്പോഴും നമുക്കറിയാം ഡയറക്റ്റ് ആയിട്ട് എക്സിന് 0 എന്നൊന്നും കൊടുത്താൽ കഴിയില്ല. അല്ലെ? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓരോ ക്വാണ്ടിറ്റിയും 1/x ആണെങ്കിലും 2/x ആണെങ്കിലും 15/x ആണെങ്കിലും ഒക്കെ എന്തിലേക്കായിരിക്കും ടെൻഡ് ചെയ്യുക? ഇൻഫിനിറ്റിയിലേക്കായിരിക്കും ടെൻഡ് ചെയ്യുക. ശരിയല്ലേ? സോ ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി, എക്സ് ടെൻസ് ടു 0, 1/xഉം 2/xഉം എക്സെട്ര 15/xഉം ഒക്കെ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നത് കൊണ്ട് അതിന്റെ ഇന്റിജർ പാർട്ട് എത്രയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. ശരിയാണല്ലോ? അപ്പൊ ഇവിടെ നമുക്ക് സിംപ്ലിഫിക്കേഷന്റെ ആവശ്യമുണ്ട്. എന്ത് സിംപ്ലിഫിക്കേഷൻ ഇവിടെ നമുക്ക് നടത്താൻ പറ്റുക? ഓക്കെ, അതിനു വേണ്ടിയിട്ട് നമുക്ക് ഏതൊരു നമ്പർ എടുത്താലും ആ നമ്പറിനെ അതിന്റെ ഇന്റിജർ പാർട്ട് പ്ലസ് ഡെസിമൽ പാർട്ട് എന്ന് എഴുതാൻ പറ്റുമല്ലോ. അല്ലെ? ഏതൊരു നമ്പറും അങ്ങനെയായിരിക്കുന്നത്. ഏത് റിയൽ നമ്പർ എടുത്താലും അതിനൊരു ഇന്റിജർ പാർട്ടുമുണ്ട്, അതേപോലെ ഒരു ഡെസിമൽ പാർട്ടുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റിജർ പാർട്ടിനെ നമുക്ക് എക്സ് മൈനസ് ഡെസിമൽ പാർട്ട് ഓഫ് എക്സ് എന്ന് എഴുതാമല്ലോ. ഒരു നമ്പറിൽ നിന്നും അതിന്റെ ഡെസിമൽ പാർട്ട് മാറ്റുമ്പോഴല്ലേ അതിന്റെ ഇന്റിജർ പാർട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിലേ എനിക്ക് ഈ 1/xന്റെ ഇന്റിജർ പാർട്ടിനെ എങ്ങനെ എഴുതാം? 1/x മൈനസ് അതിന്റെ ഡെസിമൽ പാർട്ട് എന്ന് എഴുതാമല്ലോ. ഇനി അതേപോലെ 2/xനെ അതിന്റെ ഇന്റിജർ പാർട്ടിനെ എനിക്ക് 2/x മൈനസ് അതിന്റെ ഇന്റിജർ പാർട്ട് എന്ന് എഴുതാം. ശരിയല്ലേ? അങ്ങനെ നോക്കിയാൽ ഇന്റിജർ പാർട്ട് ഓഫ് 15/xനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? 15/x മൈനസ് ഡെസിമൽ പാർട്ട് ഓഫ് 15/x. അപ്പൊ ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ നമുക്ക് ഏതൊരു നമ്പർ എക്സ് എടുത്താലും ആ എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റുമെന്നാ കണ്ടത്? ആ നമ്പറിന്റെ ഇന്റിജർ പാർട്ട് പ്ലസ് ഡെസിമൽ പാർട്ട്. അങ്ങനെയാണെങ്കിൽ ഇന്റിജർ പാർട്ടിനെ നമുക്ക് നമ്പർ മൈനസ് ഡെസിമൽ പാർട്ട് എന്ന് എഴുതാം. അല്ലെ? അപ്പൊ ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന റിലേഷൻ. ശരിയല്ലേ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ ഏതൊരു നമ്പറിന്റെ ഡെസിമൽ പാർട്ട് എടുത്താലും നിങ്ങൾക്കറിയാം ഡെസിമൽ പാർട്ട് എന്ന് പറയുന്നത് 0 മുതൽ 1 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. 1 ആകാൻ കഴിയില്ല. ശരിയല്ലേ? അപ്പൊ 0 മുതൽ 1ന് തൊട്ട് മുമ്പ് വരെയുള്ള റിയൽ നമ്പേഴ്സ് അത് മാത്രമാണ് ഡെസിമൽ പാർട്ട് ഓഫ് എ നമ്പർ ആയിട്ട് വരാൻ പറ്റുന്നത്. ഉറപ്പല്ലേ? അല്ലെ? ഡെസിമൽ പാർട്ട് കനോട്ട് ബി എ നെഗറ്റീവ് നമ്പർ ഓർ എ നമ്പർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നിങ്ങൾക്കറിയാം.
ശരിയാണല്ലോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലിമിറ്റിനെ റീറൈറ്റ് ചെയ്യാം. എങ്ങനെയാ റീറൈറ്റ് ചെയ്യാൻ പറ്റുക? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ഓക്കെ എക്സ് ഇൻറ്റു ആ ബ്രാക്കറ്റിനകത്തേക്ക് വന്നാൽ 1/xന്റെ ഇന്റിജർ പാർട്ടിന് ഇപ്പൊ എങ്ങനെയാ നമുക്ക് എഴുതാൻ പറ്റിയത്? 1/x മൈനസ് അതിന്റെ ഡെസിമൽ പാർട്ട്. ഓക്കെ അല്ലേ? അതുപോലെ 2/xന്റെ ഇന്റിജർ പാർട്ടിനെ എങ്ങനെ എഴുതാം? 2/x മൈനസ് അതിന്റെ ഡെസിമൽ പാർട്ട് എന്ന് എഴുതാം. പ്ലസ് എക്സെട്ര ഇങ്ങനെ പോയാൽ ലാസ്റ്റിൽ 15/x ആണ് അല്ലെ? 15/xന്റെ ഇന്റിജർ പാർട്ടിനെ എനിക്ക് എങ്ങനെ എഴുതാം? 15/x മൈനസ് അതിന്റെ ഡെസിമൽ പാർട്ട് എന്ന് എഴുതാം. ഓക്കെ, ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് ഇൻറ്റു അപ്പൊ ഞാൻ ഡെസിമൽ പാർട്ടുകളൊക്കെ ഒരുമിച്ചാക്കുന്നു, അതല്ലാതുള്ളതൊക്കെ ഒരുമിച്ചാക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് 1/x അതുപോലെ 2/x അല്ലെ പ്ലസ് എക്സെട്ര പ്ലസ് 15/x ഇത് ഞാൻ ഒരുമിച്ച് ഒരു ബ്രാക്കറ്റിലാക്കി. ദെൻ അതിനുശേഷം ഡെസിമൽ പാർട്ടുകളെല്ലാം കൂടി ചേർത്ത് ഒരൊറ്റ ബ്രാക്കറ്റിൽ ഇടുന്നു. സോ മൈനസ് ഈസ് എ കോമൺ ഫാക്ടർ. സോ മൈനസ് കോമൺ ആക്കി. മൈനസ് ഓഫ് ഡെസിമൽ പാർട്ട് ഓഫ് 1/x പ്ലസ് ഡെസിമൽ പാർട്ട് ഓഫ് 2/x പ്ലസ് എക്സെട്ര പ്ലസ് ഡെസിമൽ പാർട്ട് ഓഫ് 15/x. റെഡി ആണല്ലോ? ഓക്കെ ആണല്ലോ? ഡൗട്ട് ഒന്നും വരാനില്ല ഇവിടെ അല്ലെ? യെസ്. വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ഇനി ഞാനൊരു കാര്യം ചെയ്യട്ടെ. ദാ ഇവിടെ പുറത്തൊരു എക്സ് കാണാനുണ്ടല്ലോ. ഈ എക്സ് കൊണ്ട് ആ ബ്രാക്കറ്റിനുള്ളിലുള്ള ക്വാണ്ടിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ഇൻറ്റു ഈ ആദ്യത്തെ ബ്രാക്കറ്റിലെ ഓരോ ടേമിനെയും നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിനോമിനേറ്ററിലുള്ള എക്സുകൾ ക്യാൻസൽ ആയി പോകുമല്ലോ അല്ലെ? അപ്പൊ അതെന്തായിട്ടാണ് മാറുന്നത്? നോക്കി, 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 15 ആയിട്ടല്ലേ മാറുന്നത്? ഡിനോമിനേറ്ററിലുള്ള എല്ലാ എക്സുകളും ക്യാൻസൽ ആയി പോകില്ലേ? ഓക്കെ. മൈനസ് ഇനി ഇവിടെയോ? ഇവിടെ എക്സ് ഇൻറ്റു ദെൻ ഡെസിമൽ പാർട്ട് ഓഫ് 1/x അങ്ങനെയല്ല എഴുതാൻ പറ്റുള്ളൂ അല്ലെ? അവിടെ ആ 1/xനെ ഈ 1/xനെ എനിക്ക് എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് 1/x അല്ല, 1/xന്റെ ഡെസിമൽ പാർട്ടാണ്. ശരിയല്ലേ? അപ്പൊ അവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് ഡിനോമിനേറ്റർ ഒന്ന് ക്യാൻസൽ ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പൊ 1/xന്റെ ഡെസിമൽ പാർട്ട് പ്ലസ് 2/xന്റെ ഡെസിമൽ പാർട്ട് പ്ലസ് എക്സെട്ര പ്ലസ് 15/xന്റെ ഡെസിമൽ പാർട്ട് അങ്ങനെ തന്നെ എഴുതാൻ കഴിയുള്ളൂ. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അങ്ങനെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആദ്യത്തെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് അല്ലേ? 1 plus 2 plus 3 plus etc plus 15 is a constant. Constant ആയതുകൊണ്ട് ലിമിറ്റ് എന്ന് പറയുന്നത് ആ കോൺസ്റ്റന്റ് തന്നെയാണല്ലോ. അപ്പോൾ 1 plus 2 plus etc plus 15 ലിമിറ്റ് എടുത്താൽ നമുക്ക് അത് തന്നെയല്ലേ കിട്ടുന്നത്. ദെൻ മൈനസ് ഇനി അടുത്ത ടേമിലേക്ക് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ ആസ് എക്സ് ടെൻസ് ടു 0 ഈ ക്വാണ്ടിറ്റി എന്തിലേക്ക് ടെൻഡ് ചെയ്യും? സീറോയിലേക്ക് ടെൻഡ് ചെയ്യും. ശരിയല്ലേ? എക്സ് ടെൻസ് ടു 0 ആണ്. ഇനി ആ ബ്രാക്കറ്റിനുള്ളിലുള്ള ക്വാണ്ടിറ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ആ ഡെസിമൽ പാർട്ടിനുള്ളിലുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ ഇൻഫിനിറ്റിയിലേക്കൊക്കെ ആയിരിക്കും ടെൻഡ് ചെയ്യുക. പക്ഷെ നമുക്ക് അവിടെ വന്നിരിക്കുന്നതെല്ലാം ഡെസിമൽ പാർട്ടുകളാണ്. അപ്പൊ ഡെസിമൽ പാർട്ടുകൾ ആയതുകൊണ്ട് ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഏതൊരു നമ്പറിന്റെയും അത് എത്ര വലിയ നമ്പർ ആയിക്കൊള്ളട്ടെ എത്ര ചെറിയ നമ്പർ ആയിക്കൊള്ളട്ടെ അതിന്റെ ഡെസിമൽ പാർട്ട് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി 0 മുതൽ 1 വരെയുള്ള ഒരു നമ്പർ ആയിരിക്കില്ലേ. അപ്പൊ അങ്ങനെയുള്ള 15 നമ്പേഴ്സ് ആഡ് ചെയ്തിരിക്കുന്നതല്ലേ. അപ്പൊ 15 നമ്പേഴ്സിന്റെ ഡെസിമൽ പാർട്ടുകൾ ആഡ് ചെയ്തിരിക്കുക, ഉറപ്പായിട്ടും അതൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റി ആയിരിക്കില്ലേ. കാരണം 0 മുതൽ 1 വരെയുള്ള ഏതെങ്കിലുമൊക്കെ നമ്പറുകളാണിത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റിയാണ്. ഉറപ്പല്ലേ? ആ ഡെസിമൽ പാർട്ടിനുള്ളിലായിട്ട് വന്നിരിക്കുന്ന നമ്പറൊക്കെ ഇൻഫിനിറ്റിയിലേക്കൊക്കെ ടെൻഡ് ചെയ്യും. പക്ഷെ ഡെസിമൽ പാർട്ട് ആയതുകൊണ്ട് അത് ഒരിക്കലും 1-നപ്പുറത്തേക്ക് പോകാൻ കഴിയില്ലല്ലോ. ശരിയല്ലേ? സോ ഈ 15 എണ്ണം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും 15-നേക്കാൾ ചെറിയൊരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും കിട്ടുക. ഉറപ്പല്ലേ? അപ്പൊ അതുകൊണ്ട് അതൊരു ഫൈനൈറ്റ് ക്വാണ്ടിറ്റിയാ. അപ്പൊ ഇവിടെ 0 ഇൻറ്റു എ ഫൈനൈറ്റ് നമ്പർ എന്നാണ്. 0 ഇൻറ്റു എ ഫൈനൈറ്റ് നമ്പർ എന്ന് പറയുന്നത് 0 തന്നെയല്ലേ അല്ലെ? 0 ഇൻറ്റു എ ഫൈനൈറ്റ് നമ്പർ ഈസ് 0. സോ ദിസ് ഈസ് ഈക്വൽ ടു, അപ്പൊ ഇതാണ് ആൻസർ. പക്ഷെ 1 + 2 + 3 + എക്സെട്ര + 15 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 15 നാച്ചുറൽ നമ്പേഴ്സിന്റെ സം അല്ലേ. അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുക? n ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഇവിടെ n 15 ആയതുകൊണ്ട് 15 ഇൻറ്റു 15 + 1 ഡിവൈഡഡ് ബൈ 2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 120 എന്ന് കിട്ടും കാൽക്കുലേറ്റ് ചെയ്താൽ അല്ലെ. സോ the limit is equal to 120. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് ഓപ്ഷനാണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക? ഈസ് ഈക്വൽ ടു 120 എന്നുള്ള ഓപ്ഷൻ ബി അല്ലേ. മനസ്സിലായോ പറഞ്ഞ കാര്യം എന്താന്നുള്ളത് അല്ലെ? യെസ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ.
അപ്പൊ ഈ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഒന്നിൽ കൂടുതലല്ല 2 or 3 പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെയാണ്? യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഡെസിമൽ പാർട്ടിന്റെ കാര്യമൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇപ്പൊ നമ്മൾ ലിമിറ്റിലെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് കണ്ടിന്യൂറ്റിയിലേക്ക് വരാം. കണ്ടിന്യൂറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ, അല്ലെ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന്റെ എക്സ്പ്രഷൻ 1/x ഇൻറ്റു ലോഗരിതം ഓഫ് 1 + 3x/1 - 2x ആണ്. ദെൻ ഫോർ എക്സ് ഇസ് ഈക്വൽ ടു 0 എഫ് ഓഫ് എക്സ് ഈസ് കെ. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? മാത്രമല്ല ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് -1/3, 1/3 എന്ന ഇന്റർവെല്ലിലാണ്. ഓക്കെയാണ്? ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? കെയുടെ വാല്യൂ ആണ് വേണ്ടത്. ശരിയല്ലേ? ആ കെയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് കണ്ടീഷനാണ് തന്നിരിക്കുന്നത്? ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. എപ്പോഴാണ് നമ്മൾ ഒരു ഫംഗ്ഷനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്? ഒരു ഫംഗ്ഷനെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ എന്താ നമുക്ക് വേണ്ടത്? എല്ലാ പോയിന്റിലും അതെന്തായിരിക്കണം? കണ്ടിന്യൂസ് ആയിരിക്കണം, അല്ലെ? അതിന്റെ ഡൊമൈനിലെ എല്ലാ പോയിന്റുകളിലും കണ്ടിന്യൂസ് ആകുമ്പോഴാണ് നമ്മൾ അതിനെ കണ്ടിന്യൂസ് എന്ന് പേരിട്ട് വിളിക്കുന്നത്. ശരിയല്ലേ? അല്ലാതെ 1-2 പോയിന്റുകളിൽ മാത്രം കണ്ടിന്യൂസ് ആകുന്ന ഫംഗ്ഷൻസിനെ നമ്മൾ ഒരു ഡൊമൈനിൽ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് വിളിക്കാറില്ലല്ലോ. അപ്പൊ ഇവിടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാ പോയിന്റുകളിലും അതെന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. എവിടെയുള്ള പോയിന്റുകളിൽ? ഡൊമൈനിലുള്ളത്. ശരിയല്ലേ? ഒരു ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഡൊമൈനിലുള്ള പോയിന്റ്സിലെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതിയാകുമല്ലോ. അപ്പൊ -1/3 to 1/3 എന്ന് പറയുന്ന ഇന്റർവെല്ലിലെ എല്ലാ പോയിന്റുകളിലും ഇത് കണ്ടിന്യൂസ് ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 0യിലും ഇത് കണ്ടിന്യൂസ് ആയിരിക്കുമല്ലോ. അതെന്താ നമ്മൾ ആ 0 പർട്ടിക്കുലർ ആയിട്ട് ചൂസ് ചെയ്തത്? കാരണം അവിടെ 0 വെച്ചിട്ടല്ലേ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 0 എടുത്തത്. 0യിൽ കണ്ടിന്യൂസ് ആണല്ലോ. ഒരു ഫംഗ്ഷൻ 0യിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്കറിയാം ആ ഫംഗ്ഷന്റെ 0യിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ആ ഫംഗ്ഷന്റെ 0യിലുള്ള ലിമിറ്റിനോട് ഈക്വൽ ആയിരിക്കില്ലേ? അതാണ് കണ്ടിന്യൂറ്റിയുടെ മീനിങ് തന്നെ. എ എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്കറിയാം എയിലുള്ള വാല്യൂവും എയിലുള്ള ലിമിറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 0യിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് 0യിലുള്ള വാല്യൂ ആയിട്ടുള്ള എഫ് ഓഫ് 0 എന്തിനോട് ഈക്വൽ ആയിരിക്കും? 0യിലുള്ള ലിമിറ്റിനോട് ഈക്വൽ ആയിരിക്കും. ഉറപ്പല്ലേ? 0യിലുള്ള വാല്യൂ എത്രയാ? അത് ഇവിടെ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. വെൻ എക്സ് ഇസ് ഈക്വൽ ടു 0 എഫ് ഓഫ് എക്സ് എത്രയാ? കെ അല്ലേ? അപ്പൊ എഫ് ഓഫ് 0 കെ ആണ്. സോ കെ ഇസ് ഈക്വൽ ടു ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ആയിട്ട് ഏതാ എടുക്കേണ്ടത്? നിങ്ങൾക്കറിയാം എക്സ് ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി എക്സ് 0യിലേക്ക് ടെൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഒരിക്കലും എക്സ് എന്തായിട്ട് മാറില്ല? 0 ആയിട്ട് മാറില്ല. സോ എക്സ് നോട്ട് ഈക്വൽ ടു 0 തന്നെയാണ്, അല്ലെ? അപ്പൊ എക്സ് നോട്ട് ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ വന്നിരിക്കുന്നത് എന്താ? 1/x ഇൻറ്റു ലോഗരിതം ഓഫ് 1 + 3x ഡിവൈഡഡ് ബൈ 1 - 2x എന്നാണല്ലോ, അല്ലെ? അപ്പൊ ഈ ലിമിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഞാനൊരു കാര്യം ചെയ്യുന്നു. 1/x ഇൻറ്റു ലോഗ് എ ഡിവൈഡഡ് ബൈ ബി എന്നുള്ള ഫോമിലല്ലേ? അതിനെ എനിക്ക് ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് എഴുതാമല്ലോ. അപ്പൊ ലോഗ് എ ബൈ ബി ഫോമിലുള്ളതിനെ നമ്മൾ എങ്ങനെയാക്കി? ലോഗ് എ മൈനസ് ലോഗ് ബി എന്നാക്കി. ഇനി ആ 1/x കൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തേക്കാം. അങ്ങനെ 1/x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ശരിയല്ലേ? ലോഗ് 1 + 3x ഡിവൈഡഡ് ബൈ എക്സ് എന്ന് കിട്ടും. ശരിയല്ലേ? 1/x കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ മൈനസ് ലോഗ് 1 - 2x ഡിവൈഡഡ് ബൈ എക്സ്. ഓക്കെ ആണല്ലോ? അപ്പൊ 1/x കൊണ്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റിലുള്ള ടേംസിൽ മൾട്ടിപ്ലൈ ചെയ്തു 1/x കൊണ്ട്. ഓക്കെ അല്ലേ? ഇത് കണ്ടപ്പോൾ നമുക്ക് ഏത് സ്റ്റാൻഡേർഡ് ലിമിറ്റ് ഓർമ്മ വരുന്നത്? ഏത് സ്റ്റാൻഡേർഡ് ലിമിറ്റാണ് നമുക്ക് ഓർമ്മ വരുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലോഗ് 1 + x ഡിവൈഡഡ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1, അല്ലേ? ഇതൊരു സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആണല്ലോ. അപ്പൊ എവിടെ നമുക്ക് ലോഗ് 1 + x ഡിവൈഡഡ് ബൈ എക്സ് എന്ന് വന്നാലും ആസ് എക്സ് ടെൻസ് ടു 0 ആ ക്വാണ്ടിറ്റി വിൽ ടെൻഡ് ടു 1. ശരിയാണല്ലോ? പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ. ഇവിടെ ലോഗ് 1 + x എന്നാണെങ്കിൽ ദ സെയിം എക്സ് ഷുഡ് ബി ദെയർ ഇൻ ദ ഡിനോമിനേറ്റർ. ശരിയല്ലേ? അപ്പോൾ 1 + x എന്നാണെങ്കിൽ ആ എക്സ് തന്നെ ഡിനോമിനേറ്ററിൽ വരണം.
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒന്ന് ചിന്തിച്ചു നോക്കി, ഇവിടെ 3x എന്നാണ് അല്ലെ, 3x എന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ 3x തന്നെയല്ലേ ഡിനോമിനേറ്ററിൽ വരേണ്ടത്. പക്ഷേ ഡിനോമിനേറ്ററിൽ എക്സ് എന്ന് മാത്രമല്ല ഉള്ളൂ. അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 3യും കൂടെ ഡിനോമിനേറ്ററിൽ അങ്ങ് ചേർത്തു. പക്ഷെ നമുക്കറിയാം വെറുതെ ഡിനോമിനേറ്ററിൽ ഒരു 3 കൊടുത്താൽ വാല്യൂവിന് ചേഞ്ച് വരില്ലേ. അപ്പൊ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഒരു ഇൻറ്റു 3 കൊടുക്കണ്ടേ. ഇനി അതേപോലെ തന്നെയാണ് അടുത്തതിലും അല്ലെ. അടുത്തത് ശരിക്കും പറഞ്ഞാൽ ലോഗ് 1 + -2x അല്ലേ. അപ്പൊ അതുകൊണ്ട് ഡിനോമിനേറ്ററിൽ എന്താ വരേണ്ടത്, -2x അല്ലേ വരേണ്ടത്. പക്ഷെ എക്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു -2 അങ്ങ് കൊടുത്തു. പക്ഷെ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ അപ്പൊ ഇൻറ്റു എന്ത് വേണം, -2 കൊടുക്കണം. ഓക്കെ അല്ലേ ഞാൻ പറയുന്നത്? യെസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആസ് എക്സ് ടെൻസ് ടു 0 3x ഓൾസോ ടെൻസ് ടു 0. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിട്ട് മാറും, 1 ആയിട്ട് മാറത്തില്ലേ. അതിന്റെ ലിമിറ്റ് നമ്മുടെ സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആണത്. ഓക്കെ, അപ്പൊ അതിനെ എനിക്ക് 1 എന്ന് എഴുതാം. സോ 1 ഇൻറ്റു 3 ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 3യുടെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ, 3 തന്നെയാണല്ലോ. അപ്പൊ 1 ഇൻറ്റു 3 മൈനസ്, ഇനി അതുപോലെ ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു -2x ഉണ്ട്, ന്യൂമറേറ്ററിൽ ലോഗ് 1 - 2x ആണ്. അപ്പൊ അതും സ്റ്റാൻഡേർഡ് ലിമിറ്റിന്റെ ഫോമിലാണ്. അപ്പൊ അതുകൊണ്ട് ആ ലിമിറ്റും എത്രയാണെന്ന് എഴുതാം, 1 എന്ന് എഴുതാമല്ലോ. ഇൻറ്റു പിന്നെ ഒരു -2 കാണാനുണ്ട്. ഈ -2 ഒരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിന്റെ ലിമിറ്റ് എന്ത് തന്നെയാ, -2 തന്നെയാണ്. ശരിയല്ലേ. അപ്പൊ ഇത് എത്രയാ കിട്ടുക, 3 + 2 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 5. സോ ഫൈനൽ ആൻസർ ഈസ് 5. അപ്പൊ ഇതൊരു ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ആൻസർ എത്രയാ വരുന്നത്, 5 ആണ് വരുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ അതിനകത്ത് കൂടുതൽ പറയാനൊന്നുമില്ല. നമ്മൾ സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആണ് അവിടെ യൂസ് ചെയ്തത്. ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. യെസ്. അപ്പൊ നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ഫംഗ്ഷൻസിലെ ക്വസ്റ്റ്യൻസ് കണ്ടു, ലിമിറ്റിനകത്തെ ക്വസ്റ്റ്യൻസ് കണ്ടു, ദെൻ കണ്ടിന്യൂറ്റിയുടെ ക്വസ്റ്റ്യൻ ചെയ്തു. ഇവിടെ ഇപ്പോൾ അടുത്തത് ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത് അല്ലെ. ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്നും എന്താ, അവിടെ വി ആർ ഗിവൺ എ ഫംഗ്ഷൻ f(x). ഇവിടെ നമുക്കൊരു ഫംഗ്ഷൻ f(x) തന്നിട്ടുണ്ട്. ആ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ, കാണാമല്ലോ. യെസ്. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് x = 1 എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണ് അല്ലെ. x = 1 എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് ദ വാല്യൂ ഓഫ് a/b. a/bയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ശരിയാണല്ലോ. a/bയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എയും വേണം ബിയും വേണം. ശരിയല്ലേ. അപ്പൊ 2 അൺനോൺ ക്വാണ്ടിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. 2 അൺനോൺ ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് 2 കണ്ടീഷൻസിന്റെ ആവശ്യമുണ്ട്. പക്ഷെ അവിടെ ഒരു കണ്ടീഷനെ കാണാനുള്ളൂ. x = 1 f(x) ഡിഫറൻഷ്യബിൾ എന്ന് മാത്രമല്ല പറയുന്നുള്ളൂ. പക്ഷെ നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ആ പോയിന്റിൽ എന്തുമായിരിക്കും, കണ്ടിന്യൂസുമായിരിക്കുമല്ലോ. കാരണം കണ്ടിന്യൂറ്റി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് എവിടേക്ക് വരാൻ പറ്റുള്ളൂ, ഡിഫറൻഷ്യബിലിറ്റിയിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാൾ ഡിഫറൻഷ്യബിലിറ്റിയിൽ നിൽക്കുന്നത് കണ്ടാൽ ഉറപ്പായിട്ടും അയാൾ ഏതുവഴി തന്നെയായിരിക്കും വന്നിട്ടുണ്ടാവുക, കണ്ടിന്യൂറ്റി വഴിയായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് f(x) കണ്ടിന്യൂസ് ആണ് അല്ലെ. ഏത് പോയിന്റിൽ, 1 എന്ന് പറയുന്ന പോയിന്റിൽ. f(x) 1ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം 1ൽ ശരിക്കും f(x)ന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമല്ലോ അല്ലെ. കാരണം നമുക്കറിയാം എ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എയിലെ വാല്യൂ എയിലെ ലിമിറ്റും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ശരിയല്ലേ. അപ്പൊ എയിലെ വാല്യൂ എയിലെ ലിമിറ്റും എക്സിസ്റ്റ് ചെയ്തല്ല മതിയാകൂ. അപ്പൊ 1ൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് 1ൽ ഉള്ള ലിമിറ്റ് ഉറപ്പായിട്ടും എക്സിസ്റ്റ് ചെയ്യണം. നമുക്കറിയാം 1ലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഉറപ്പല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഇക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പൊ ആദ്യം നമുക്ക് f(x)ന്റെ ലെഫ്റ്റ് ലിമിറ്റ് അറ്റ് x = 1 എടുക്കാം. ലെഫ്റ്റ് ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് വളരെ സിമ്പിൾ ആണ്. ഇവിടെ നോക്കി, ലെഫ്റ്റിലേക്കുള്ള എക്സുകൾ എടുത്താൽ അല്ലെ, 1ന്റെ ലെഫ്റ്റിലേക്കുള്ള എക്സുകൾ എടുത്താൽ f(x) എന്ന് പറയുന്നത് -1 അല്ലേ, -x അല്ലേ. അപ്പൊ അതിനകത്തേക്ക് x-ന് 1 കൊടുത്താൽ എനിക്ക് ലെഫ്റ്റ് ലിമിറ്റ് കിട്ടില്ലേ അല്ലെ. അപ്പൊ എനിക്ക് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഇക്വേറ്റ് ചെയ്യാണ് വേണ്ടത്. ലെഫ്റ്റ് ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ ലെഫ്റ്റിലേക്ക് 1ന്റെ ലെഫ്റ്റിലേക്കുള്ള എക്സുകൾക്ക് f(x) എത്രയാണെന്ന് നോക്കിയപ്പോൾ -x ആണ്. അപ്പൊ x → 1 ആണെങ്കിൽ -x എന്തായിട്ട് മാറും, -1 ആയിട്ട് മാറത്തില്ലേ. ഉറപ്പല്ലേ. അപ്പൊ ഇതാണ് ലെഫ്റ്റ് ലിമിറ്റ്. ഇത് എന്തിനോട് ഈക്വൽ ആണ്, റൈറ്റ് ലിമിറ്റിനോട് ഈക്വൽ ആണ്. റൈറ്റ് ലിമിറ്റ് വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 1ന്റെ റൈറ്റ് സൈഡിലേക്കുള്ള എക്സുകൾ
അത് ഈ കേസിലല്ലേ വരുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എക്സ് എടുക്കുക, അതിനകത്ത് എക്സ് ടെൻസ് ടു 1 എന്ന് കൊടുക്കുക, അതായത് എക്സിന് 1 എന്ന് കൊടുക്കുക അല്ലെ. അപ്പൊ അവിടെ എക്സിന് 1 എന്ന് കൊടുത്താൽ നമുക്ക് എത്രയാണ് കിട്ടുക? എ പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1 പ്ലസ് ബി എന്നല്ലേ കിട്ടുന്നത്. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, എയിലും ബിയിലും ഉള്ളത്. അതവിടെ നിൽക്കട്ടെ, അത് നമുക്ക് ആവശ്യം വന്നേക്കാം. മനസ്സിലാകുന്നുണ്ടല്ലോ പറഞ്ഞത്. അപ്പൊ ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും. കണ്ടിന്യൂസ് ആണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും നമ്മൾ ഇക്വേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഡെറിവേറ്റീവിന്റെ കേസിലേക്ക് വരാം. ഞാൻ എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നു. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു, നോക്കി, എക്സ് ലെസ് ദാൻ 1 ആകുന്ന കേസിൽ മൈനസ് എക്സ് ആണ് എഫ് ഓഫ് എക്സ്. അപ്പൊ ഡെറിവേറ്റീവ് -1 എന്നല്ലേ വരുന്നത്. അപ്പൊ എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് -1 ആണ്. ഇനി അതുപോലെ അടുത്ത കേസോ, എക്സ് 1 തൊട്ട് 2 വരെയുള്ള കേസ് ആണെങ്കിൽ അല്ലെ, ഞാൻ ഈക്വൽ ടു 1 ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു. കാരണം 1ൽ അത് ഡിഫറൻഷ്യബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല, അത് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ശരിയല്ലേ? 1ൽ ഇവിടെ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഈക്വൽ കൊടുക്കാം അല്ലെ. അല്ലാതുള്ള കേസിൽ അത് ചെക്ക് ചെയ്തിട്ട് മാത്രമേ അവിടെ ഈക്വൽ കൊടുക്കാൻ പാടുള്ളൂ. എനിവേ, നമുക്ക് എ പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എടുത്താൽ എ ഒരു കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് എന്താ? 0 ആകുമല്ലോ. ദെൻ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്താ വരിക? കോസ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ ഡെറിവേറ്റീവ് -1/√(1 - x² അല്ലേ. അപ്പൊ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ബി ആണെങ്കിൽ ഡെറിവേറ്റീവ് എന്താ കിട്ടുക? കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ബിയുടെ -1/√(1 അല്ലെ 1 - x + b² എന്ന് വരില്ലേ. അപ്പൊ ഇതാണ് ഡെറിവേറ്റീവ്. ഓക്കെ ആണല്ലോ അല്ലെ? യെസ്. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്തു. ഇനി നമുക്കറിയാം ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ആയതുകൊണ്ട് ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും ഉറപ്പായിട്ടും ഈക്വൽ ആയിരിക്കണ്ടേ. അപ്പൊ ലെഫ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് 1, ലെഫ്റ്റ് ഡെറിവേറ്റീവ് നോക്കിയേ, 1ന്റെ ലെഫ്റ്റിലേക്കുള്ള എക്സുകൾ എടുത്താൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് എത്രയാ? -1 അല്ലേ. സോ -1 ഇസ് ഈക്വൽ ടു, ഇത് തന്നെ എന്തിനോട് ഈക്വൽ ആയിരിക്കണം? റൈറ്റ് ഡെറിവേറ്റീവിനോട് ഈക്വൽ ആയിരിക്കണ്ടേ. റൈറ്റ് ഡെറിവേറ്റീവ് ദാ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതല്ലേ ഡെറിവേറ്റീവ്. എക്സ് ഇസ് ഈക്വൽ ടു 1ലെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്, അതുകൊണ്ട് തന്നെ എക്സിന് 1 എന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പൊ റൈറ്റ് ഡെറിവേറ്റീവ് എന്താ കിട്ടുക? 1ലെ -1 ഡിവൈഡഡ് ബൈ √(1 - 1 + b² എന്നാണല്ലോ. ശരിയല്ലേ? നമുക്ക് രണ്ട് സൈഡും ഇക്വേറ്റ് ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? √(1 - 1 + b² ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും അല്ലെ. ഒന്ന് സ്ക്വയർ ചെയ്താൽ 1 - 1 + b² ഇസ് ഈക്വൽ ടു 1 എന്നാകും. രണ്ട് സൈഡിൽ നിന്നും 1 ക്യാൻസൽ ചെയ്താൽ എനിക്ക് 1 + b² ഈക്വൽ ടു 0 എന്ന് വരും. 1 + b² 0 ആണെങ്കിൽ 1 + b 0 ആയിരിക്കും. സോ b ഇസ് ഈക്വൽ ടു -1. അപ്പൊ ബിയുടെ വാല്യൂ എനിക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ. ബി ഇസ് ഈക്വൽ ടു -1 എന്നല്ലേ വരുന്നത്. എയും കൂടെ വേണം അല്ലെ. നമുക്ക് ഫൈനലി a/b അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ദാ ഇവിടെ നമ്മൾ ഒരു ഇക്വേഷൻ എഴുതി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് യൂസ് ചെയ്യാമല്ലോ. ആ ഇക്വേഷൻ യൂസ് ചെയ്യാം. അപ്പൊ ആ ഇക്വേഷൻ യൂസ് ചെയ്താൽ അതിലേക്ക് ബിക്ക് -1 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? അപ്പൊ ഇതൊക്കെ മാറ്റിയേക്കാം. ബിക്ക് -1 കൊടുത്താൽ -1 ഇസ് ഈക്വൽ ടു എ പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ്, നോക്കിയേ, b+1 ഓർ 1 + b എന്താ? 0 എന്നല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പൊ കോസ് ഇൻവേഴ്സ് 0 എന്ന് വരും. ദാറ്റ് ഈസ് -1 ഇസ് ഈക്വൽ ടു എ പ്ലസ് കോസ് ഇൻവേഴ്സ് 0 എത്രയാ? കോസ് π/2 ആണ് 0 ആകുന്നത്. സോ കോസ് ഇൻവേഴ്സ് 0 π/2 വരും. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് a ഇസ് ഈക്വൽ ടു -π/2 -1 ശരിയല്ലേ. ഈ π/2 മറു സൈഡിലേക്ക് ചാടുമ്പോൾ -π/2 ആയിട്ട് മാറും. അതായത് -π+2 ഡിവൈഡഡ് ബൈ 2 എന്ന് വേണമെങ്കിൽ എഴുതാമല്ലോ അതിനെ അല്ലെ. എൽസിഎം ഒക്കെ എടുത്തെഴുതിയാൽ മൈനസ് കോമൺ എടുത്താൽ -π+2 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് a/b കണ്ടുപിടിക്കാം. ശരിയല്ലേ. സോ a/b ഇസ് ഈക്വൽ ടു a എന്ന് പറയുന്നത് കിട്ടിയിട്ടുണ്ട്. -π+2 ഡിവൈഡഡ് ബൈ 2 ആണ്. ഡിവൈഡഡ് ബൈ b എന്ന് പറഞ്ഞാൽ എത്രയാ? -1 ആണ്. അപ്പൊ ന്യൂമറേറ്ററിലുള്ള മൈനസും ഡിനോമിനേറ്ററിലുള്ള മൈനസും കൂടെ ക്യാൻസൽ ചെയ്താൽ നമുക്ക് ആൻസർ എത്രയാ കിട്ടുക? π+2 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അതിവിടെ ഓപ്ഷൻ എ ആയിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്. സോ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇവിടെയും ഒരു ഫംഗ്ഷൻ തന്നിട്ട് പറഞ്ഞിരിക്കുന്നു ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. എവിടെ ഡിഫറൻഷ്യബിലിറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ കൂടെ കണ്ടിന്യൂറ്റിയും ഉറപ്പായിട്ടും വന്നിട്ടുണ്ട്. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ആദ്യം കണ്ടിന്യൂറ്റി എന്നുള്ള കേസാണ് എടുത്തത്.
എഫ് ഓഫ് എക്സ് 1ൽ ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് 1ൽ കണ്ടിന്യൂസ് ആയിരിക്കും. 1ൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ലിമിറ്റ് എന്തായാലും എക്സിസ്റ്റ് ചെയ്തേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കുമല്ലോ അല്ലെ. അപ്പൊ അതാണ് നമ്മൾ ആദ്യം ഒരു കണ്ടീഷൻ കിട്ടിയത് അല്ലെ. അത് നമ്മൾ മാറ്റിവെച്ചു. അതിനുശേഷം ഡിഫറൻഷ്യബിലിറ്റിയുടെ കേസ് എടുക്കുന്നു. ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. 1ൽ ഡിഫറൻഷ്യബിൾ ആയതുകൊണ്ട് ലെഫ്റ്റ് ഡെറിവേറ്റീവും റൈറ്റ് ഡെറിവേറ്റീവും സെയിം ആയിരിക്കും. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എയുടെ വാല്യൂ കിട്ടി അല്ലെ. യെസ്, ബിയുടെ വാല്യൂ കിട്ടി. ദെൻ അതിൽ നിന്ന് നമ്മൾ എയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ദെൻ എ ബൈ ബി കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. അപ്പോൾ ഡിഫറൻസിയേഷനിൽ നിന്നും നമ്മൾ അടുത്തത് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിലേക്ക് പോവാണ്. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോസിബിലിറ്റി ഉള്ളത് മാക്സിമ മിനിമയിൽ നിന്നാണ്. അപ്പൊ മാക്സിമ മിനിമയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതും റിപ്പീറ്റഡ് ആയിട്ട് പല ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ലോക്കൽ മാക്സിമ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2/x the whole raised to x square where x greater than 0. അപ്പൊ നമുക്ക് ഇതാണ് വേണ്ടത്. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്താണെന്ന് നോക്കട്ടെ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2/x the whole raised to x square. ഇതാണ് ഇവിടെ തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് എന്താ വേണ്ടത്? ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിന്റെ ലോക്കൽ മാക്സിമം വാല്യൂ ആണ് വേണ്ടത്. ശരിയല്ലേ? അപ്പൊ നമുക്കറിയാം മാക്സിമം മിനിമയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആരുടെ ഹെൽപ്പ് വേണം? ഡെറിവേറ്റീവിന്റെ ഹെൽപ്പ് വേണം. അപ്പൊ എന്തായാലും ഞാൻ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ നോക്കുന്നു. എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു, പക്ഷെ ഡെറിവേറ്റീവ് എടുക്കാനായിട്ട് നോക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാകുന്നത്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എങ്ങനെയാ വന്നിരിക്കുന്നത്? ഒരു ഫംഗ്ഷൻ റേസ് ടു അനദർ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ പവർ ആയിട്ട് മറ്റൊരു ഫംഗ്ഷൻ വന്നാൽ, എഫ് ഓഫ് എക്സ് റേസ് ടു ജി ഓഫ് എക്സ് എന്ന രീതിയിൽ വന്നാൽ നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താ? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് അല്ലെ. അതായത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് മുൻപ് ലോഗരിതം എടുക്കണം. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, രണ്ട് സൈഡിലും ലോഗരിതം എടുക്കാൻ പോകുന്നു. അപ്പോൾ ഞാൻ ഫോർ കൺവീനിയൻസ് എഫ് ഓഫ് എക്സിനെ y എന്ന് വിളിക്കാം. സോ y ഇസ് ഈക്വൽ ടു 2/x the whole raised to x square ആണ്. ലോഗരിതം എടുത്താൽ log y ഇസ് ഈക്വൽ ടു, അടുത്ത റൈറ്റ് സൈഡിൽ ലോഗ് എടുത്താൽ പവർ ആയിട്ടുള്ള x സ്ക്വയർ ഇൻറ്റു ലോഗരിതം ഓഫ് 2/x. ഇങ്ങനെയല്ലേ ഞാൻ എഴുതേണ്ടത്? ദാറ്റ് ഈസ് log y ഇസ് ഈക്വൽ ടു x സ്ക്വയർ ഇൻറ്റു ലോഗരിതം ഓഫ് 2/x നെ എനിക്ക് ഫോർ കൺവീനിയൻസ് log 2 മൈനസ് log x എന്ന് വേണമെങ്കിൽ എഴുതാമല്ലോ. അങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കുറെ കൂടെ സിമ്പിൾ ആകാൻ വേണ്ടി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ രണ്ട് സൈഡിലും ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് നിങ്ങൾക്കറിയാം 1/y ആണ്. പക്ഷേ y ആയി പോയത് കൊണ്ട് നമുക്ക് എന്ത് വേണം? ഇൻറ്റു dy/dx വേണം. ശരിയല്ലേ? സോ 1/y ഇൻറ്റു dy/dx അല്ലെങ്കിൽ y ഡാഷ് ഇസ് ഈക്വൽ ടു, അടുത്ത റൈറ്റ് സൈഡിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ പ്രോഡക്റ്റ് റൂൾ എടുക്കേണ്ടിയിരിക്കുന്നു അല്ലെ. കാരണം രണ്ട് ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആണല്ലോ. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ് സ്ക്വയറും സെക്കൻഡ് ഫംഗ്ഷൻ log 2 മൈനസ് log x ഉമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രോഡക്റ്റ് റൂൾ വേണം. എന്താ പ്രോഡക്റ്റ് റൂൾ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് വണ്ണിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ log 2ന്റെ ഡെറിവേറ്റീവ് 0 ആണ്, മൈനസ് log x-ൻ്റെത് 1/x ആണ്, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ log 2 മൈനസ് log x ആണ്. വേണമെങ്കിൽ എനിക്കതിനെ log 2/x എന്ന് എഴുതാം അല്ലെ. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x അല്ലേ. ശരിയല്ലേ ഇത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് y ഡാഷ് ഇസ് ഈക്വൽ ടു y ഇൻറ്റു മൈനസ് എക്സ് പ്ലസ് 2x ഇൻറ്റു log 2/x എന്നല്ലേ എഴുതാൻ പറ്റുന്നത്. ശരിയല്ലേ? ഒരു എക്സ് നമുക്ക് വേണമെങ്കിൽ കോമൺ ആയിട്ട് മാറ്റാം. എക്സ് ഈസ് എ കോമൺ ഫാക്ടർ ദെയർ. അപ്പൊ അടുത്ത പേജിലേക്ക് എഴുതിയാലോ. y ഡാഷ് ഇസ് ഈക്വൽ ടു, ഒരു എക്സും കൂടെ ഞാനിങ്ങ് കോമൺ എടുത്തു. അപ്പോൾ yx ഇൻറ്റു പിന്നെന്താ വരിക? -1 പ്ലസ് 2 ഇൻറ്റു ലോഗ് അല്ലെ 2/x എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഇതാണ് എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്കറിയാം മാക്സിമം മിനിമയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എഫ് ഡാഷ് എക്സ് കണ്ടുപിടിച്ചാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? അടുത്ത സ്റ്റെപ്പില് ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കും. എങ്ങനെയാ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുന്നത്? ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഡെറിവേറ്റീവ് ആ പോയിന്റിൽ 0 ആകണം, അതല്ലെങ്കിൽ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യാതിരിക്കണം. ശരിയാണല്ലോ? അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് 0 ആകുന്ന പോയിന്റുകളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ് ഞാൻ 0ക്ക് ഇക്വേറ്റ് ചെയ്തു. y ഡാഷ് 0ക്ക് ഇക്വേറ്റ് ചെയ്താൽ y ഇൻറ്റു എക്സ് ഇൻറ്റു -1 പ്ലസ് 2 ഇൻറ്റു log 2/x ഇത് ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ?
പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ എക്സ് എന്ന് പറയുന്നത് എന്തായാലും 0 അല്ല. അതെങ്ങനെ മനസ്സിലായി? കാരണം ദാ ഇവിടെ എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ എക്സ് ഈസ് എ പോസിറ്റീവ് നമ്പർ. സോ എക്സ് ഈസ് നോട്ട് ഈക്വൽ ടു 0. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഡെഫിനറ്റ്ലി എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി പോസിറ്റീവ് ആയിരിക്കും അല്ലെ? ഉറപ്പായിട്ടും 0 ആകാൻ പറ്റില്ല. അപ്പോൾ എഫ് ഓഫ് എക്സ് അതായത് വൈയും എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ എക്സ് പോസിറ്റീവ് ആണ്, വൈയും എന്താണ്? പോസിറ്റീവ് ആണ് അല്ലെ? ഓക്കെ, അപ്പൊ എക്സ് 0 അല്ല, വൈയും 0 അല്ല. എക്സും വൈയും പോസിറ്റീവ് നമ്പറുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് 0 ആകണമെങ്കിൽ ഒരേ ഒരു പോസിബിലിറ്റി അല്ല ഉള്ളൂ. -1 + 2 × log of 2/x എന്തായിട്ട് മാറണം? 0 ആയിട്ട് മാറണം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്തു. ക്രിട്ടിക്കൽ പോയിന്റ്സ് കിട്ടാനായിട്ട് ഡെറിവേറ്റീവ് നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്തു. ഇതെല്ലാം NCERT ബുക്കിൽ ഇതേപോലെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലെ? അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാനായിട്ട് 0ക്ക് ഡെറിവേറ്റീവ് ഇക്വേറ്റ് ചെയ്തു. പക്ഷെ നമുക്ക് മനസ്സിലായി വൈയും എക്സും ഒന്നും എന്തല്ല? 0 അല്ല, അതൊക്കെ പോസിറ്റീവ് നമ്പറുകളാണ്. അപ്പൊ അതുകൊണ്ട് ആ പ്രോഡക്റ്റിൽ പിന്നെ 0 ആകാനുള്ളത് ഏത് മാത്രമേ ഉള്ളൂ? -1 + 2 log 2/x ആണ്. ശരിയല്ലേ? അപ്പൊ അവിടെ നിന്ന് എനിക്ക് എക്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ -1നെ മറുസൈഡിൽ കൊണ്ടുപോയാൽ 2 log 2/x = 1 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് log 2/x എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 1/2 ആയിട്ട് മാറും. നമുക്കറിയാം ലോഗരിതം മാറ്റണമെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതിയാകും? ഇയുടെ പവർ ആക്കിയാൽ പോരെ. അപ്പൊ 2/x എന്ന് പറയുന്നത് e⁻1/2 വരില്ലേ? അതായത് 2/x = e⁻1/2 എന്ന് പറയുന്നത് √e ആണല്ലോ അല്ലെ? √e 1/2 പവർ എടുക്കുക എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് എടുക്കുക എന്ന. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എക്സിന്റെ വാല്യൂ എനിക്ക് 2 / √e എന്ന് എഴുതാം. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടിയല്ലോ. അപ്പൊ ഇവിടെ ആകെ ഒരേ ഒരു ക്രിട്ടിക്കൽ പോയിന്റ് മാത്രമേ ഉള്ളൂ. ഈ ക്രിട്ടിക്കൽ പോയിന്റിൽ ചിലപ്പോൾ മാക്സിമം ആകാം, ചിലപ്പോൾ മിനിമം ആകാം, ചിലപ്പോൾ മാക്സിമമോ മിനിമമോ അല്ലാത്തൊരു പോയിന്റ് ആകാം. അങ്ങനെയാണല്ലോ അല്ലെ? അത് ഒരു ക്രിട്ടിക്കൽ പോയിന്റിൽ മാക്സിമം ആണോ മിനിമം ആണോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ എന്താ ചെയ്യാറുള്ളത്? അതിന്റെ 2 ടൈപ്പ് ടെസ്റ്റുകൾ എവിടെ പറയുന്നുണ്ട്? NCERT ബുക്കിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും ഉണ്ട്. കമ്പാരിറ്റീവ്ലി സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അത് കുറെ കൂടെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ട് അല്ലെ? പക്ഷെ ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ ഞാൻ ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുത്തപ്പോൾ തന്നെ നോക്കി, ഫസ്റ്റ് ഡെറിവേറ്റീവിന്റെ കേസിൽ തന്നെ 3 ഫംഗ്ഷൻസിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നിന്നാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആകും. അപ്പൊ അതുകൊണ്ട് ഞാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിലേക്ക് പോകുന്നില്ല, പകരം ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് തന്നെ എടുത്തു നോക്കാം. അപ്പൊ എന്താ ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്? ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമുക്കൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ? 2/√e എന്ന് കിട്ടിയിട്ടുണ്ട്. ശരിയാണല്ലോ? നമുക്കിനി അറിയേണ്ടത് ഈ 2/√eയുടെ ലെഫ്റ്റ് സൈഡിൽ അല്ലെ? 2/√e അതിന്റെ ലെഫ്റ്റ് സൈഡിൽ f'(x) പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. അതുപോലെ റൈറ്റ് സൈഡിലും f'(x) പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കണം. ശരിയാണല്ലോ? ഞാൻ ഈ പറയുന്നത് മാക്സിമം മിനിമ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിന്റെ കാര്യമാണ്. 2 ടൈപ്പ് ടെസ്റ്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റും ഉണ്ട്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റും ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നില്ല. കാരണം സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കാനുള്ള മടി കാരണമാണ് അല്ലെ? സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പോകാത്തത്. അങ്ങനെ പോയാലും നമുക്ക് ആൻസർ ഒക്കെ കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിലേക്ക് വരുന്നു. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ ഇവിടെ നമുക്ക് എക്സിന് ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ടല്ലോ, 2 / √e ആണ്. അപ്പോൾ ആ വാല്യൂവിൽ മാക്സിമം ആണോ മിനിമം ആണോ എന്നാണ് അറിയേണ്ടത്. അതിന് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ പർട്ടിക്കുലർ വാല്യൂവിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും f'(x)ന്റെ സൈൻ എന്താണെന്ന് കണ്ടുപിടിക്കണം. ശരിയല്ലേ? സപ്പോസ് എക്സ് എന്ന് പറയുന്നത് <2 ആണെന്നിരിക്കട്ടെ. അതായത് 2/√eയുടെ ലെഫ്റ്റ് സൈഡിലാണ് എക്സ് വരുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് 2/x എന്നുള്ളതിനെ ഗ്രേറ്റർ ദാൻ എന്തെന്ന് എഴുതാം? √e എന്ന് എഴുതിക്കൂടെ അല്ലെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. √e എന്നുള്ളത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് കയറ്റി, അതുപോലെ എക്സ് ഡിനോമിനേറ്ററിലേക്ക് വന്നു. അപ്പോൾ 2/x ഈസ് ഗ്രേറ്റർ ദാൻ √e എന്നല്ലേ വരുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഞാൻ ലോഗരിതം എടുത്താൽ log 2/x ഗ്രേറ്റർ ദാൻ എന്താ? √eയുടെ ഡെറിവേറ്റീവ് അല്ലെങ്കിൽ √eയുടെ ലോഗരിതം എടുത്താൽ എന്താ കിട്ടുക? √e എന്ന് പറയുന്നത് e⁻1/2 അല്ലേ? അപ്പൊ ലോഗരിതം എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? 1/2 അല്ലേ കിട്ടുക അല്ലെ? അപ്പൊ ഞാൻ ആ 1/2നെ മറുസൈഡിലേക്ക് കൊണ്ടുവന്നാൽ -1/2 ശരിയല്ലേ? -1/2 പ്ലസ് log 2/x ഗ്രേറ്റർ ദാൻ 0 എന്നല്ലേ വരുന്നത് അല്ലെ? വേണമെങ്കിൽ ഒരു 2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെന്തായിട്ട് മാറും? -1 +
2 ഇൻറ്റു ലോഗ് 2/x ഗ്രേറ്റർ ദാൻ 0 എന്നല്ലേ വരുന്നത് അല്ലേ? ഒന്നുകൂടെ പറയട്ടെ ഞാൻ. ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? 2 ഡിവൈഡഡ് ബൈ √e എന്ന് പറയുന്ന നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള എക്സുകളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ f'(x)ന്റെ സൈൻ എന്താണ്, അതാണ് എനിക്ക് അറിയേണ്ടത്. ഇതേപോലെ റൈറ്റ് സൈഡിലെ കാര്യവും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഡിവൈഡഡ് ബൈ √e ലെഫ്റ്റ് സൈഡിലുള്ള എക്സുകൾ എടുത്ത കാര്യമാണ് ഇവിടെ പറയുന്നത്. ശരിയല്ലേ? അങ്ങനെയുള്ള ഒരു എക്സ് എടുത്താൽ x ഈസ് ലെസ് ദാൻ 2/√e ആണല്ലോ. എനിക്ക് അതിനെ ഏത് ഫോമിലേക്ക് മാറ്റണം? ദാ ഇവിടെ കണ്ടോ, f'(x)ന്റെ രൂപത്തിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് 2/x എഴുതി. അപ്പൊ 2/x ക്രോസ് മൾട്ടിപ്ലൈ ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ എന്തായിട്ടാ മാറുന്നത്? 2/x ഈസ് ഗ്രേറ്റർ ദാൻ √e. അപ്പൊ അവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്നൊക്കെ ഞാൻ പറഞ്ഞു. ഒരിക്കലും ഇനിക്വാളിറ്റി വരുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നില്ലേ? ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് ക്വസ്റ്റ്യൻ അകത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എക്സ് ഒരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് അവിടെ എന്ത് ചെയ്തത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തത് അല്ലെ? എക്സ് ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഇനിക്വാളിറ്റി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മാറത്തില്ലേ? അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ എക്സ് പോസിറ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 2/x ഈസ് ഗ്രേറ്റർ ദാൻ √e എന്ന് എനിക്ക് എഴുതാൻ പറ്റി. രണ്ട് സൈഡിലെ ലോഗരിതം എടുത്തു. അപ്പൊ ലോഗ് 2/x ഗ്രേറ്റർ ദാൻ 1/2 വന്നു അല്ലെ? then 1/2 മറുസൈഡിൽ കൊണ്ടുവന്നപ്പോൾ -1/2 പ്ലസ് ലോഗ് 2/x ഗ്രേറ്റർ ദാൻ 0 എന്ന് വന്നു. ത്രൂ ഔട്ട് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഫൈനലി നമുക്ക് ഇതാ ഈ കാര്യമല്ലേ കിട്ടിയിരിക്കുന്നത്. ശരിയല്ലേ? ഇനി നമുക്ക് f'(x)ലേക്ക് വരാം. f'(x) എന്ന് പറയുന്നത് ദാ ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ദാ ഇതാണല്ലോ f'(x). ശരിയല്ലേ? ആ f'(x)ൽ ആദ്യം കാണുന്നത് y ആണ്. y പോസിറ്റീവ് ആണ് എന്ന് നമുക്കിപ്പോൾ അറിയാമല്ലോ. അടുത്ത ഫാക്ടർ x ആണ്. x പോസിറ്റീവ് ആണെന്ന് അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ദാ ഈ ക്വാണ്ടിറ്റി അതല്ലേ അടുത്തതായിട്ട് അവിടെ വന്നിരിക്കുന്നത്, അത് നെഗറ്റീവ് ആണ്. അപ്പൊ അവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയേ, ഇത് പോസിറ്റീവ് ആണ്, എക്സ് പോസിറ്റീവ് ആണ്, ദാ ഈ ക്വാണ്ടിറ്റി നെഗറ്റീവ് ആണ്, സോറി പോസിറ്റീവ് ആണെന്നല്ലേ ഇപ്പൊ കിട്ടിയിരിക്കുന്നത് നമുക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 3 പോസിറ്റീവ് നമ്പറുകളുടെ പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഡെറിവേറ്റീവ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കില്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി 2/√e ലെഫ്റ്റ് സൈഡിലേക്കുള്ള എക്സുകളാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അവിടെയൊക്കെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്. ശരിയല്ലേ? ഇനി ഇതേ കാര്യം തിരിച്ച് ചിന്തിച്ചാലോ? 2/√e വലിയൊരു എക്സ് ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ഉള്ള ഇനിക്വാളിറ്റി ഒക്കെ നേരെ ഓപ്പോസിറ്റ് ആക്കിയാൽ പോരെ? അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഫൈനൽ ആയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റിൽ ലെസ് ദാൻ 0 എന്നല്ലേ ആ ക്വാണ്ടിറ്റി കിട്ടുക. അപ്പൊ ഉറപ്പായിട്ടും f'(x) എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കില്ലേ? അപ്പൊ 2/√e മുമ്പ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്, 2/√e കഴിഞ്ഞിട്ട് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ്. നിങ്ങൾക്കറിയാം ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻക്രീസിങ് ആയിരിക്കും. ശരിയല്ലേ? അല്ലെ? അപ്പൊ ഫംഗ്ഷൻ f(x) ഇൻക്രീസിങ് ആണ്. എവിടം വരെ? 2/√e വരെ. ദെൻ 2/√e കഴിഞ്ഞിട്ട് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആയതുകൊണ്ട് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? ഡിക്രീസിങ് ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ 2/√e നേരെ ഉറപ്പായിട്ടും ഉണ്ടാവുക ഒരു ലോക്കൽ മാക്സിമം ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ 2/√e എന്ന് പറയുന്ന പോയിന്റിലാണ് എന്ത് വരുന്നത്? ലോക്കൽ മാക്സിമം വരുന്നത്. ക്ലിയർ അല്ലേ? പക്ഷെ നമുക്ക് ആ മാക്സിമം വാല്യൂ ആണ് വേണ്ടത്. ആ മാക്സിമം വാല്യൂ വേണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? f(x)നകത്തേക്ക് x മാറ്റിയിട്ട് എന്ത് കൊടുത്താൽ മതി? 2/√e എന്ന് കൊടുത്താൽ പോരെ? അപ്പൊ നമുക്ക് ആ മാക്സിമം വാല്യൂ, ലോക്കൽ മാക്സിമം വാല്യൂ എന്താ കിട്ടുക? 2 ഡിവൈഡഡ് ബൈ എക്സ് മാറ്റിയിട്ട് എന്ത് കൊടുക്കണം? 2 ഡിവൈഡഡ് ബൈ √e കൊടുക്കണം. ദ ഹോൾ റൈസ് ടു എക്സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2/√e സ്ക്വയർ ആണ്. അത് 4/e എന്നല്ലേ കിട്ടുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു √e ദ ഹോൾ റൈസ് ടു 4/e എന്ന് വരില്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ആ റേസ് ടു 4ൽ നിന്നും ഒരു 2നെ എടുത്താൽ √e സ്ക്വയർ ആകും അല്ലെ? ഇതിനെ എനിക്ക് വേണമെങ്കിൽ √e സ്ക്വയർ ദ ഹോൾ റൈസ് ടു 2/e എന്ന് എഴുതാമല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു √e സ്ക്വയർ എന്ന് പറയുന്നത് e ആണ്. അപ്പൊ e റൈസ് ടു 2/e എന്ന് കിട്ടും. അപ്പൊ അത് ആൻസർ ഓപ്ഷൻ സി ആയിട്ട് അവിടെ കാണാൻ പറ്റില്ലേ? സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായോ? ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇവിടെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് എഴുതാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ശരിക്കും നമുക്ക് ഡെറിവേറ്റീവ് 0ക്ക് ഇക്വേറ്റ് ചെയ്തപ്പോൾ എക്സിനൊരു വാല്യൂ കിട്ടി. ശരിയല്ലേ? പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്തത്? ആ വാല്യൂല് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് നോക്കി അല്ലെ? അപ്പൊ അത് കുറെ സ്റ്റെപ്പുകൾ നമുക്ക് എഴുതേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താ? നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ലോക്കൽ മാക്സിമം വാല്യൂ. ഓപ്ഷൻസ് നോക്കിയപ്പോൾ എല്ലാം ഫൈനൈറ്റ് നമ്പറുകളാണ്. അതിന്റെ മീനിങ് എന്താ? ഉറപ്പായിട്ടും ഇതിനൊരു ലോക്കൽ മാക്സിമം വാല്യൂ ഉണ്ടല്ലോ. ആകെ ഒരേ ഒരു ക്രിട്ടിക്കൽ പോയിന്റേ നമുക്ക് കിട്ടിയുള്ളൂ, എക്സിന്റെ വാല്യൂ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ആ പോയിന്റിൽ എന്തേ വരാൻ പറ്റുള്ളൂ? ലോക്കൽ മാക്സിമം മാത്രമേ വരാൻ പറ്റുള്ളൂ.
ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് ലോക്കൽ മാക്സിമം ആണോ മിനിമം ആണോ ആ പോയിന്റിൽ എന്ന് നമ്മൾ ശരിക്കും ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. എന്നാലും ജനറൽ ആയിട്ട് ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അടുത്തത് നമ്മൾ ഇനി ഇന്റഗ്രേഷനിലേക്ക് കയറി. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രേഷനകത്തെ ഒരു പ്രോബ്ലമാണ്. ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്, ഒരു പർട്ടിക്കുലർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ ഒരു പ്രത്യേക മെത്തേഡ് ഉണ്ട്. ഈ ടൈപ്പ് പ്രോബ്ലംസും ഫ്രീക്വന്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്നതാണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തു നോക്കിയാൽ ഇതിന്റെ ഒരു 3-4 പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ ആ പർട്ടിക്കുലർ മോഡൽ ആണല്ലോ എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇന്റഗ്രൽ 3x raised to 13 plus 2x raised to 11 divided by 2x raised to 4 plus 3x square plus 1 the whole raised to 4 into dx. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഇന്റഗ്രൽ. ഓക്കെ അല്ലേ? അപ്പൊ ഇതേ ടൈപ്പ് വരുന്ന 2-3 പ്രോബ്ലംസ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇതിന് കോമൺ ആയിട്ട് എന്താണ് പ്രത്യേകത. അപ്പൊ പ്രോബ്ലം കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് ഇന്ന മെത്തേഡിലാണല്ലോ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം, ഡിനോമിനേറ്ററിൽ ന്യൂമറേറ്റർ 3x raised to 13 പ്ലസ് 2x raised to 11 ആണ്, ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ ബ്രാക്കറ്റിനുള്ളിലുള്ള ഒരു ക്വാണ്ടിറ്റി കാണാനുണ്ടല്ലോ, അവിടെ മാക്സിമം പവർ x raised to 4 ആണ്. ശരിയല്ലേ? അതിനെ ഞാൻ കോമൺ ആയിട്ട് മാറ്റുന്നു. അപ്പൊ ഡിനോമിനേറ്ററിൽ ആ ബ്രാക്കറ്റിനുള്ളിൽ ഏറ്റവും വലിയ പവർ ഓഫ് x എത്രയാണോ അതിനെ കോമൺ ആയിട്ട് മാറ്റാം. അപ്പൊ ഞാൻ x raised to 4നെ കോമൺ ആയിട്ട് മാറ്റി. x raised to 4 കോമൺ ആയിട്ട് മാറ്റിയാൽ 2 പ്ലസ് 3x സ്ക്വയർ, എക്സ് സ്ക്വയറിൽ നിന്നും x raised to 4 മാറ്റിയാൽ ഡിവൈഡഡ് ബൈ x raised to 2 എന്നല്ലേ വരിക. അപ്പൊ അതുകൊണ്ട് 3 ഡിവൈഡഡ് ബൈ x സ്ക്വയർ കിട്ടും പ്ലസ് 1 ഡിവൈഡഡ് ബൈ x raised to 4. ശരിയല്ലേ? ഇതിന്റെ മൊത്തം ഹോൾ റൈസ് ടു 4 ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് കാര്യം മാത്രമേ ചെയ്തുള്ളൂ, ഡിനോമിനേറ്ററിൽ ആ ബ്രാക്കറ്റിനുള്ളിൽ നിന്നും x raised to 4നെ കോമൺ ആയിട്ട് മാറ്റി. നേരിട്ട് x raised to 4 എടുക്കാനില്ലെങ്കിൽ ഡിവൈഡഡ് ബൈ x raised to 4 എന്ന് കൊടുക്കല്ലേ വേണ്ടത് അല്ലേ? യെസ്. വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 3x raised to 13 പ്ലസ് 2x raised to 11 ഡിവൈഡഡ് ബൈ, ഇനി ഡിനോമിനേറ്ററിൽ നോക്കി, ദാ ഇവിടെ ഒരു x raised to 4 കാണാനുണ്ട്. പക്ഷെ ആ x raised to 4നും കൂടെ ഉള്ളതാണ് ഈ raised to 4 എന്ന് പറയുന്ന പവർ. അപ്പൊ ശരിക്കും അത് ബ്രാക്കറ്റിന് പുറത്തേക്ക് വരുമ്പോ x raised to 4 the whole raised to 4 ആയിട്ടല്ലേ വരുന്നത്. അതായത് x raised to 16 ആയിട്ട് മാറും. ഉറപ്പല്ലേ? അല്ലേ? ഇൻറ്റു എന്നിട്ട് ആ ബ്രാക്കറ്റിൽ 2 പ്ലസ് 3 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ x raised to 4, അതിനും ഹോൾ raised to 4 ഉണ്ട്. കണ്ടോ? അപ്പൊ ഡിനോമിനേറ്ററിൽ നമ്മളൊരു x raised to 4 കോമൺ ആയിട്ട് മാറ്റി. പക്ഷെ x raised to 4 ആ ബ്രാക്കറ്റിനുള്ളിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ raised to 4 ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. സോ ഫൈനലി x raised to 16 ആണ് ഇവിടെ കിട്ടുക. ഓക്കെ അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ, ഇനി ഒരു കാര്യം ഞാൻ ചെയ്യട്ടെ, ഈ x raised to 16നെ ന്യൂമറേറ്ററിന് വിട്ടുകൊടുത്തേക്കാം. ഈ x raised to 16നെ ഞാൻ ന്യൂമറേറ്ററിനെ കൊടുത്തു. അങ്ങനെ ന്യൂമറേറ്ററിന് കൊടുത്താൽ ഇതെന്തായിട്ട് മാറും, 3x raised to 13 അല്ലെ പ്ലസ് 2x raised to 11 ഡിവൈഡഡ് ബൈ x raised to 16 ഡിവൈഡഡ് ബൈ, എന്നിട്ട് പിന്നെ ഡിനോമിനേറ്ററിൽ ബാക്കി എന്തുണ്ട്, 2 പ്ലസ് 3 ബൈ എക്സ് സ്ക്വയർ അല്ലെ പ്ലസ് 1 ബൈ x raised to 4 the whole raised to 4 അല്ലേ ബാക്കി വരിക, ഇൻറ്റു ഡി എക്സ്, വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ. ഇനി ഇവിടെ നോക്കാം, ഈ ഡിനോമിനേറ്ററിൽ കാണുന്ന ഈ x raised to 16നെ ന്യൂമറേറ്ററിലെ ഓരോ ടേമിനായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളതല്ലേ. അപ്പൊ അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക, 3 ഇൻറ്റു x raised to 13 ഡിവൈഡഡ് ബൈ x raised to 16, അതായത് 3 ബൈ എക്സ് ക്യൂബ് എന്നല്ലേ വരിക. അതുപോലെ ആ x raised to 16നെ സെക്കൻഡ് ടേമിലേക്ക് കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക, 2x raised to 11 ഡിവൈഡഡ് ബൈ x raised to 16, അതായത് 2 ഡിവൈഡഡ് ബൈ x raised to 5 എന്നല്ലേ വരിക. ഉറപ്പല്ലേ? ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ x raised to 4 the whole raised to 4 ഇൻറ്റു ഡി എക്സ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയും കഴിഞ്ഞാൽ ആ ഡിനോമിനേറ്ററിലെ ബ്രാക്കറ്റിനുള്ളിലുള്ള എക്സ്പ്രഷൻ 2 പ്ലസ് 3 ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ x raised to 4, ഇതിനെ t എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ഡെറിവേറ്റീവ് എടുത്താൽ എന്താ കിട്ടുന്നതെന്ന് നോക്കാം. ഡെറിവേറ്റീവ് എടുത്താൽ 2ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. 3 ഇൻറ്റു
1/x² ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ -2/x³ ആണെന്ന് അറിയാമല്ലോ. പ്ലസ് 1/x⁴ ഡെറിവേറ്റീവ് എടുത്താൽ -4/x⁵ എന്ന് കിട്ടത്തില്ലേ. ഇൻറ്റു dx = dt വരും കേട്ടോ. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്തു നമ്മൾ. ത്രൂ ഔട്ട് ഒരു -2 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താലേ, ത്രൂ ഔട്ട് ഞാനൊരു -2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് 3/x³ പ്ലസ് 2/x⁵ ഇൻറ്റു dx = dt /-2 എന്നായിട്ട് മാറത്തില്ലേ അല്ലേ. ശരിക്കും നോക്കിയേ, ഈ ക്വാണ്ടിറ്റി അല്ലേ നമ്മുടെ ഇന്റഗ്രലിലെ ന്യൂമറേറ്ററിൽ വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റഗ്രൽ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം? ഇന്റഗ്രൽ ന്യൂമറേറ്റർ ഇൻറ്റു dx ചേർത്തിട്ട് എന്തെഴുതാം? dt /-2 എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ ബ്രാക്കറ്റിനുള്ളിലുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് t ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത്. സോ ഡിനോമിനേറ്റർ എന്തായിട്ട് മാറും? t⁴ ആയിട്ട് മാറും അല്ലെ. വിച്ച് ഈസ് ഈക്വൽ ടു -1/2 പുറത്തു മാറ്റാം. ഇന്റഗ്രൽ dt /t⁴ എന്ന് വരത്തില്ലേ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടേക്ക് എഴുതാം. അപ്പൊ ഇത് മാറ്റിയേക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു -1/2 ഇൻറ്റു ഇന്റഗ്രൽ 1/t⁴ എന്നുള്ളത് t⁻⁻4 എന്നാക്കാം ഇൻറ്റു dt. സോ -1/2 ഇൻറ്റു എന്താ t⁻⁻4 ഇന്റഗ്രൽ t⁻⁻4 + 1, അതായത് -3 ഡിവൈഡഡ് ബൈ -3. ശരിയല്ലേ? ഓക്കെ. പ്ലസ് c വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ട് മാറും. 1/2 ഇൻറ്റു 1/3 1/6 ആകും. ദെൻ t⁻³ എനിക്ക് 1/t³ എന്ന് എഴുതാം പ്ലസ് c വിച്ച് ഈസ് ഈക്വൽ ടു 1/6 ഇൻറ്റു, ഇനി എന്താ ടി ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്? ടി ആയിട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ കാണാനുണ്ട്. ടി ആയിട്ട് എടുത്തിരിക്കുന്നത് 2 + 3/x² 2 + 3/x² പ്ലസ് 1/x⁴. ശരിയല്ലേ? അതിന്റെ ഹോൾ ക്യൂബ് വരും പ്ലസ് സി. ശരിയല്ലേ? അപ്പൊ ഇതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. പക്ഷെ നമുക്ക് കുറെ കൂടെ സിംപ്ലിഫൈ ചെയ്യേണ്ടിയിരിക്കുന്നു, കാരണം സിംപ്ലിഫൈഡ് ഫോം ആണ് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും? 1/6 ഇൻറ്റു ഇവിടെ ഈ ബ്രാക്കറ്റിനുള്ളിൽ LCM ഒക്കെ എടുത്ത് എഴുതിയാൽ x⁴ LCM ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? x⁴ എന്നിട്ട് ന്യൂമറേറ്ററിൽ വരുന്നത് 2x⁴ പ്ലസ് 3x² പ്ലസ് 1 എന്ന് കിട്ടും. എല്ലാത്തിന്റെ ഹോൾ ക്യൂബില്ലേ അല്ലെ? ബാക്കി ഞാൻ ഇവിടേക്ക് എഴുതട്ടെ. വിച്ച് ഈസ് ഈക്വൽ ടു ഇനി നോക്കി 1/6 ഇൻറ്റു 2x⁴ പ്ലസ് 3x² പ്ലസ് 1 അല്ലെ, ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിലെ x⁴ ഹോൾ ക്യൂബ്. x⁴ ക്യൂബ് എടുത്താൽ അത് എന്തായിട്ട് മാറും? x⁻12 ആയിട്ട് മാറത്തില്ലേ? അപ്പൊ ഇവിടെ x⁻12 കിട്ടും. ശരിയല്ലേ? പ്ലസ് സി വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പൊ ഈ x⁻12 ന്യൂമറേറ്ററിലേക്ക് പോകില്ലേ? സോ x⁻12 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 2x⁴ പ്ലസ് 3x² പ്ലസ് 1 ദ ഹോൾ ക്യൂബ് പ്ലസ് സി എന്ന് കിട്ടും. അപ്പൊ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ ഏത് ഓപ്ഷൻ ആയിട്ടാണ് കാണുന്നത്? x⁻12 ഡിവൈഡഡ് ബൈ ഓപ്ഷൻ ബി ആണ് അല്ലെ. ഓപ്ഷൻ ബിയിലല്ലേ എങ്ങനെ വന്നിരിക്കുന്നത്? x⁻12 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 2x⁴ പ്ലസ് 3x² പ്ലസ് 1 ദ ഹോൾ ക്യൂബ് പ്ലസ് സി എന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കണം. പല പ്രാവശ്യം എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഈ മോഡല് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇതിന്റെ 2-3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇതാണല്ലോ മെത്തേഡ് എന്നുള്ളത്. ഓക്കെ, സമയം കളയണ്ട, നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്യാം. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ഇപ്പൊ നമ്മൾ ചെയ്തത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്കിനി ഡെഫിനിറ്റ് ഇന്റഗ്രലിലെ ഒരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ കണ്ടോ? ആദ്യം തന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? d/dx ഓഫ് ക്യാപിറ്റൽ G of x is equal to e⁻tan x divided by x. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് G of x ആണ് e⁻tan x by x. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി G of x എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓഫ് e⁻tan x ഡിവൈഡഡ് ബൈ x ഇൻറ്റു dx ആയിരിക്കില്ലേ? ഉറപ്പല്ലേ? അപ്പൊ ക്യാപിറ്റൽ G of x ന്റെ ഡെറിവേറ്റീവ് ആണ് e⁻tan x by x. അപ്പൊ ക്യാപിറ്റൽ G of x വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയാകുമല്ലോ. അപ്പൊ e⁻tan x by x ന്റെ ഇന്റഗ്രൽ ആണ് ക്യാപിറ്റൽ G of x എന്ന് പറയുന്നത്. ഇതവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇന്റഗ്രൽ 1/4 to 1/2 2/x ഇൻറ്റു e⁻tan of πx² ഇൻറ്റു dx. ഇതിന്റെ വാല്യൂ അല്ലേ? പക്ഷെ ഓപ്ഷൻസ് നോക്കി, അതിന്റെ വാല്യൂ നമുക്ക് തന്നിരിക്കുന്നതെല്ലാം ഇൻ ടേംസ് ഓഫ് G of x ആണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇന്റഗ്രലിനെ എനിക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ജി ഓഫ് എക്സിന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ശരിയല്ലേ? അപ്പൊ ജി ഓഫ് എക്സിന്റെ ഫോമിലേക്ക് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ജി ഓഫ് എക്സ് ഇ റൈസ് ടു ടാൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്നുള്ള ഫോമിലല്ലേ? അപ്പൊ ഇതും ആ രൂപത്തിലേക്ക് എനിക്ക് മാറ്റണം. അപ്പൊ ഇ റൈസ് ടു ടാൻ എക്സ് എന്ന് വരുത്താനായിട്ട് നോക്കുമ്പോൾ ഇവിടെ ഒരു ഇ റൈസ് ടു അല്ലെ ടാൻ ഇവിടെയും കാണാനുണ്ട്, പക്ഷെ എക്സ് എന്നല്ല പൈ എക്സ് സ്ക്വയർ എന്ന് അല്ലെ. അപ്പോൾ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു ടാൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ആണ്. ആ ഫോമിലേക്ക് ഈ തന്നിരിക്കുന്ന ഇന്റഗ്രലിനെയും എനിക്ക് മാറ്റണം. കാരണം എന്താ? ഓപ്ഷൻസ് എല്ലാം ഇൻ ടേംസ് ഓഫ് ജി ഓഫ് എക്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ജി ഓഫ് എക്സ് നോക്കിയപ്പോൾ ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു ടാൻ എക്സ് ബൈ എക്സ് ആണ്. അപ്പൊ ഇവിടെയും ഇ റൈസ് ടു ടാൻ എക്സ് ബൈ എക്സിന്റെ ഫോമിൽ വരണം. അപ്പൊ അവിടെ നോക്കിയപ്പോൾ ഒരു ഇ റൈസ് ടു എക്സ് അവിടെ ഉണ്ട്, പക്ഷേ ഇ റൈസ് ടു എക്സ് എന്നല്ല, ഇ റൈസ് ടു പൈ എക്സ് സ്ക്വയർ എന്ന. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്ററിൽ എന്താ വരേണ്ടത്? പൈ എക്സ് സ്ക്വയർ അല്ലേ വരേണ്ടത്. പക്ഷെ പൈ എക്സ് സ്ക്വയർ അവിടെ ഡിനോമിനേറ്ററിൽ കാണാനില്ല. നമ്മളൊരു പൈ എക്സ് സ്ക്വയർ അങ്ങ് കൊടുത്തു. പക്ഷെ പൈ എന്ന് പറയുന്നത് അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. അപ്പൊ പൈ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഞാൻ ഉറപ്പായിട്ടും പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? ഇനി അതുപോലെ ഞാൻ ഡിനോമിനേറ്ററിൽ ഒരു എക്സ് സ്ക്വയറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഡിനോമിനേറ്ററിൽ അവിടെ ഓൾറെഡി ഒരു എക്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി എക്സ്ട്രാ ഒരു എക്സും കൂടെ ഞാൻ ചേർത്തില്ലേ ഡിനോമിനേറ്ററിൽ. അപ്പൊ അതുകൊണ്ട് ആ എക്സ് എനിക്ക് എന്ത് ചെയ്യണം? കോമ്പൻസേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ അല്ലേ? പിന്നെ അത് കൂടാതെ അവിടെ ഒരു 2 കാണാനുണ്ട്. അപ്പൊ 2 കൂടെ അവിടെ ചേർത്തു ഇൻറ്റു ഡി എക്സ്. മനസ്സിലായോ ഞാൻ ചെയ്ത കാര്യം എന്താണെന്നുള്ളത്? അപ്പൊ എനിക്ക് ഈ ഇന്റഗ്രലിനെ ജി ഓഫ് എക്സിന്റെ രൂപത്തിലേക്ക് മാറ്റണം. ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റൈസ് ടു ടാൻ എക്സ് ബൈ എക്സ് എന്നുള്ള ഫോമിലാണ്. അപ്പൊ ഇവിടെയും അതുപോലെ വരണം. ഇവിടെ ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ട്, പക്ഷെ ഇ റൈസ് ടു ടാൻ എക്സ് എന്നല്ല, ഇ റൈസ് ടു ടാൻ ഓഫ് പൈ എക്സ് സ്ക്വയർ എന്ന്. അപ്പൊ അത് നമ്മൾ എടുത്തു. ഇ റൈസ് ടു ടാൻ എക്സ് എന്നാണെങ്കിൽ ഡിനോമിനേറ്ററിൽ എക്സ് എന്ന് വരണം ജി ഓഫ് എക്സിൽ അല്ലെ. അപ്പൊ ഇവിടെ എക്സിന് പകരം പൈ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് ഇവിടെ ഡിനോമിനേറ്ററിൽ പൈ എക്സ് സ്ക്വയർ അല്ലേ വരേണ്ടത്. അതുകൊണ്ട് ഡിനോമിനേറ്ററിൽ നമ്മളൊരു പൈ എക്സ് സ്ക്വയർ ഇട്ട് കൊടുത്തു. പക്ഷെ പൈ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? അത് കോമ്പൻസേറ്റ് ചെയ്യാൻ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെയാണ്, ശരിയല്ലേ? ഇവിടെ വെച്ചിട്ട് ഞാൻ ഒരു കാര്യം ചെയ്യുന്നു. പൈ എക്സ് സ്ക്വയറിന് ടി എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. ഇവിടെ ലിമിറ്റ് ഉണ്ട്, 1/4 to 1/2 ആണ്. ഞാൻ ഇവിടെ വെച്ചിട്ട് പൈ എക്സ് സ്ക്വയറിന് ടി എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2πx ഇൻറ്റു ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക? ഡി ടി എന്നല്ലേ കിട്ടുക അല്ലെ. ഇനി അതേപോലെ ലിമിറ്റും കൂടെ ചേഞ്ച് ചെയ്യാം. എക്സ് 1/4 ആണെങ്കിൽ അല്ലെ ടി എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? പൈ ഇൻറ്റു 1/4ന്റെ സ്ക്വയർ, π/16 ആകില്ലേ. ഇനി അതേപോലെ എക്സ് എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് എത്രയാ? 1/2 ആണ്. എക്സ് 1/2 ആണെങ്കിൽ ടി എന്ന് പറയുന്നത് പൈ ഇൻറ്റു 1/2ന്റെ സ്ക്വയർ വരും, അതായത് π/4 വരില്ലേ. അപ്പൊ നമ്മുടെ ഇന്റഗ്രൽ എന്തായിട്ട് മാറും? ഇന്റഗ്രൽ 1/4 to 1/2 എന്നുള്ളത് മാറിയിട്ട് π/4 to π/16 എന്നായിട്ട്, സോറി π/16 to π/4 തിരിച്ച് അല്ലെ. π/16 to π/4 എന്നാണ് മാറുന്നത്. π/16 to π/4. ഇനി നമുക്ക് നോക്കാം. ഇ റൈസ് ടു ടാൻ പൈ എക്സ് സ്ക്വയർ. അപ്പൊ ഇ റൈസ് ടു ടാൻ പൈ എക്സ് സ്ക്വയറിന് പകരം ടി എന്നല്ലേ, ഡിവൈഡഡ് ബൈ പൈ എക്സ് സ്ക്വയർ, അതിന് പകരം ടി കൊടുക്കാം, ഇൻറ്റു 2πx ഇൻറ്റു ഡി എക്സ് ചേർത്തിട്ട് ഡി ടി എന്ന് കൊടുക്കാം. കണ്ടോ? പക്ഷെ ഈ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ജി ഓഫ് ടി തന്നെയല്ലേ അല്ലെ. നോക്കിയേ, ജി ഓഫ് എക്സ് ഇങ്ങനെയല്ലേ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇന്റഗ്രൽ ഈസ് ജി ഓഫ് ടി. പക്ഷെ ലിമിറ്റും കൂടെ കൊടുക്കണം. ഓവർ ദ ലിമിറ്റ് π/16 to π/4. അപ്പൊ അപ്പർ ലിമിറ്റ് ആയിട്ടുള്ള π/4 കൊടുത്താൽ ഇതെന്തായിട്ട് മാറും? ജി ഓഫ് π/4 മൈനസ് ലോവർ ലിമിറ്റ് π/16 കൊടുത്താൽ ജി ഓഫ് π/16 എന്നാകും. സോ ദിസ് ഈസ് ദി ആൻസർ. അപ്പൊ ഇതേപോലെ ഏത് ഓപ്ഷനാണ് വരുന്നത്? ജി ഓഫ് π/4 മൈനസ് ജി ഓഫ് π/16 എന്ന് വരുന്നത് ഓപ്ഷൻ എ ആണല്ലോ. സോ ഓപ്ഷൻ എ ഈസ് കറക്റ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിന്ന് കാൽക്കുലസിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പല പ്രാവശ്യം എക്സാംസിന് വന്നിട്ടുള്ളതാണ്. ഇനിയും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാംസിന് ചോദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രോബ്ലംസ് ആണ്. അപ്പൊ ഈ മോഡലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കമ്പൽസറി നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഓക്കെ, അപ്പൊ തൽക്കാലത്തേക്ക് നമുക്ക് നമ്മുടെ ലൈവ് നിർത്താം അല്ലെ. അപ്പൊ ഇനിയും ഇതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ബൈ.